വിശുദ്ധ ഖുർആൻ മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും അർത്ഥവത്തായ ഒരു നിമിഷത്തെ സൂചിപ്പിക്കുകയാണ് ഈ ആയത്തുകളിൽ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞവർ, നമ്മുടെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് വിശ്വസിച്ചു. സുമ്മ ഇസ്തഖാമു, എന്നിട്ടവർ നേർവഴിയിലായി ജീവിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ രണ്ട് വാക്കുകളും പറയാൻ എളുപ്പമാണ്. വിശ്വാസികളും നേർവഴിയിൽ ജീവിച്ചവരും. ഈ നേർവഴിയിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ എന്തൊക്കെ പെട്ടു അതില്? നമ്മുടെ പഠനം മുതൽ, ജോലി മുതൽ, കച്ചവടം മുതൽ, നമ്മുടെ വ്യവഹാരങ്ങൾ, ജീവിതത്തിലെ ഓരോരോ അനുഭവങ്ങൾ, ഇതൊക്കെ അള്ളാഹുവിന് ഇഷ്ടമുള്ള വിധത്തിൽ മാത്രമേ നമ്മൾ ചെയ്യൂ, അനുവർത്തിക്കൂ എന്ന ശപഥം ചെയ്തവരാണ് ഇസ്തഖാമു എന്ന് പറഞ്ഞ വിഭാഗം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു ആണെന്ന് പറയുകയും നേർവഴിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തവർ, തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ അവരുടെ മേൽ അവതരിക്കും. അല്ലാഹുവിന്റെ മലക്കുകൾ വരും. എപ്പോഴെന്നറിയോ? മരിക്കുമ്പോ. മരണമാസന്നമാകുമ്പോൾ അല്ലാഹുവിന്റെ മാലാഖമാർ അവർക്ക് കാണാൻ കഴിയും. മലക്കുകൾ വന്ന് പറയും, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ പേടിക്കരുത് കേട്ടോ. വലാ തഹ്സനൂ, നിങ്ങൾ സങ്കടപ്പെടുകയും അരുത്. ഒരുപാട് വിഷമിച്ചിട്ടുണ്ടല്ലേ, ഒരുപാട് അസുഖങ്ങളിലൂടെ വന്നതാണല്ലേ, അല്ലാഹുവിനരികത്തേക്ക് പോരുന്നില്ലേ? നിങ്ങൾ സങ്കടപ്പെടണ്ട. നിങ്ങൾ ഇട്ടേച്ചു പോരുന്ന നിങ്ങളുടെ മക്കളും കുടുംബവും, അവരിൽ നിന്ന് കിട്ടുന്ന സ്നേഹത്തെക്കാളും വലിയ സ്നേഹം അള്ളാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ വീടും ദുന്യാവും കൂട്ടുകാരൊക്കെ, ഇതിനൊക്കെ പകരം അള്ളാഹുവിന്റെ മലക്കുകളുടെ സൗഹൃദ വലയം നിങ്ങൾക്ക് ഖബറിൽ ഉണ്ടാകും. അതുകൊണ്ട് ഇങ്ങോട്ട് പോരുന്നില്ലേ? ഒരു വിഷമം വിചാരിക്കണ്ട. വഅബ്ശിറൂ ബിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്കല്ലേ പോരുന്നത്, പിന്നെന്തിനാ പേടിക്കുന്നത്? وأبشروا بالجنة التي كنتم توعدون, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെടുന്ന സ്വർഗം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്നവരോട് പറഞ്ഞ് അവരെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന മലാഖമാർ നേർവഴിയിൽ ജീവിച്ച വിശ്വാസികൾക്ക് അവരെ കാണാനും അനുഭവിക്കാനും കഴിയുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ടാണ് നമ്മൾ ദുആ ഇറക്കുന്നത്, അല്ലാഹുമ്മ ജഅൽ അസ്അദ അയ്യാമിനാ യൗമ നൽഖാക്, അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നാൾ നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമാക്കി തരണേ. എന്താണ് നിന്നെ കണ്ടുമുട്ടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ? മരിച്ചു പോകുന്ന ദിവസം. മരിക്കുമ്പോൾ പേടിയുണ്ടാവില്ല. ഗൾഫിലേക്ക് നല്ലൊരു ജോലിക്കോ അല്ലെങ്കിൽ ഉമ്മയോ വാപ്പയുടെ അടുത്തേക്ക് പോകുമ്പോഴോ, മക്കളെ കാണാൻ വേണ്ടി ഉമ്മയും വാപ്പയും അങ്ങോട്ട് പോകുമ്പോഴോ ആർക്കെങ്കിലും പേടി തോന്നാറുണ്ടോ? നാട് വിട്ടേച്ച് പോവുകയാണ്, പക്ഷെ ഒരു യാത്ര, അത് നിങ്ങൾ ഹജ്ജിന് പോവുകയാണ്, ഉംറക്ക് പോവുകയാണ്, സങ്കടത്തോടെയാണോ പോകുന്നത്? സന്തോഷത്തോടെയല്ലേ പോവുക? അതുപോലെ ഒരു യാത്രയാണ് ശരിക്കും മരണം ആവേണ്ടത്. അത്രയേ ഉള്ളൂ, അതൊരു യാത്രയാണ്. ആ യാത്ര പേടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മുടെ ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്ത് വെച്ചിരിക്കുകയാണ്, പോയേ പറ്റൂ. ഡേറ്റും സമയവും നിശ്ചയിച്ച് വെച്ചിരിക്കുകയാണ്, പോയേ പറ്റൂ. പക്ഷെ ആ പോകുന്നത് ഒരു നല്ല ലക്ഷ്യത്തിലേക്കും ഒരു നല്ല സന്നിധാനത്തിലേക്കുമാണ്. അള്ളാഹുവിനെ കാണണമെങ്കിൽ മരിക്കണം, സ്വർഗത്തിലെത്തണമെങ്കിൽ മരിക്കണം. ഖബർ നമ്മുടെ വീടിനേക്കാളും എത്രയോ വിശാലമായ, കണ്ണെത്താ ദൂരത്തേക്ക് വിശാലം. അങ്ങനെയൊക്കെ ഇപ്പൊ നമ്മുടെ നാട് കാലാമ്പൂരിപ്പോ അങ്ങനെ കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമായ നാടാണോ? അങ്ങനെ ചെറിയൊരു മഹല്ലല്ലേ? കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമായ ഒരു ഇടമായി ഖബർ മാറുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ വീടും നമ്മുടെ മഹലിനേക്കാളൊക്കെ വലിയ സ്ഥലത്തേക്കാണ് പോകുന്നത്. വഅബ്ശിറൂ ബിൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലുകൾ അങ്ങോട്ട് മലക്കുകൾ തുറന്നു വെച്ച് കാണിച്ചു തരും. ഇടയ്ക്ക് നോക്കി അങ്ങനെ ഇരുന്നാ മതി. സന്തോഷവും ആശ്വാസവും മലക്കുകൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പിന്നെ പേടിക്കണ്ട. നിങ്ങൾ പേടിക്കരുത് എന്ന് മലക്കുകൾ വന്ന് ആശ്വസിപ്പിക്കുന്ന മുഅ്മിനീങ്ങളാണ് നേർവഴിയിൽ ജീവിച്ചവർ. അല്ലാഹു അതിനെ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. നമ്മളത് ആഗ്രഹിക്കുന്നവരാണ്. ഈ വാല് കഴിഞ്ഞപ്പോ നാളെ നേരം വെളുത്താൽ ചിലപ്പോൾ ഈ പറഞ്ഞതൊക്കെ നമ്മൾ മറന്നേക്കാം. പിന്നെ നമ്മൾ പഴയ ലൈഫും പഴയ സിനിമയും കളിയും അതൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ലോകത്തേക്ക് നമ്മൾ പോവുകയാണ്. പക്ഷെ ഇതിനപ്പുറമുള്ള ഒരു അദൃശ്യ ലോകത്തേക്ക് ഒരുങ്ങുന്ന ആളുകളാണ് നമ്മൾ.
അല്ലാഹു പറയാൻ, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വലകും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലകും ഫീഹാ മാ തദ്ദഊൻ. നിങ്ങളുടെ സംരക്ഷകൻ ഞാനാണ്, ഈ ലോകത്തും പരലോകത്തും. ഈ ലോകത്തും പരലോകത്തും നിങ്ങളെ ഞാൻ സംരക്ഷിക്കാനുണ്ട്. നിങ്ങൾ പിന്നെ ഒന്നും പേടിക്കണ്ട. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വലകും ഫീഹാ മാ തശ്തഹി അൻഫുസുകും. സ്വർഗലോകത്തേക്ക് എത്തുമ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം അവിടെയുണ്ട്. വലകും ഫീഹാ മാ തദ്ദഊൻ. നിങ്ങൾക്ക് വേണ്ടത് എന്തൊക്കെയാണോ അതെല്ലാം അവിടെ നാം ഒരുക്കി വച്ചിരിക്കുകയാണ്. നുസുലം മിൻ ഗഫൂരിർ റഹീം. കാരുണ്യവാനായ, പാപങ്ങൾ പൊറുക്കുന്നവനായ അല്ലാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ച നുസുലൻ, വിരുന്നാണത്. അള്ളാഹുവിന്റെ വിരുന്ന്, അള്ളാഹുവിന്റെ ഹോസ്പിറ്റാലിറ്റി. പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് വിരുന്നൊരുക്കുകയാണ് സ്വർഗലോകം. അവിടെ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം അവിടെയുണ്ട്. ഹൂറുൽ ഐനുകളുണ്ട് പുരുഷന്മാർക്ക് എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങൾക്ക് എന്താ അതിന്റെ മറുപടിയാണത്. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും. നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. വലകും ഫീഹാ മാ തദ്ദഊൻ നുസുലം മിൻ ഗഫൂരിർ റഹീം. എന്നിട്ട് അല്ലാഹു പറയുന്ന കാര്യമാണ്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സ്വാലിഹാ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن أحسن قولا ممن دعا إلى الله وعمل صالحا ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ഞാനൊരു മുസ്ലിമാണെന്ന് പറയുകയും അള്ളാഹുവിന്റെ വഴിയിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്തവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ ആരാണ്? ഞാനൊരു മുസ്ലിമാണെന്ന്. You have to prove it in your words, in your actions, in your dress code. എല്ലാറ്റിലും ഞാനൊരു മുസ്ലിമാണ് എന്ന് വിളിച്ചു പറയുന്നവരാണ്. അത് മാത്രമല്ല, മയക്കുമരുന്നിന്റെ അടിമകളായ ആളുകളെ നന്മയിലേക്ക് പിടിച്ചുകൊണ്ടുവരുന്നു. വ്യഭിചാരത്തിലേക്ക് പോകുന്ന ആളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. പലിശ ഇടപാടുകളിലേക്ക് പോകുന്നവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. ഇങ്ങനെ ആളുകൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്ന ഒരാളെക്കാളും നല്ല വാക്ക് പറയുന്നവൻ ആരാണ്? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്. ഇന്നൽ ബലിയത യൗമ മബ്അസി അഹ്മദി نظر الإله لها فبدل حالها بل كرم الإنسان حين اختار من خير البرية نجمها وهلالها لبس المرقع وهو قائد أمة لبس المرقع وهو قائد أمة جبت الكنوز فكسرت أغلالها لما رآها الله تمشي نحوه لا تبتغي إلا رضاه سعى لها. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ മദ്രസയിൽ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആളുകൾ ഈ പറയുന്ന ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ, ഈമാനിന്റെയും ഇസ്തിഖാമത്തിന്റെയും ആളുകളാണ്. ഈമാനിന്റെയും ഇസ്തിഖാമത്തിന്റെയും ആളുകൾ. അവരിൽ പ്രമുഖനായ ഒരു വ്യക്തിയെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നു.
അസ്മാ ബിൻത് അബീ ബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ ബീവിയുടെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ ഇബ്നുൽ അവ്വാം എന്ന ഹവാരി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹവാരിയാണ്, സ്വർഗ്ഗത്തിൽ അവിടുത്തെ അടുത്തിരിക്കുന്ന കൂട്ടുകാരനാണെന്ന് പുണ്യനബി തങ്ങൾ പറഞ്ഞ സുബൈർ ഇബ്നുൽ അവ്വാമിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ആ വ്യക്തിത്വത്തിന്റെ അന്തസ്സിന്റെ ചില അടയാളപ്പെടുത്തലുകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ആരുടെ മോനാണെന്നറിയോ? ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തി അസ്മാ ബീവിയുടെ മോനാണ്. അസ്മാ ബീവി മരണപ്പെടുന്നത് 90 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ്. 90 വയസ്സ് വരെ ജീവിച്ച മഹദിയാണ് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ. ആ കുടുംബത്തെ നമ്മളൊന്ന് അറിയണം. പുണ്യനബി തങ്ങൾ അന്നൊരിക്കൽ ഉച്ചനേരത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വന്നു. അതാന അദ്ദഹീറ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഉച്ചനേരത്ത് നബി തങ്ങൾ സാധാരണ വരാറില്ല. അങ്ങനെ വന്നപ്പോ പുണ്യനബി തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുത്തു. തങ്ങൾ വന്നതിന് എന്തെങ്കിലും ഒരു പ്രത്യേക കാരണം കാണും, അല്ലെങ്കിൽ ഈ ഉച്ചനേരത്ത് വരാറില്ലല്ലോ. എന്താണ് നബിയെ, എന്താണ് വിഷയം? സിദ്ദീഖ്, നമുക്ക് സ്വകാര്യമായിട്ട് സംസാരിക്കാനുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ആരൊക്കെയാണുള്ളത്? പറഞ്ഞു നബിയെ, ഇൻഹും ഇല്ല അഹ്ലുക്, എന്റെ വീട്ടുകാർ അങ്ങയുടെ വീട്ടുകാരല്ലയോ നബിയെ. അവരാരും അങ്ങയുടെ സ്വകാര്യം പരസ്യപ്പെടുത്തില്ല, അവരാരും അങ്ങയെ വേദനിപ്പിക്കില്ല നബിയെ. അവരൊക്കെ അങ്ങയുടെ വീട്ടുകാരാണ്. അതുകൊണ്ട് അങ്ങ് ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഇവരാരും ഒന്നും അങ്ങയ്ക്ക് വിഷമുണ്ടാക്കുന്നത് ചെയ്യില്ല. അവരെ കേൾക്കരുത് എന്ന് വിചാരിക്കേണ്ട, അവരെ കേട്ടാൽ പോലും ഒന്നുമേ അങ്ങയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്റെ വീട്ടുകാരെ ചെയ്യില്ല നബിയെ. എന്നാൽ സിദ്ദീഖേ, ഞാൻ പറയട്ടെ, അല്ലാഹു എനിക്ക് ഹിജ്റ പോകാൻ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാൻ അനുമതി നൽകിയിരിക്കുന്നു എന്ന്, ഹിജ്റ ചെയ്യാനുള്ള അനുമതി ലഭിച്ച സമയമാണ് പുണ്യനബി അവിടെ ചെന്ന് സന്ദർശിച്ചത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ രംഗം പറയുന്നുണ്ട്. എന്റെ ഉപ്പ സന്തോഷം കൊണ്ട് കരയുന്ന ഒരു കരച്ചിൽ, അങ്ങനെ ഒരു മനുഷ്യനും സന്തോഷം കൊണ്ട് കരയുന്നത് ഞാൻ മുമ്പൊരിക്കലും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പുണ്യനബി തങ്ങൾ മദീനത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോ എല്ലാ സ്വഹാബികളും പോയി കഴിഞ്ഞു. ഇനി മക്കയിൽ ബാക്കിയുള്ളത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹും അടക്കമുള്ള ഏതാനും ചില ആളുകളാണ്. അപ്പോ എന്റെ ഉപ്പ ചോദിച്ചു, അസ്സുഹ്ബത യാ റസൂലല്ലാഹ്, നബിയെ അങ്ങയുടെ കൂടെ വരാൻ എനിക്ക് അനുമതിയുണ്ടോ? അസ്സുഹ്ബത യാ റസൂലല്ലാഹ്, കൂടെ വരാൻ എനിക്ക് സമ്മതമുണ്ടോ നബിയെ? ഞാൻ അങ്ങയുടെ കൂടെ വരട്ടെയോ? ആ ചോദ്യം അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ അതിന് മറുപടി കൊടുത്തു, സിദ്ദീഖേ, കാത്തിരിക്കണം, അല്ലാഹുവിന്റെ അനുമതി വരട്ടെ. അല്ലാഹുവിന്റെ അനുമതി വരുന്നു. സിദ്ദീഖേ, നിങ്ങൾക്ക് എന്റെ കൂടെ വരാൻ അനുമതിയുണ്ട്. فبكى أبو بكر من الفرح بكاء شديدا. ആ നേരം തങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അനുമതി കിട്ടിയതിൽ പിന്നെ സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സന്തോഷം കൊണ്ട് പൊട്ടിക്കരയായിരുന്നു, സന്തോഷത്തിന്റെ പൊട്ടിക്കരച്ച്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുമ്പോൾ സിദ്ദീഖ് എന്നവരുടെ കുടുംബം, ആയിഷ ബീവി എന്ന ചെറിയ കുട്ടിയാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബമാണ് ഹബീബിനെ സഹായിക്കുന്നത്. സൗർ ഗുഹ എന്ന് പറയുന്ന മക്കയുടെ തെക്ക് ഭാഗത്താണ് സൗർ ഗുഹയുള്ളത്. മദീന മക്കയുടെ വടക്കാണ്, വടക്ക് പടിഞ്ഞാറ്. ആ വടക്ക് പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യേണ്ട നബി തങ്ങൾ ശത്രുക്കൾക്ക് പിടികൊടുക്കാതിരിക്കാൻ വേണ്ടി തങ്ങൾ തെക്കോട്ടാണ് യാത്ര ചെയ്തത്, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്. ശത്രുക്കൾ പിടിക്കാതിരിക്കാൻ വേണ്ടി വിധങ്ങൾ ചെയ്ത അസ്ബാബുകളാണത്. ആ സമയം സൗർ ഗുഹയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ, അഷ്റഫുൽ ഖൽഖിന്റെ കൂടെ, സിദ്ദീഖ് എന്നവരുടെ കൂടെ രണ്ടുപേരും വിധങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇദ്ഹുമാ ഫിൽ ഗാരി ഇദ് യഖൂലു ലിസാഹിബിഹി,
രണ്ടുപേരും താമസിച്ച 3 ദിവസം ആ ഗുഹക്കുള്ളിൽ താമസിച്ചിട്ടുണ്ട്. ചരിത്രം നമുക്കറിയാലോ. സിദ്ദീഖ് തങ്ങളുടെ കാലിൽ വന്ന് പാമ്പ് കൊത്തിയതും അവിടുത്തെ ഉമിനീര് തേച്ചു കൊടുത്ത് അത് അപ്പോഴേക്കും ഇൻസ്റ്റന്റ്ലി അവിടെ തന്നെ ആ നിമിഷം അത് ശിഫയായതും ഹബീബിന്റെ മുഅ്ജിസത്തും. ആ മലമുകളിലേക്ക് ആരാണ് പുണ്യനിബിതങ്ങൾക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിരുന്നത് എന്നറിയുമോ? പൂർണ്ണ ഗർഭിണിയായിരുന്ന സിദ്ദീഖ് എന്നവരുടെ മോള് അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ. അസ്മാ ബീവി ആ മല കയറും. നമുക്കിന്ന് കയറണമെങ്കിൽ മിനിമം 2-3 മണിക്കൂർ എടുക്കും അങ്ങോട്ട് കയറാൻ, ഇറങ്ങാൻ അത്ര ഏകദേശം സമയം. ആ മലമുകളിലേക്ക് രാവിലെയും വൈകുന്നേരവും സ്വന്തം ഉപ്പാക്കും അല്ലാഹുവിന്റെ റസൂലിനും ഭക്ഷണം കൊടുത്ത മോളാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോള് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ. മക്കയിൽ നിന്ന് 2-3 കിലോമീറ്ററുകൾ താണ്ടിയാണ് തൗർ മലയിലേക്ക് എത്തുന്നത്. എന്നിട്ട് മല കയറണം. പൂർണ്ണ ഗർഭിണിയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ, സിദ്ദീഖ് തങ്ങളുടെ മോനാണ് അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു. അവർക്കൊരു ഡ്യൂട്ടിയുണ്ട്. മദീനയിലേക്കുള്ള യാത്രയിൽ ഒട്ടകത്തിന്റെ കാൽപ്പാടുകൾ മായ്ച്ചു കളയണം. ശത്രുക്കളുടെ വിവരം മക്കയിൽ നിന്ന് ന്യൂസ് നിബിതങ്ങൾക്ക് കൈമാറണം. എന്തൊക്കെയാണ് ശത്രുക്കളുടെ പ്ലാൻ എന്ന് നിബിതങ്ങൾക്ക് അറിയിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം സിദ്ദീഖ് എന്നവരുടെ മകൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു. പിന്നെ ആയിഷ ബീവി ചെറുപ്പമാണ്. ഇങ്ങനെ കുടുംബമൊന്നാകെ പുണ്യനിബിതങ്ങളുടെ ഹിജ്റയിൽ അവരൊന്നിച്ചാണ്. ആ നേരം പൂർണ്ണ ഗർഭിണിയായിരുന്ന അസ്മാ റളിയല്ലാഹു അൻഹാ മദീനയിലേക്ക് വരികയും മദീനയിൽ വെച്ച് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ പ്രസവിക്കുകയും ചെയ്യുന്നു. മദീനയിൽ എത്തിയ ഉടനെ മുസ്ലിമീങ്ങളിൽ ജനിച്ച ആദ്യത്തെ മോനാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു എന്ന അസ്മാ ബീവിയുടെ മോൻ അബ്ദുല്ലാഹ്. ആ കുഞ്ഞിന്റെ ജന്മത്തിന് പ്രത്യേകതയുണ്ട്. മദീനയിൽ മുസ്ലിമീങ്ങൾ എത്തിയപ്പോ ജൂതന്മാർ പറഞ്ഞു, ഞങ്ങൾ ഇവിടുത്തെ മുസ്ലിമീങ്ങളായ ആളുകൾക്കൊക്കെ മാരണം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഞങ്ങളൊരു ഒരു ദുശകുനം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിമീങ്ങളിലെ ഒരു പെണ്ണും ജീവനുള്ള കുട്ടിക്ക് ജന്മം കൊടുക്കില്ല. അവര് ഗർഭിണികളാണെങ്കിൽ അവര് പ്രസവിക്കുന്നത് ചാപ്പിള്ളയായിരിക്കും. ഇനിയിട്ട് അവർക്ക് കുട്ടികൾ ഉണ്ടാവുകയുമില്ല. ഉള്ള ഗർഭിണികളെ പ്രസവിക്കുമ്പോൾ ആ മക്കൾക്ക് ജീവൻ ഉണ്ടാവില്ല എന്ന് ഞങ്ങളുടെ ജ്യോത്സ്യന്മാർ ഞങ്ങളോട് പറഞ്ഞു വന്ന് ജൂതന്മാർ അങ്ങാടികളിലൂടെ പറഞ്ഞു നടന്നിരുന്ന കാലമാണത്. ആ സമയത്താണ് അസ്മാ ബീവി പ്രസവിക്കുന്നത്. നോക്കുമ്പോ ഒരു കുഴപ്പമില്ലാത്ത സുമുഖനായൊരു മോനും. ആ മോനെ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് കൊണ്ടുപോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ അരികത്തേക്ക് കൊണ്ടുപോയി. നിബിതങ്ങളാണ് ആ കുഞ്ഞിന് അബ്ദുല്ലാഹ് എന്ന പേര് വിളിക്കുന്നത്. അവിടുത്തെ പരിശുദ്ധമായ ഉമിനീര് കൊണ്ടാണ് അബ്ദുല്ലാഹി തങ്ങൾക്ക് തഹ്നീക്ക് ചെയ്തു കൊടുക്കുന്നത്, മധുരം കൊടുക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് ആ കുഞ്ഞിനെയും പിടിച്ച് മദീനയുടെ അങ്ങാടിയിലൂടെ നടക്കുമായിരുന്നു. മുസ്ലിമീങ്ങൾ കൊണ്ട് നടക്കുമായിരുന്നു. അന്നത്തെ ജൂതന്മാരെ കാണിച്ചു കൊടുക്കാൻ നിങ്ങളല്ലേ പറഞ്ഞത് ഞങ്ങൾക്കിനി മക്കള് ജനിക്കില്ല എന്ന്? കാണുന്നില്ലേ, ഇത് ഞങ്ങൾക്ക് ജനിച്ച മോനാണ്. അങ്ങനെ ഹിജ്റയിൽ ആദ്യം ജനിച്ച മോനാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ മോൻ, അസ്മാ ബീവിയുടെ മോൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി. അതുകൊണ്ട് ആ കുട്ടിയുടെ ജനനം സ്വഹാബികൾക്ക് വലിയ സന്തോഷമായിരുന്നു. അല്ലാഹു കൈവിടിഞ്ഞിട്ടില്ല, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് എന്നത്. ജൂതന്മാർ പുണ്യനബിയെ സ്വീകരിക്കാൻ വേണ്ടി മദീനത്ത് വന്നവരാണ്. അറിയാമല്ലോ, ജൂതന്മാരുടെ ബേസ് കിടക്കുന്നത് ഷാമിലാണ്. ഷാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഫലസ്തീനാണ്. ഫലസ്തീന് പിന്നെ സിറിയയും ലബനോനും ജോർദാനും ഉൾക്കൊള്ളുന്ന സ്ഥലം. ഷാം എന്ന് മെയിൻ ആയിട്ട് പറയുന്നത് ഫലസ്തീനാണ്. പഴയകാലത്തെ ഷാം ഫലസ്തീനാണ് അതിന്റെ അടിസ്ഥാനം. ആ സ്ഥലത്തു നിന്നാണ്, കാരണം മൂസ നബി അലൈഹിസ്സലാമിന്റെ അന്ത്യവിശ്രമ സ്ഥാനം ഫലസ്തീനിലാണല്ലോ. മൂസാ നബിയുടെ ദഅവത്തിന്റെ ബഹുഭൂരിഭാഗം ഈജിപ്തിലാണ്. ഫലസ്തീനിൽ നിന്ന് ബൈ റോഡ് യാത്ര ചെയ്യാൻ കഴിയുന്ന സ്ഥലമാണ് ഈജിപ്ത്. ഏതായിരുന്നാലും സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലം തൊട്ട് അവിടുത്തെ ജൂതന്മാർ മദീനയിലേക്ക് ഇങ്ങനെ പലായനം ചെയ്യുന്നുണ്ട്. അതൊരു വലിയ അത്ഭുതമാണ്. കാരണം ജിയോഗ്രഫിക്കലി
മദീനയുടെ ക്ലൈമറ്റ് ഷാമിനേക്കാളും മോശമാണ്. മദീനക്കൊരു പനിയുണ്ട്. തങ്ങൾ പറയാറുണ്ട്, മദീനയുടെ പരിപരുക്കൻ കാലാവസ്ഥ ആരെങ്കിലും ക്ഷമിക്കുകയും ആ മദീനയുടെ കാലാവസ്ഥയുടെ പ്രയാസങ്ങൾ സഹിക്കുകയും ചെയ്താൽ അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും എന്ന് പുണ്യ നബി ദുആ ചെയ്തിട്ടുണ്ട്. മദീനയിൽ വന്നാൽ ഒരു പനി വരും അല്ലെ? ഉംറക്ക് പോയാലൊക്കെ കാണുന്നില്ല, ഹജ്ജിന് പോയാൽ മദീനത്തെ ഒരു ക്ലൈമറ്റ് ഇച്ചിരി ഒരൽപ്പം പ്രയാസമായിട്ട് തോന്നും ചില ആളുകൾക്കെങ്കിലും. പക്ഷെ അത് ബറക്കത്തുള്ള മണ്ണാണ്. ഖൈറു ബിലാദില്ലാ അഹബ്ബു ബിഖാഇല്ലാഹി ഇലാ റസൂലില്ലാ. അല്ലാഹുവിന്റെ ഹബീബിന് അല്ലാഹുവിന് എത്രമേൽ ഇഷ്ടപ്പെട്ട നാടാണത്. പക്ഷേ ഷാം അങ്ങനെയല്ല. ഫലസ്തീനിൽ പോയ ആളുകൾ, ജോർദാനിൽ പോയ ആളുകൾ ഉണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ പറയുന്നത്. അവിടെ മുന്തിരിത്തോട്ടങ്ങളുണ്ട്. ജോർദാനിൽ മുന്തിരിത്തോട്ടങ്ങളുണ്ട്, അത്തിപ്പഴങ്ങൾ ധാരാളം. സൈത്തൂൻ വത്തീനി വസ്സൈത്തൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. ഖുർആൻ സത്യം ചെയ്തു പറഞ്ഞ ആ ഒരു രംഗം നോക്കൂ. വത്തീനി വസ്സൈത്തൂൻ, അത്തിപ്പഴവും അതുപോലെ തന്നെ സൈത്തൂൻ, ഒലീവ്. ഒലീവിനെയും അത്തിപ്പഴത്തെയും തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ ഒലീവും അത്തിപ്പഴവും ഉണ്ടാകുന്ന ഫലസ്തീൻ ഷാം പ്രദേശത്തെ തന്നെയാണ് സത്യം എന്നാണ്. വതൂരി സീനീൻ, സീനാ മലമടക്കുകളെ തന്നെയാണ് സത്യം. വഹാദൽ ബലദിൽ അമീൻ, ഈ സുരക്ഷിതമായ നാടിനെ തന്നെയാണ് സത്യം. ഏതാണ് നാട്? വിശുദ്ധമായ മക്ക. മക്കയും സീനാ പർവ്വതവും ഫലസ്തീനും, 3 നാടുകളെ അല്ലാഹു സത്യം ചെയ്തു. എന്തേ കാരണം? തൂർ സീനയിലാണ് മൂസാ നബിയുടെ തൗറാത്ത് ഇറങ്ങുന്നത്. ഫലസ്തീനിലെ സാഈർ മലയിലാണ് ഈസാ നബി അലൈഹിസ്സലാമിന് ഇഞ്ചീൽ കിട്ടുന്നത്. മക്കയിലെ പാറാൻ കുന്നുകളിലാണ്, ജബലുൻ നൂറിലാണ് വിശുദ്ധമായ ഖുർആൻ അവതരിക്കുന്നത്. 4 കിതാബുകൾ ഇറങ്ങിയ 4 പ്രവാചകന്മാരിലേക്കും 3 പ്രവാചകന്മാരും 3 സന്ദേശങ്ങളും. പിന്നെ 4ാമത്തെ കിതാബ് ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ സബൂർ. സബൂർ ഫലസ്തീനിൽ തന്നെയാണ്. പക്ഷെ സബൂറിൽ നിയമങ്ങളില്ല. സബൂർ എന്ന് പറയുന്നത് അല്ലാഹുവിനെ മദ്ഹ് ചെയ്യുന്ന കാവ്യമാണ്, കവിതകളാണ്. അല്ലാഹുവിനെ പുകഴ്ത്തി പറയുന്ന ബൈത്തുകളാണ് സബൂർ. അതുകൊണ്ട് സബൂറിനെ നിയമപുസ്തകമായിട്ട് കാണാറില്ല. കാരണം സബൂർ തൗറാത്തിനെ അനുകരിച്ചുകൊണ്ടാണ്. സബൂറിന്റെ ആളുകൾ തൗറാത്താണ് അപ്പോഴും നിയമം. ഇഞ്ചീൽ വന്നപ്പോഴും തൗറാത്തിനെ അപ്ഡേറ്റ് ചെയ്തതായിരുന്നു ഇഞ്ചീൽ. വിശുദ്ധ ഖുർആൻ ഈ നിയമങ്ങളെ മുഴുവനും അബ്രോഗേറ്റ് ചെയ്തിട്ടാണ് വിശുദ്ധ ഖുർആൻ വരുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സത്യം ചെയ്തത് 3 നാടുകളെയാണ്. അതിൽ അത്തിപ്പഴവും ഒലീവും ഉണ്ടാകുന്ന നാട് എന്ന് അല്ലാഹു സൂചിപ്പിച്ചു. അതായത് മെഡിറ്ററേനിയൻ കടലിന്റെ ആ ഒരു സൈഡ് ഭാഗങ്ങൾ. മെഡിറ്ററേനിയൻ കടലിന്റെ സൈഡ് എന്ന് പറയുമ്പോൾ ചില ഭാഗങ്ങൾ ഇറാഖിന്റെ, തുർക്കിയുടെ ഭാഗങ്ങൾ വരും. പിന്നെ നേരെ മധ്യത്തിൽ, മെഡിറ്ററേനിയന്റെ മധ്യത്തിൽ സൈപ്രസ് വരുന്നുണ്ട്. അതിനപ്പുറത്ത് സ്പെയിൻ വരുന്നുണ്ട്. ഏതായിരുന്നാലും ഈ രാജ്യങ്ങളൊക്കെ അൽ ബഹ്റുൽ മുതവസ്സിത്ത് എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ കടലിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന പ്രദേശങ്ങളാണ്. അവിടങ്ങളിൽ ഉണ്ടാകുന്ന ഒലീവാണ് ഏറ്റവും ഗുഡ് ക്വാളിറ്റി വെർജിൻ ഓയിൽ എന്നൊക്കെ പറയുന്ന നല്ല ഒലീവ് ഓയിലുകൾ കിട്ടുന്നത് മെഡിറ്ററേനിയൻ കടലിന്റെ ചുറ്റുമുള്ള നാടുകളിലാണ്. അതിൽ ഫലസ്തീനുണ്ട്. നല്ല കാലാവസ്ഥയാണ്. ഇപ്പോഴൊക്കെ അവിടെ ശരിക്ക് ഐസ് പെയ്യുന്ന പോലെ കടുത്ത തണുപ്പാണ്. 1 ഡിഗ്രി, 2, 3, 4, 7 അങ്ങനെയൊക്കെയാണ് ഇപ്പോ ഈ ഡിസംബറിൽ അവിടുത്തെ കാലാവസ്ഥകളൊക്കെ. പക്ഷേ ആ ഒരു നല്ല നാട്, നല്ല കുന്നിൻ പുറങ്ങളാണ്. ഫലസ്തീനൊക്കെ രസകരമായ കുന്നുകളാണ്, നല്ല മനോഹരമായ കുന്നുകൾ. വലിയ വലിയ മരങ്ങളോ ഒന്നും ഇല്ലാത്ത, കാണാൻ നല്ല ഭംഗിയുള്ള, നല്ല ഇളയ പച്ചപ്പുല്ലുകളുള്ള നല്ല നല്ല കുന്നുകളാണ് ഫലസ്തീൻ മുഴുക്കയും. അത്രയും മനോഹരമായ ഒരു നാട്ടിൽ നിന്ന് ജൂതന്മാർ മക്കയിൽ വന്ന് താമസമാക്കി. എന്തിനാ അവർ മദീനത്ത് വന്നത്? മദീനയിൽ താമസമാക്കുന്നു. മദീന എന്ന് പറയുന്നത് നഖീലുൻ ബൈന ഹറത്തൈൻ. ഹറ എന്ന് പറഞ്ഞാൽ വോൾക്കാനോ ഇറപ്ഷൻ ഉണ്ടായിട്ട് നമ്മുടെ അഗ്നിപർവ്വത വിസ്ഫോടനം, അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായിട്ട് അതിൽ നിന്ന് തെറിച്ചു വീഴുന്ന കല്ല് കറുത്ത കല്ലുകളായിരിക്കും. ആ കറുത്ത കല്ലുകൾ നിറഞ്ഞ 2 മരുഭൂമിയുടെ ഇടയിലുള്ള ഈത്തപ്പനകളുള്ള പ്രദേശം. അങ്ങനെ അന്ന് യഥിരിബിനെ മദീനയെ അറിയപ്പെടുക. ആ പ്രദേശത്തേക്ക് ഷാമിൽ നിന്ന് ഏകദേശം ഒരു 800-900 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് അവർ യാത്ര ചെയ്തു വന്നു. എന്തിനെന്നറിയോ? അന്ത്യപ്രവാചകരായ നഖ്ല, ഈത്തപ്പന നിങ്ങൾ കുലുക്കിക്കോളൂ എന്ന് മറിയം ബീവി പ്രസവിക്കാൻ നിൽക്കുന്ന നേരത്ത് അല്ലാഹു പറഞ്ഞത്. ആ ഒരു ആയത്തിന്റെയൊക്കെ വിശദീകരണമായ മുഫസ്സിരീങ്ങൾ അഭിപ്രായപ്പെടുന്നത് അതൊരിക്കലും ജെറുസലേം ആയിരിക്കണമെന്നില്ല. അത് ഇച്ചിരി താഴെ, ജെറുസലേമിൽ ഈത്തപ്പന ഉണ്ടാവില്ല. ഈത്തപ്പന ഉണ്ടാവുന്നത്
ജെറിക്കോയിലാണ്, അരിഹ സിറ്റിയിലാണ്. ജെറിക്കോ ചൂടുള്ള പ്രദേശമാണ്. ജെറിക്കോയിൽ നിന്ന് 25-30 കിലോമീറ്റർ ഉള്ളൂ ജെറുസലേമിലേക്ക്. ജോർദാനിൽ നിന്ന് ജെറിക്കോ വഴിയാണ് നമ്മൾ ഫലസ്തീനിലേക്ക് പോവുക. ആ ജെറിക്കോയിൽ എവിടെയോ ആവണം ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജന്മം നടന്നത് എന്നാണ് മുസ്ലിം പക്ഷം ചരിത്ര പണ്ഡിതന്മാർ പറയാം. ക്രിസ്ത്യാനികൾ പറയും അത് ബത്ലഹേമിലാണ്, നേറ്റിവിറ്റി ചർച്ചിലാണെന്നൊക്കെ. നേറ്റിവിറ്റി ചർച്ചിൽ ഈസാ നബിയുടെ ജന്മം നടന്ന സ്ഥലം എന്ന് അടയാളപ്പെടുത്തിയതൊക്കെ ആ ഒരു ചർച്ചിൽ ചെന്നാൽ നമുക്ക് ഇന്നും കാണാൻ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട്, പോയ ആളുകളൊക്കെ ഉണ്ടായിരിക്കും. ഈസാ നബി അലൈഹിസ്സലാമിന്റെ സ്ഥാനം അവിടെയാണ്. ഈസാ നബി അലൈഹിസ്സലാം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടതും ഫലസ്തീനിലാണ്. ആ സ്ഥലമൊക്കെ ഇന്ന് ജബൽ സൈത്തൂൻ, മൗണ്ട് ഒലീവിന്റെ മുകളിൽ ഒരു സ്മാരകമായിട്ട് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതിന് തൊട്ടപ്പുറത്താണ് റാബിഅത്തുൽ അദവിയ ബീവിയുടെ മഖാമുള്ളത്. ഏതായിരുന്നാലും ഈ സ്ഥലങ്ങളിൽ നിന്നാണ് ക്രിസ്ത്യാനികൾ എങ്ങോട്ട് വരുന്നത്? മരുഭൂമിയിലൂടെ. നഫൂത്ത് മരുഭൂമി എന്ന് പറയുന്നത് ഡേഞ്ചറസ് മരുഭൂമിയാണ്. ആ മരുഭൂമി താണ്ടിയിട്ട് വേണം മദീനയിലേക്ക് എത്താൻ. നമ്മളിപ്പോ മദീനയിൽ നിന്ന് ഖൈബർ വഴി, തബൂക്ക്, അൽ ഉല വഴി, അതായത് മദായിൻ സ്വാലിഹ് വഴി നമ്മൾക്ക് ജോർദാൻ ബോർഡറിലേക്ക്, അഖബയിലേക്ക് പോകാൻ കഴിയും. ആ യാത്രയ്ക്ക് ദുർഘടമായ മരുഭൂമിയാണത്, ഡ്രൈ മരുഭൂമിയാണ്. അത്രയും പരുഷമായ കാലാവസ്ഥ സഹിച്ചുകൊണ്ട് മദീനയിലേക്ക് ജൂതന്മാരും ക്രിസ്ത്യാനികളും വന്നു. എന്തിനു വന്നു? അവര് കാലാവസ്ഥ നോക്കിയാൽ യൂറോപ്പിന്റെ ക്ലൈമറ്റ് ആണ് ഫലസ്തീന്. യൂറോപ്പ് എന്ന് പറഞ്ഞുകൂടാ, അവിടുന്ന് മെഡിറ്ററേനിയൻ കടൽ കഴിഞ്ഞ പിന്നെ യൂറോപ്പാണല്ലോ. തുർക്കിയുടെ ഒരു ഭാഗം യൂറോപ്പാണ്. അപ്പൊ ഇറാഖ് കഴിഞ്ഞാൽ നേരെ ഇറാഖിലൂടെ ബൈ ലാൻഡ് തുർക്കിയിലേക്ക് കിടക്കാം. തുർക്കിയിൽ നേരെ കഴിഞ്ഞാൽ അത് യൂറോപ്പിലേക്കാണ് കിടക്കുന്നത്, ഗ്രീസിലേക്ക് കിടക്കാൻ പറ്റും. ഏതായിരുന്നാലും അത്രയും നല്ല ഒരു കാലാവസ്ഥയുള്ള ഒരു നാട്, മുന്തിരിത്തോട്ടങ്ങളുള്ള നാട്, അത്തിപ്പഴവും ഒലീവും ഉണ്ടാകുന്ന നാട്. ആ ഒരു നാട്ടിൽ നിന്ന് മദീനയിലേക്ക് കുടിയേറിയ ജൂതന്മാരും ക്രിസ്ത്യാനികളും എന്തിനവിടെ വന്നു എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അവരുടെ സ്ക്രിപ്റ്റിൽ, അവരുടെ വേദഗ്രന്ഥങ്ങളിൽ അന്ത്യപ്രവാചകൻ വരുന്നത് മദീനയിലാണ് അല്ലെങ്കിൽ യഥ്രിബിലാണ് എന്ന് അവർക്കറിയാം. ആ പുണ്യപ്രവാചകനെ സ്വീകരിക്കാനാണ് അവരിങ്ങോട്ട് വന്നത്. ജൂതപണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹിബ്നു സലാം അല്ലെങ്കിൽ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വന്നൊരു ചരിത്രമുണ്ട്. അദ്ദേഹം ജൂതന്മാരിലെ പ്രമാണിയായ നല്ല ഒരു പണ്ഡിതനാണ്, അവരുടെ ഷെയ്ഖാണ് അബ്ദുല്ലാഹിബ്നു സലാം തന്നെ. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് ഇങ്ങനെ കേൾക്കുന്നു. സ്വഹാബിമാര് പറയാറുണ്ട്, ഒരു അൻസ്വാരി തന്നെ പറയുന്നു, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ജൂതൻ ഇടക്കിടക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ട് പറയും ഒരു അന്ത്യപ്രവാചകന്റെ അടയാളങ്ങൾ. ആ അടയാളങ്ങൾ ഇങ്ങനെ ഇടക്കൊക്കെ പറഞ്ഞു വരും. ഒരു അന്ത്യപ്രവാചകൻ വരാനുണ്ട് ഇവിടെ, അദ്ദേഹം വരും എന്നിങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരാറുണ്ട്. ആര് പറയാ? അൻസ്വാരികൾ പറയാ. അങ്ങനെ പുണ്യനബി മദീനത്തേക്ക് വന്നു. പാട്ടുപാടി സ്വീകരിച്ചില്ലേ? അതൊക്കെ കഴിഞ്ഞപ്പോഴേ ഈ അൻസ്വാരികൾ ഹബീബായ നബിയെ പോയി വിശ്വസിച്ചു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഒരു ഇസ്ലാം സ്വീകരിച്ചു. അപ്പൊ ഈ ജൂത പ്രായമുള്ള ആളോട് ഞാൻ ചോദിച്ചല്ലേ, നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇപ്പൊ വിശ്വസിക്കുന്നില്ല, ഞാൻ കുറച്ച് കഴിയട്ടെ. ഇപ്പോഴാണ് ഖുർആൻ ആയത്തിറങ്ങിയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലമ്മാ ജാഅഹും മാ അറഫൂ കഫറൂ ബിഹി ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ. അവർക്ക് ബോധ്യമുള്ള, അവരറിയുന്ന ഒരു അന്ത്യപ്രവാചകൻ അവരുടെ മുമ്പിലേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കൂല. അതുവരെ ആ അന്ത്യപ്രവാചകനെ അവരുടെ അടയാളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. The Lord came on Sinai, shined on Seri. Seri എന്ന് പറഞ്ഞാൽ ജബൽ സഈർ. He came forth from Mount Paran. He came with 10,000s of saints. From his right hand there went a fiery law. ഈ പ്രമാണങ്ങൾ ഇന്നും പഴയ പുസ്തകത്തിൽ ബൈബിളിന്റെ പഴയ, അതായത് ഓൾഡ് ടെസ്റ്റമെന്റ്, അതായത് തൗറാത്ത്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കിതാബ് എന്ന് പറയപ്പെടുന്ന സോ കോൾഡ് തൗറാത്തിൽ കാണാൻ പറ്റും, ഇന്നുണ്ടത്. ദൈവം the Lord came on Sinai, ദൈവം സീനാ മലമടക്കുകളിൽ പ്രത്യക്ഷനായി. Shined on Seri, സെരിയിൽ ദൈവത്തിന്റെ പ്രകാശം വിളങ്ങി.
He came forth from Mount Paran. പാറാൻ കുന്നുകളിലൂടെ ആ ദൈവം ഒന്നുകൂടെ പ്രത്യക്ഷപ്പെട്ടു. എന്തൊക്കെയായി പറയുന്നത്? സേരി കുന്നുകളിൽ വന്നു എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹിസ്സലാമിന് ഇൻജീൽ കിട്ടിയത് അവിടെയാണ്. ദൈവത്തിന്റെ പ്രകാശം, അല്ലാഹുവിന്റെ ശരീഅത്ത് എന്നർത്ഥം. The Lord came on Sinai. പടച്ചതമ്പുരാൻ സീനായിൽ വന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ശരീഅത്ത് മൂസാ നബി അലൈഹിസ്സലാമിന് നൽകപ്പെടുന്നത് സീനാ മലമുകളിലാണ്. ജബലു ദക്ക എന്ന് പറയുന്ന മലയുണ്ട് അവിടെ. ജബലു ദക്ക. فلما تجلى ربه للجبل جعله دكا وخر موسى صعقا. നമ്മള് മൗണ്ട് സീനായിലെ സീനാ മരുഭൂമി സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോഴേ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൂടെ ചരിത്രമൊക്കെ അറിയുന്ന ഗൈഡുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ് കാണിച്ചു തരും. കുറച്ച് ദൂരെ അവിടെ ഒരു മെഹ്റാബ് പോലെ ഒരു പള്ളി, ഒരു ചെറിയൊരു മസ്ജിദ് ഒരു മലയുടെ മുകളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ജബലു ദക്ക. തൊട്ടു മുമ്പിൽ അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമിനോട് സംസാരിച്ച ചെടിയുണ്ട്. സെയിന്റ് കാതറീൻ ചർച്ചിനുള്ളിൽ ഇതൊക്കെ കാണാൻ പറ്റുന്ന, യാത്ര ചെയ്താൽ കാണാൻ പറ്റുന്ന വിഷയങ്ങളാണ്. ഒരുപാട് ആൾക്കാർ പോകാറുണ്ടല്ലോ ഫലസ്തീനി യാത്രയൊക്കെ. ജബലു ദക്കയുണ്ട്. എന്താണ് ആ ദക്ക എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ജലാലിയത്തിന്റെ അല്ലാഹുവിന്റെ നൂറ്, അല്ലാഹുവിന്റെ ദാത്തല്ല അത്, അല്ലാഹുവിന്റെ നൂറ് ഒരൽപ്പം ആ ഒരു പർവ്വതത്തിലേക്ക് പ്രസരണം ചെയ്തപ്പോഴേക്കും ഉയർന്നു നിൽക്കുന്ന പർവ്വതം അങ്ങ് ഇടിഞ്ഞു താഴുകയാണ് ഉണ്ടായത്. ഇന്നും ആ പർവ്വതം അങ്ങനെ ഇടിഞ്ഞു താഴ്ന്നു നിൽക്കുന്ന ഒരു അമർത്തിയ പോലെ. അതുകൊണ്ടാണ് അതിന്റെ ജബലു ദക്ക എന്ന് പറയുന്നത്. നമുക്കിന്ന് കാണാൻ കഴിയും. അവിടെയാണ് അല്ലാഹുവിന്റെ ദിവ്യപ്രഭ എന്ന് പറയുന്ന ശരീഅത്ത്, മൂസാ നബിക്ക് തൗറാത്തിന്റെ ഫലകങ്ങൾ. ഫലമ്മാ സകത അൻ മൂസൽ ഗളബ അഖദൽ അൽവാഹ് വഫീ നുസ്ഖതിഹാ ഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ആ ഒരു വിശുദ്ധമായ ശരീഅത്ത് ഇറക്കപ്പെടുന്നത് സീനാ മലയിലാണ്. എന്താണ്? The Lord came on Sinai. Shined on Seri. Seri മല എന്ന് പറയുന്നത് ജബൽ സാഇർ ഫലസ്തീനിലാണ്. നമ്മൾ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന്, അതായത് അൽ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ നാട്ടിലേക്ക്, ഇബ്രാഹിം നബിന്റെ മഖാമിലേക്ക്, ഹിബ്രോണിലേക്ക്, അൽ ഖലീലിലേക്ക് പോകുമ്പോൾ ഇടയ്ക്ക് കാണാൻ കഴിയും സാഇറിലേക്കുള്ള വഴി ഇതാണ്. ഈസാ നബി അലൈഹിസ്സലാമിന് ഇൻജീൽ ഇറക്കപ്പെട്ട സ്ഥലം അവിടെയാണ്. പിന്നെ പറഞ്ഞു പാറാൻ കുന്നുകൾ. സർ വില്യം മ്യൂർ, ലോക ചരിത്ര പണ്ഡിതന്മാർ, അദ്ദേഹം പറഞ്ഞു പാറാൻ കുന്നെന്ന് പറയുന്നത് മക്ക, മദീന, ത്വായിഫ് ഈ പ്രദേശത്ത് കാണുന്ന മലകൾക്ക് പറയുന്ന പേരാണ്. ജബൽ ഫാറാൻ, പാറാൻ കുന്നുകൾ, മൗണ്ട് പാറാൻ. അവിടെ അള്ളാഹുവിന്റെ സന്ദേശം വന്നത് ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ. അഷ്റഫുൽ ഖൽഖ് തങ്ങൾക്ക് ഖുർആൻ ഇറങ്ങിയത് ജബലുൻ നൂറിൽ. യാ അല്ലാഹ്, ഇങ്ങനെ സംഗതി ഇവർ വായിച്ചവരാണ്. ആ അന്ത്യപ്രവാചകൻ വരും എന്നവർ വായിച്ചിട്ടുണ്ട്. He came forth from Mount Paran. He came with 10,000 of saints. 10,000 വരുന്ന സന്യാസിമാർ, 10,000-ഓളം സന്യാസിമാരുമായിട്ട് ആ പ്രവാചകൻ പ്രത്യക്ഷപ്പെടുന്നു. സ്വഹാബികൾ, 10,000 സ്വഹാബികളോടുകൂടെ ആ മക്ക ഫത്ഹ് നടക്കുന്നത്. 10,000 സ്വഹാബികൾ. എങ്ങനെയാണ് ആ എണ്ണം അത്ര കൃത്യമായത്? വലിയ അത്ഭുതമാണ്. അല്ലാഹു മൂസാ നബിക്ക് ഇറക്കി കൊടുത്ത വിഷയമാണിത്. ഇന്നും ചരിത്രത്തിൽ സത്യത്തിന്റെ ചില തിരുശേഷിപ്പുകൾ നമുക്ക് ആ ഗ്രന്ഥങ്ങളിൽ കാണുകയാണ്. 10,000 വിശുദ്ധന്മാരായ ആളുകളോടുകൂടെ ആ പ്രവാചകൻ കടന്നു വരും. മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഹിജ്റ 8-ാം വർഷം നബി തങ്ങൾ കടന്നു വരുമ്പോ തങ്ങളോടുകൂടെ ഉണ്ടായിരുന്ന സ്വഹാബിമാരുടെ എണ്ണം എത്രയാ? 10,000. എന്നിട്ട് പറഞ്ഞു ഫ്രം ഹിസ് റൈറ്റ് ഹാൻഡ്, ആ പുണ്യ നബിയുടെ വലതു കൈയിൽ they went a fiery law, അഗ്നിപ്രമാണമായ തീ പോലെ നിൽക്കുന്ന ഒരു പ്രമാണം ആ പ്രവാചകന്റെ കയ്യിലുണ്ടാവും. എന്താ തീ ചെയ്യാ? കരിച്ചു കളയും, ഇഹ്റാഖ് ചെയ്യും, ബേൺ ചെയ്യും. മുൻ ശരീഅത്തുകൾ മുഴുവനും ബേൺ ചെയ്തിട്ടാണ് ഖുർആനിന്റെ ശരീഅത്ത് വരുന്നത്. ഖുർആൻ മറ്റു ശരീഅത്തുകളെ നസ്ഖ് ചെയ്തു എന്നാ പറയാ. ഖുർആൻ നാസിഖാൻ, മറ്റു ശരീഅത്തുകൾ മൻസൂഖാൻ, അബ്രോഗേറ്റഡ്. ഖുർആൻ ആണ് ഇപ്പോ ഇഫക്റ്റീവായിട്ട് നിൽക്കുന്ന അല്ലാഹുവിന്റെ ശരീഅത്ത്. അങ്ങനത്തെ ഒരു ന്യായപ്രമാണവുമായി വരുന്ന അന്ത്യപ്രവാചകൻ. നിനക്ക് നബിയെ പറ്റി എന്തെല്ലാം വിവരണങ്ങളുണ്ട്? പാറക്ലീത്ത എന്ന് പറഞ്ഞതും മുഹമ്മദ് എന്ന് പറയുന്നതും ഒക്കെ വിവിധ ഗ്രന്ഥങ്ങളിൽ നമ്മുടെ ചർച്ച അതല്ലാത്തതിന്റെ പേരിൽ ഞാൻ ആ വിഷയം വിടുകയാണ്. ഇതൊക്കെ അറിഞ്ഞതിന്റെ പേരിലാണ് അവര് മദീനത്തേക്ക് വന്നത്. അതുകൊണ്ടാണ് ഫലമ്മാ ജാഅഹും മാ
عرفوا كفروا به فلعنة الله على الكافرين. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ത്യപ്രവാചകർ മദീനയിലേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ ഒരു പറ്റം ജൂതന്മാരുടെ കൂടെ അന്ത്യപ്രവാചകന്റെ മുഖശ്രീ കാണാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു. പുണ്യനബി മദീനത്തേക്ക് വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഒട്ടകപ്പുറത്ത് അവിടുത്തെ സ്വഹാബായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. സ്വഹാബിമാർ പാട്ടുപാടി നബിയെ സ്വീകരിച്ചു. ത്വാലഅൽ ബദ്റു അലൈനാ മിൻ സനിയത്തിൽ വദാഇ وجب الشكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي. സനിയാത്തുൽ വദാഇൽ നിന്ന് ഉദിച്ചേർന്നു വരുന്ന പൂർണ്ണചന്ദ്രനെ നബിയേ, മദീനയിലേക്ക് സ്വാഗതം. അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവരെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താണാവോ അന്ത്യപ്രവാചകർ ലോകത്തോട് ആദ്യമായി ഉരിയാടാൻ പോകുന്നത്, എന്താണാവോ നബി തങ്ങൾ ആദ്യമായി പറയാൻ പോകുന്നത് എന്ന് വളരെ ആകാംക്ഷയോടുകൂടെ, വളരെ ആകാംക്ഷാഭരിതനായി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവർ, അന്ന് ജൂത പണ്ഡിതനാണ്, മുസ്ലിമായിട്ടില്ല, നോക്കി നിൽക്കുകയാണ്. പുണ്യനബി വന്നു. അവിടെ നിന്ന് ഒട്ടകപ്പുറത്ത് താഴെ ഇറങ്ങി ഒട്ടകത്തെ കയറൂടി വിട്ടുന്നത് എവിടെയാണോ താനെ മുട്ടുകുത്തുന്നത് അവിടം അല്ലാഹുവിന്റെ മസ്ജിദ് പണിയാം. അതിന്റെ അരികത്തെ വീട്ടിൽ ഹബീബ് താമസിക്കുകയും ചെയ്യും. ഖസ്വായിനെ കയറഴിച്ചു വിട്ട നേരം അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബികളോട് സംസാരിക്കാൻ പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. പുണ്യനബിയുടെ മുഖത്തേക്ക് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു, ഒരിക്കലും ഇത് നുണ പറയുന്ന ഒരാളല്ല. മുഖം കണ്ടപ്പോ മനസ്സിലായി, ആ ഒരു മുഖശ്രീ അവിടെ തന്നെയുണ്ട്. ഇതൊരു അന്ത്യപ്രവാചകനാണ്. അത്ര മനോഹരം, എക്സ്ട്രീംലി ഹാൻസം ആൻഡ് ഗുഡ് ലുക്കിംഗ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇവര് നുണ പറയില്ല. കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അങ്ങനെ പുണ്യനബി സംസാരിക്കാൻ തുടങ്ങുകയാണ്. അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, മുസ്ലിമീങ്ങളെ, അല്ലെങ്കിൽ ഔസ് ഗോത്രക്കാരെ, ഹസ്റജുകാരെ, മുഹാജിറുകളെ എന്നൊക്കെ വിളിക്കാമായിരുന്നു. പക്ഷെ തങ്ങൾ അയ്യുഹന്നാസ്, ഓ പീപ്പിൾ, ജനങ്ങളെ, അഫ്ശുസ്സലാം, സലാം പ്രചരിപ്പിക്കണമേ, അത്ഉഇമുത്ത്വാം, ഭക്ഷണം കൊടുക്കണേ, അന്നദാനം ചെയ്യണേ, സിലുൽ അർഹാം, കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ മുറിച്ചു മാറ്റരുതേ, കൂട്ടിയോജിപ്പിക്കണേ, നിങ്ങൾ നല്ല കുടുംബ ബന്ധം സൂക്ഷിക്കുന്നവരാകണം. പിന്നെ പറഞ്ഞു സല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളെ ഉറങ്ങുമ്പോ നിങ്ങൾ എഴുന്നേറ്റ് 2 റക്അത്തെങ്കിലും അല്ലാഹു നിസ്കരിച്ചേക്കണമേ. തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് സമാധാനത്തോടെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുന്ന 4 കാര്യങ്ങൾ. ആദ്യത്തെ ഹദീസാണത് മദീനയിലെ. അഫ്ശുസ്സലാം, സലാം പ്രചരിപ്പിക്കണം. അത്ഉഇമുത്ത്വാം, ഭക്ഷണം കൊടുക്കണം, അന്നദാനം. ബദരീങ്ങൾ ആണ്ടിന് റബീഉൽ അവ്വലിന് വിശേഷപ്പെട്ട ദിവസങ്ങളിലെ നമ്മൾ അന്നദാനം ചെയ്യും. മസ്ജിദുകളും മഹല്ലുകളൊക്കെ അല്ലാഹുവിന്റെ റസൂലിന് അത്രമേൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അത്ഉഇമുത്ത്വാം, അത് വിശക്കുന്നവർക്ക്, എല്ലാവർക്കും, പാവപ്പെട്ടവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നു. അത്ഉഇമുത്ത്വാം, സിലുൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ എന്ന് മുറിച്ചു മാറ്റുന്ന കാലമാണ്. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ കൂട്ടിയോജിപ്പിക്കണേ. പിന്നെ പറഞ്ഞു സല്ലൂ ബില്ലൈൽ വന്നാസു നിയാം, എല്ലാവരും ഉറങ്ങുന്ന നേരം നിങ്ങൾ എഴുന്നേറ്റ് ഒരൽപ്പനേരം അല്ലാഹുവിനെ നിസ്കരിക്കാൻ മറക്കരുതേ. തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് സമാധാനത്തോടെ കടന്നു പോകാൻ കഴിയും. സലാം പ്രചരിപ്പിക്കണം എന്നാ പറയുന്നത്.
ദാറുസ്സലാം എന്ന സ്വർഗത്തിലേക്ക് പോകാം. തദ്ഖുലുൽ ജന്നത ബിസലാം. അല്ലാഹു മുഅ്മിനീങ്ങളോട് സ്വർഗത്തിൽ ആദ്യം പറയുന്ന വാക്ക് സലാമുൻ അലൈക്കും. മലക്കുകൾ വിശ്വാസികളോട് പറയുന്നതും സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. എല്ലാം സലാമുമായി ബന്ധിപ്പിച്ചു നിൽക്കുകയാണ്. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. അത്ര മനോഹരമാണത്. ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയുടെ പേരിലും സലാം, പറയുന്ന വിഷയം സലാം, പോകുന്നത് ദാറുസ്സലാമിലേക്ക്. തദ്ഖുലുൽ ജന്നത ബിസലാം. അല്ലാഹുമ്മ അൻതസ് സലാം. അല്ലാഹുവേ നീയാണ് രക്ഷ, നീയാണ് സമാധാനം. അല്ലാഹുമ്മ അൻതസ് സലാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വന്ന് നബി തങ്ങളോട് പറയുന്നു, പുണ്യ നബിയേ, അങ്ങ് സത്യസന്ധരായ അല്ലാഹുവിന്റെ റസൂലാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പുണ്യ നബിയോട് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ഹബീബിന്റെ മുമ്പിൽ വന്ന് സത്യസാക്ഷ്യം വഹിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ ഇസ്ലാം സ്വീകരിച്ചത് നിങ്ങൾ ആരോടും ഇപ്പോൾ പറയരുത്, അത് ഞാൻ തന്നെ പുറത്തു പറയാം. എന്നാൽ എന്റെ നാട്ടുകാരോട്, ജൂതന്മാരോട് എന്നെ പറ്റി ഒന്ന് ചോദിക്കണേ, ഒരു സർവേ നടത്തണം, ഞാൻ എങ്ങനെയുണ്ടെന്ന്. ഞാൻ മുസ്ലിമായത് പറയണ്ട. അപ്പോ അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവർ റൂമിനുള്ളിലാണ്, നബി തങ്ങൾ പുറത്താണ്. തങ്ങൾ ജൂതന്മാർ ആരൊക്കെയാണ് ഇവിടെ? എല്ലാവരും വിളിച്ചു. അപ്പൊ തങ്ങൾ വിളിക്കല്ല, അവർ വന്നു. അവരോട് ചോദിച്ചു, നിങ്ങളിൽ എങ്ങനെയുണ്ട് അബ്ദുല്ലാഹി ഇബ്നു സലാം? അബ്ദുല്ലാഹി ഇബ്നു സലാം ആരാണ്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അവര് പറഞ്ഞു, മാന്യനായ മനുഷ്യനാണ്, ഞങ്ങളിൽ ഖൈറായ ആളാണ്, ഞങ്ങളിൽ ഖൈറായ ഒരുത്തന്റെ മോനാണ്. ഒരു പണ്ഡിതന്റെ മോനാണ് അദ്ദേഹം, ഞങ്ങളുടെ പണ്ഡിതനാണ്. എന്നിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിനെ വല്ലാണ്ട് ഒരു പുകഴ്ത്തി പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരൽപ്പ നേരം കഴിഞ്ഞ് പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു സലാമേ, നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വരീൻ. സയ്യിദുനാ വബ്നു സയ്യിദിനാ, ഇത് ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങളുടെ നേതാവിന്റെ മോനാണ്. വഖൈറുനാ വബ്നു ഖൈരിനാ, ഞങ്ങളിൽ ഖൈറായ ആളാണ്, ഖൈറായവന്റെ മോനാണ്. വഫഖീഹുനാ വബ്നു ഫഖീഹിനാ, പണ്ഡിതനാണ്, പണ്ഡിതന്റെ മോനാണ്. ഇതൊക്കെ പറഞ്ഞ ആളുകൾ കേട്ടോ. ഇവരങ്ങൾ പറഞ്ഞു, ഒരൽപ്പം വെയിറ്റ് ചെയ്യണേ, ഒരാളിപ്പോ വരും. അബ്ദുല്ലാഹി ഇബ്നു സലാം ഉഖ്റുജ് ഇലൈഹിം. അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവര് നബി തങ്ങളുടെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പൊ ജൂതന്മാർ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ആളുകൾ ഞങ്ങളുടെ നേതാവാണ്, നേതാവിന്റെ മോനാണ്, ഞങ്ങളിൽ ഖൈറായാണ്, he is the best of us and a son of a best man. ഇതൊക്കെ പറഞ്ഞ ആളുകള് നേരെ മലക്കം മറിഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവര് അവരുടെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന ഹാദാ റസൂലുള്ളാഹ്. ഇത് റസൂലാണ്, അല്ലാഹുവിന്റെ ദൂതരാണ്, അന്ത്യപ്രവാചകരാണ്. നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ അന്ത്യപ്രവാചകന്റെ ലക്ഷണങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലായിരുന്നുവോ? ആ എല്ലാ അടയാളങ്ങളും ഒരുമിച്ച് ചേർന്ന സത്യസന്ധനായ നബിയാണ് ഇവരെന്ന് ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ അവര് നേരെ മറിഞ്ഞു. ഇയാള് ഞങ്ങളിൽ ഷർറായ ആളാണ്, ഷർറായ മനുഷ്യന്റെ മോനാണ്. ഞങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട ആളാണ്, മോശപ്പെട്ടവന്റെ മോനാണ്. ജാഹിലാണ്, ജാഹിലായ വിവരദോഷിയായ വാപ്പാന്റെ മോനാണ് എന്ന് അതേ മനുഷ്യനെ കുറിച്ച് ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോ അവർ മാറ്റി പറഞ്ഞു. ഇതിന് സമാനമായതൊക്കെ നമ്മുടെ വർത്തമാന കാലത്ത് കാണാൻ കഴിയും. അങ്ങനെയാണ് തലയെ കൊണ്ടുപോയി പൊക്കി നടക്കുന്ന ആളുകളൊക്കെ ഒരുപക്ഷെ അവരെങ്ങാനും ഇസ്ലാം സ്വീകരിച്ചാൽ പിന്നെ ചെറിയ അഭിഷേകങ്ങളാണ്, പിന്നെ മോശപ്പെട്ട വാക്കുകളാണ്. അതുവരെ വേണ്ടപ്പെട്ട ആളാണ്, പിന്നെ വേണ്ട. കമലാ സുരയ്യ എന്ന് പറയുന്ന ആ മഹദി, അവരുടെ ആദ്യകാലവും അവരുടെ കഥാകൃത്തായി ജീവിച്ചിരുന്ന കാലവും ഒക്കെ യൗവനവും ഒക്കെ മറ്റൊരു ജീവിതമാണ്. പക്ഷെ അവര് അടിമുടി മാറി.
അള്ളാഹുവിന്റെ ദീനിനെ നെഞ്ചിനോട് ചേർത്ത് വെച്ച് അവര് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മരണപ്പെട്ടു. അതുവരെ മാധവിക്കുട്ടിയായിരുന്നപ്പോ എല്ലാവർക്കും വേണ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു. പക്ഷെ അവര് കമല ഫുരയ്യയായി മാറിയപ്പോ അത് പല ആളുകൾക്കും പിടിച്ചിരുന്നില്ല. നോർമലാണ്. അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവർ നേരെ മുമ്പിലാണ് ഇത് അനുഭവിച്ചത്. ഏതാനും മിനിറ്റുകൾ പോലുമായില്ല, അപ്പോഴേക്കും ഈ പറഞ്ഞ ആളുകൾ മുഴുവൻ മാറ്റിപ്പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ജൂതന്മാർ എന്ന് അല്ലാഹുവിന്റെ റസൂലിനെതിരെ, പുണ്യനബി തങ്ങളുടെ സന്ദേശത്തിനെതിരെ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ അല്ലാഹുവിന്റെ ഹബീബിനെ അവർ അറ്റാക്ക് ചെയ്യുമായിരുന്നു. അതിന്റെ ഭാഗമായിരുന്നു ഒരു റൂമർ അവർ അഴിച്ചുവിട്ടത്, മദീനയിലെത്തിയ ഒരു മുസ്ലിമിനും പിന്നെ ഒരു ജീവനുള്ള കുഞ്ഞു ജനിക്കില്ല, അവർ ഇതോടെ തീർന്നു, അവസാനിച്ചു, അവർക്ക് മക്കൾ ജനിക്കൂല. ഇത് പറഞ്ഞു നടന്നപ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു അവരുടെ സർവമാന വെല്ലുവിളികളെയും തകർത്തുകൊണ്ട് അസ്മാ ബീവി ജന്മം കൊടുക്കുന്നത്. റളിയല്ലാഹു അൻഹ ഹവാരിയു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടതോഴനായ സ്വഹാബി സുബൈർ ഇബ്നുൽ അവ്വാം, അശറത്തുൽ മുബശ്ശരീൻ, സ്വർഗ്ഗത്തിൽ പോകുന്ന 10 പേരിൽപ്പെട്ട ആളാണ്. ഈ മോന്റെ വാപ്പ സഅദിൻ സഈദിൻ സുബൈരിൻ തുൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബിനി ഔഫിൻ ആശിരിൽ കറമി. സഅദിൻ സഈദിൻ സുബൈരിൻ, ആരായി സുബൈർ? സുബൈർ ഇബ്നുൽ അവ്വാം. ആരാണത്? അസ്മാ ബീവിയുടെ ഭർത്താവ്, സിദ്ദീഖ് എന്നവരുടെ മരുമകൻ. അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹവാരിയാണ്, ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് സ്വർഗ്ഗത്തിൽ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ഈ കുഞ്ഞിന്റെ ഉമ്മ എന്നറിയോ? അസ്മാ ബീവി ദാത്തുൻ നിതാഖൈൻ, 2 ബെൽറ്റുകളുടെ ഉടമ എന്നാണ് ചരിത്രം അറിയപ്പെടുക. എന്താ 2 ബെൽറ്റ്? ബീവിക്ക് എന്തിനായിരുന്നു ബെൽറ്റ്? അസ്മാ ബീവിക്ക് എന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാൻ ഹൗർ ഗുഹയിലേക്ക്, ആ വലിയ മാമലയിലേക്ക് പൂർണ്ണ ഗർഭിണിയായിരിക്കെ. ഇത് കഴിഞ്ഞിട്ട് അവരുടനെ മദീനത്തേക്ക് യാത്ര ചെയ്തു. ആ സമയം നബിതങ്ങളുടെ ഭക്ഷണം പാത്രം കെട്ടിവെക്കാൻ ഒരു കയറ് കിട്ടാതെ വന്നപ്പോ മഹദി റളിയല്ലാഹു അൻഹു വസ്ത്രം കെട്ടിയിരുന്ന ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു, തോലിന്റെ ബെൽറ്റ്. ആ ബെൽറ്റ് 2 ഭാഗമാക്കി ചീന്തിയെടുത്തു. അതിലൊന്ന് വസ്ത്രം കെട്ടി, മറ്റേ പകുതി കൊണ്ട് എന്ത് ചെയ്തു? അവര് ഭക്ഷണ പാത്രം കെട്ടിവെക്കുകയും ചെയ്തു. എന്നിട്ടതും പിടിച്ചിട്ടാണ് മലമുകളിലേക്ക് കയറിപ്പോയിരുന്നത്. അതിന്റെ പേരിൽ നബിതങ്ങളുടെ പേരാണ് ദാത്തുൻ നിതാഖൈൻ, the woman of 2 belts, 2 ബെൽറ്റുകളുടെ അധിപതിയായ മഹദി എന്ന് സ്വർഗ്ഗത്തിൽ അല്ലാഹു അവർക്ക് സ്വർഗീയ വസ്ത്രങ്ങൾ നൽകുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായിരുന്നു അസ്മാ റളിയല്ലാഹു അൻഹ. മഹദി റളിയല്ലാഹു അൻഹ വളരുന്നത് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിലാണ്. ആ കുടുംബത്തിൽ അനാവശ്യ വർത്തമാനങ്ങളില്ല. ആ കുടുംബത്തിൽ ഫൗൾ ലാംഗ്വേജ് ഉപയോഗിക്കൂല. മോശപ്പെട്ട വാക്കുകൾ എല്ലാ ഭാഷയിലുണ്ടല്ലോ. കുട്ടികളൊക്കെ ഏറ്റവും ആദ്യം പഠിക്കുക മോശപ്പെട്ട വാക്കുകളാണ്, പിന്നെയാണ് നല്ല വാക്ക് പഠിക്കുള്ളൂ. അങ്ങനെയാണ് സാധാരണ സ്കൂളിലൊക്കെ പോയാലേ അതുവരെ നല്ല വർത്തമാനം മാത്രം പറഞ്ഞ് മോന് കാണാം വളരെ മോശപ്പെട്ട വേർഡ്സ് ഒക്കെ പഠിച്ച് തിരിച്ചു വരുന്നു. ഏത് ഭാഷ, പുതിയൊരു ഭാഷ പഠിക്കുകയാണെങ്കിൽ നമ്മൾ മലയാളികളുടെ അറബികളെ പറ്റിക്കല്, അറബികളെ നല്ല വാക്കാന്ന് വിചാരിച്ചിട്ട് മലയാളത്തിലെ തെറി പറയുന്ന വാക്കൊക്കെ പഠിപ്പിച്ചു വിടുന്നുണ്ട്. ആ സാധു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടായിരിക്കും പറയാം, സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ബാക്ക് പോയി ചിരിക്കുന്നുണ്ടാവും ഈ അറബി പറഞ്ഞത് കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊന്നും ചെയ്യരുത്. മോശപ്പെട്ട വാക്കുകൾ ആരെയും പഠിപ്പിക്കരുത്. എത്ര കാലം ആ പഠിപ്പിക്കപ്പെട്ട ആള് പറയുന്നുണ്ടോ അത് അയാള് പിന്നെ ആർക്ക് പഠിപ്പിക്കുന്നുണ്ടോ ഇതിന്റെ ഒക്കെ കുറ്റം ഈ പഠിപ്പിച്ചു കൊടുത്ത ആൾക്കുണ്ടാവും. നല്ലത് പഠിപ്പിച്ചാൽ കൂലിയും കിട്ടും. അപ്പോ അസ്മാ ബീവിയുടെ മോൻ അങ്ങനെ ഒരു കുടുംബത്തിലാ ജനിക്കുന്നത്. ആ കുടുംബത്തിൽ മോശപ്പെട്ട വാക്കുകളില്ല. ആരാ അവിടുത്തെ വല്യാപ്പാന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടതോഴനായ അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബിയോട് ചോദിച്ച ചോദ്യം എത്ര മനോഹരമാണ്. നബിയെ, സ്വർഗത്തിന്റെ 8 വാതിലുകളിൽ ഓരോ വാതിലിക്കലും ഓരോ ഇബാദത്ത് ഇഷ്ടപ്പെട്ട ആളുകൾക്കുള്ള വാതിലുകളാണ്. ബാബുർ റയ്യാൻ, റമദാൻ വരാനായി, റജബായി ആയി തുടങ്ങി. 2 ദിവസം കഴിഞ്ഞാൽ റജബാവും, പിന്നെ ഷഅബാൻ, റമദാൻ. നോമ്പ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ബാബുർ റയ്യാനിലൂടെ, ബാബു സ്വലാ നിസ്കാരത്തിന്റെ ആളുകൾ, ബാബുൽ ജിഹാദിലൂടെ പോകുന്നു, ബാബു സ്വദഖയിലൂടെ പോകുന്നവര്. നബിയെ, ഓരോരുത്തരെയും
ഒരു വാതിലിലൂടെ മലക്കുകൾ വിളിച്ചാൽ മാലഹു ബുദ്ദുൻ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എല്ലാ വാതിലിലൂടെയും നിസ്കാരവും ഇഷ്ടമാണ് അയാൾക്ക്, സ്വതക്കയും ഇഷ്ടമാണ്, നോമ്പും ഇഷ്ടമാണ്, ഖുർആനും ഇഷ്ടമാണ്. ഇങ്ങനെ ഒരാൾക്ക് ഇതൊക്കെ ഇഷ്ടാകുമ്പോ 8 കവാടങ്ങളിലൂടെയും മലക്കുകൾ വിളിക്കുമോ നബിയെ? അങ്ങനെ സംഭവിച്ച എന്തായിരിക്കും? 8 വാതിലൂടെയും ഒരാളെ വിളിക്കാൻ, അല്ലെങ്കിൽ ഒരു വാതിലൂടെ വിളിക്കൂ, ഇതിലവാന്നേ പറയുള്ളൂ. ഇതെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടാവോ? നഅം വഅൻത മിൻഹും, അബൂബക്കറേ നിങ്ങൾ അവരിൽപ്പെട്ട ആളാണ്. മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമാ, നിസ്കാരം കഴിഞ്ഞ സുബ്ഹി നേരം അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച ചോദ്യമാണ്, നിങ്ങളിൽ നിന്ന് ആരൊക്കെയാണ് നോമ്പെടുത്തിട്ടുള്ളത്? സുന്നത്ത് നോമ്പ് ആർക്കുണ്ട്? ആർക്കില്ല, ഒരാൾക്ക് മാത്രം. അന യാ റസൂലല്ലാഹ്, എനിക്കിന്ന് നോമ്പുണ്ട്. ആര്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മൻ സാറ മിൻകുമുൽ യൗമ മരീദാ, നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് ഒരു പാവപ്പെട്ട രോഗിയെ പോയി സന്ദർശിച്ചിട്ടുണ്ടോ? ഒരു രോഗിയെ സന്ദർശിച്ച ആളുകളുണ്ടോ നിങ്ങളിൽ? ആരും കൈപൊക്കുന്നില്ല. അന യാ റസൂലല്ലാഹ്, ഞാൻ ഇന്നത് ചെയ്തിട്ടുണ്ട്. നേരെ വിളിച്ചിട്ടേ ഉള്ളൂ. മൻ അത്അമ മിസ്കീനൻ, മൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, ഇന്നത്തെ ദിവസം ഒരു പാവപ്പെട്ടവനെ ദാനം ചെയ്തവർ ആരെങ്കിലും നിങ്ങളിലുണ്ടോ? ഒരു ഭക്ഷണം കൊടുത്ത ആള് ഇന്ന് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾക്ക് ദാനം ചെയ്തിട്ടുണ്ടോ? ആര്? സ്വഹാബി. അവർ ചെയ്യുന്നവരാ, പക്ഷെ അന്ന് സിദ്ദീഖ് മാത്രമേ ഉള്ളൂ. അന യാ റസൂലല്ലാഹ്. നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് ജനാസയുടെ കൂടെ പോയിട്ടുണ്ടോ? ഒരു മയ്യത്തിനെ മറവ് ചെയ്യാൻ പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഇന്നലെ മഗ്രിബ് മുതല്, മഗ്രിബ് ഇന്ന് ശരിക്ക് ഇന്നിപ്പോ ഏതാ ദിവസം? ശനിയാണല്ലേ? നമ്മുടെ അറബി കണക്ക് പ്രകാരം ഞായറായി. വെള്ളി നമ്മുടെ ഈ അസ്തമയം മുതൽ ദിവസം ആരംഭിക്കുകയാണ്. ഈ രാത്രി ശരിക്കും ഞായറിന്റെ രാത്രിയാണ്. അതുകൊണ്ട് ഈ വടക്കൻ മലബാറിലൊക്കെ കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ ഈ രാത്രിക്ക് എന്താ പറയാ, ഇവിടുത്തെ വേള് എന്ന് പറയുമ്പോ ശനിയാഴ്ച അസ്തമിച്ച ഞായറാഴ്ച രാത്രിയാണ് പരിപാടി എന്നാ പറയാ. ഇത് ശരിക്കും ഞായറാഴ്ച രാവായി മാറിക്കഴിഞ്ഞു. അപ്പൊ മഗ്രിബ് മുതൽ സമയമുണ്ട്. അതാ തങ്ങൾ ചോദിക്കുന്നത്, ആരെങ്കിലും ഒരു ജനാസയെ അനുഗമിച്ചിട്ടുണ്ടോ? അന യാ റസൂലല്ലാഹ്. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ഈ ഗുണങ്ങളെല്ലാം നോമ്പ്, പാവപ്പെട്ടവരെ സഹായിക്കുക, രോഗസന്ദർശനം, മയ്യത്തിന്റെ കൂടെ പോവുക, ഇതെല്ലാം ഒരു മനുഷ്യൻ ഒരാളിൽ ഒരുമിച്ചു കൂടിയാൽ ഇല്ലാ ദഖലൽ ജന്ന, അവർക്ക് സ്വർഗ്ഗം ഉറപ്പാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ കിട്ടിയ മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മദീന പള്ളിയിലേക്ക് വരാനുള്ള എല്ലാ വാതിലുകളും നിങ്ങൾ അടച്ചു വെക്കണേ. ഇല്ലാ ഖൗഖത അബൂബക്കറിൻ, അബൂബക്കറിന്റെ വീട്ടിൽ നിന്ന് റളിയല്ലാഹു അൻഹു വരുന്ന വാതില്, ആ വാതില് മാത്രം ബാബു സിദ്ദീഖ് തുറന്നു കിടന്നോട്ടെ, അതടക്കണ്ട. സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകാൻ പോകുമ്പോൾ മിമ്പറിൽ കയറി ഹബീബ് പറഞ്ഞില്ലയോ, നിങ്ങൾ ആരെല്ലാം എനിക്ക് ഉപകാരം ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം ഞാൻ തിരിച്ചുപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത ഉപകാരത്തിന് ഞാൻ തിരിച്ചു തന്നിട്ടുണ്ട്. ഒരാളൊഴികെ ലാ യുകാഫിഉഹാ അലൈഹി ഇല്ലല്ലാഹ്, എനിക്ക് ഉപകാരം ചെയ്ത് തിരിച്ച് അതുപോലെ പ്രത്യുപകാരം ചെയ്യാൻ എന്നെ കൊണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ അത് അബൂബക്കറാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. അതിന് പകരം അല്ലാഹുവേ കൊടുക്കൂ, എന്നെ കൊണ്ട് കൊടുക്കാൻ കഴിയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിയാക്കന്മാർ മുഴുവനും സ്വർഗ്ഗത്തിലേക്ക് കടന്നാൽ പിന്നെ സ്വർഗ്ഗത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന വ്യക്തി ആരാണ്? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. ആ വീട്ടിലെ പേരക്കുട്ടിയാണ് ആ സിദ്ദീഖ് എന്നവരുടെ മോള് അസ്മാ ബീവിയുടെ മോനാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കൗതുകവും കുസൃതിയുമുള്ള ഒരു സംഭവമുണ്ട്. ഭയങ്കര ആരോഗ്യമായിരുന്നു. ആരോഗ്യത്തിന് ഒരു ചരിത്രമുണ്ട്. വിശുദ്ധമായ ഹദീസിൽ വന്ന വളരെ സ്വഹീഹായ സംഭവമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ഹിജാമ ചെയ്യുമ്പോൾ അതിന്റെ ബ്ലഡ് എടുക്കും. അന്ന് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവർക്ക് 10 വയസ്സാണ് പ്രായം. ഈ സംഭവം നമ്മൾ പറയുമ്പോൾ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അറിയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം, ആ ശരീരത്തിൽ നിന്നുണ്ടാകുന്നതെല്ലാം
മുബാറക്കാണ്. അവിടുത്തെ ഷഅറ്, അവിടുത്തെ പല്ല്, അവിടുത്തെ രക്തം, അവിടുത്തെ വായ കൊപ്പിളിക്കുന്ന വെള്ളം, വുളൂഇന്റെ വെള്ളം അവിടുന്ന് ശുചീകരണം ചെയ്യുന്നത് മുതൽ എല്ലാം ഹബീബിന്റെ വിയർപ്പടക്കം സ്വഹാബിയത്തുകൾ കുപ്പിയിലെടുത്തു വെക്കുമായിരുന്നു. ഖറൂറത്തിൻ, ചെറിയ ചില്ലിന്റെ കുപ്പികളിൽ സുഗന്ധമായി ഉപയോഗിക്കാൻ. ഹബീബായ നബി തങ്ങൾ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവരുടെ കയ്യിൽ ഹിജാമ കഴിഞ്ഞിട്ട് രക്തം കൊണ്ടുപോയി കളയാൻ, അബ്ദുല്ലാഹ് ഇബ്നു സുബൈറെ ആരും കാണാത്തിടത്ത് നിങ്ങൾ കൊണ്ടുപോയി ഇത് കളയണേ എന്ന് പറഞ്ഞപ്പോ 10 വയസ്സ് മാത്രം പ്രായമുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ പേരക്കുട്ടി അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവരെ അകത്താക്കി. പുണ്യനബി ചോദിച്ചു, തങ്ങൾക്കിത് കണ്ടപ്പോഴേ മനസ്സിലായി, ഒരൽപ്പം പോലും, ഒരു തുള്ളി പോലും മണ്ണിലേക്ക് ഒഴിക്കാതെ അദ്ദേഹം സേവിച്ചു. കുട്ടിയാണ്, 10 വയസ്സുള്ള മോനാണ്. പക്ഷേ നുബുവത്തിന്റെ പ്രകാശവും ഹബീബിന്റെ ജീവിതത്തിന്റെ അത്ഭുതങ്ങളൊക്കെ കണ്ടുവരുന്ന കാലമാണത്. പുണ്യനബി കണ്ടപ്പോഴേ തങ്ങൾ ചിരിച്ചു. തങ്ങൾക്ക് മനസ്സിലായത് അവർ ചെയ്തത് ഇങ്ങനെയാണ്. എന്താ നിങ്ങൾ എന്ത് ചെയ്തു ആ രക്തം എന്ന് ചോദിച്ചു. പറഞ്ഞു, നബിയേ, വദഅതുഹു ഫീ മകാനിൻ ലാ യറാഹു ഫീഹി അഹദ്, ആരും കാണാത്ത ഒരിടത്ത് ഞാൻ അത് നിക്ഷേപിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ഹബീബായ നബിയുടെ മറുപടി, വൈലുൽ ലക മിനൻ നാസ് വവൈലുൽ ലിന്നാസി മിൻക ലാ തമസ്സുകൻ നാർ. അബ്ദുല്ലാഹ് ഇബ്നു സുബൈറേ, നിങ്ങളുടെ ശരീരം ഇനി നരകം തൊടുകയില്ല. അല്ലാഹുവിന്റെ ഹബീബ് കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊന്നും അത്ഭുതം, ഇതിൽ ഒന്നും വേറെ പല ചിന്താഗതിക്കാരും യുക്തിവാദികളൊക്കെ അവർക്ക് കേൾക്കുമ്പോൾ പല അരോചക തോന്നിയേക്കാം. മുഅ്മിനീങ്ങൾക്ക് അതൊന്നും തോന്നൂല. മുഅ്മിനീങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഇതിലപ്പുറം വിഷയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിൽ നിന്നുണ്ടാകുന്നതെല്ലാം മുബാറക്കാണ്, ബറക്കത്തുള്ളതാണ്. അത് സ്വഹാബിമാർ എടുത്തു വെച്ചിട്ടുണ്ട്. യാ അല്ലാഹ്, സല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. നബി തങ്ങൾ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്ന ഈ മോനെ ജീവിതത്തിന്റെ അവസാനത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളിലേക്ക് നബി തങ്ങൾ സൂചന കൊടുത്തു. അബ്ദുല്ലാഹ് ഇബ്നു സുബൈറേ, വൈലുൽ ലക മിനൻ നാസ്, ജനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ചില പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വരും. ഏതുപോലെ? ഞാൻ ഏറ്റ പോലെ. പുണ്യ നബി തങ്ങൾക്ക് വെല്ലുവിളികളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായി മക്കയിൽ. അതുപോലെ നിങ്ങൾക്കും ചില പ്രയാസങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് ചില പ്രയാസങ്ങൾ വരും. ആ പ്രയാസം മറ്റൊന്നുമല്ല, നിങ്ങളുടെ ധൈര്യം, നിങ്ങളുടെ ശൂരത, നിങ്ങളുടെ ആണത്വം, നിങ്ങളുടെ ധൈര്യം, നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ നേതൃപാടവം ഒക്കെ കാണുമ്പോ ചില ആളുകൾക്ക് നിങ്ങളിൽ അസൂയ തോന്നും. അതും സംഭവിക്കാൻ പോകുന്നുണ്ട്. അബ്ദുല്ലാഹ് എന്നിട്ട് പറഞ്ഞു, ലാ തമസ്സുകൻ നാർ. പരിശുദ്ധമായ ഹബീബിന്റെ ദം അശ്ശരീഫ്, വിശുദ്ധമായ ആ രക്തം ശരീരത്തിലേക്ക് ചേർന്ന് കിടക്കുന്ന വിശുദ്ധനായ സ്വഹാബിയോട് നബി തങ്ങൾ പറഞ്ഞു, മോനെ അബ്ദുല്ലാഹ്, ഇനി ഒരിക്കലും നിങ്ങളുടെ ശരീരം നരകം തൊടുകയില്ല മോനെ, ശരീരം നരകം തൊടുകയില്ല. കാരണം അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിന്റെ ഭാഗമായത്, ആ പുണ്യ ശരീരത്തിന്റെ ഭാഗമായത് ഈ മഹാന്റെ ദേഹത്ത് കിടക്കുകയാണ്. ആസാറുകൾ, അടിസ്ഥാനമുള്ള ആസാറുകൾക്ക് ഭയങ്കര സംഭവമാണ്. അതിലൊന്നും ഒരാൾക്കും ഒന്നും നിഷേധിക്കാനോ അവമതിക്കാനോ അതിനെ മോശപ്പെടുത്തി പറയാനോ ഒന്നും പാടില്ല. ആസാറുകളുടെ വിഷയം പറയുമ്പോൾ അത് അടിസ്ഥാനപരമായിട്ടുള്ളതാണോ ഇല്ലയോ എന്ന് മാത്രമേ ചർച്ച നടക്കൂ. അത് യഥാർത്ഥമാണെങ്കിൽ പിന്നെ ഒന്നും അവിടെ ഇല്ല, ഒന്നും പറയാൻ പറ്റില്ല. ആസാറുകൾ ഒരുപാട് ഇടങ്ങളിലുണ്ട്. ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്ത് ഖുബ്ബത്തു സുഹറയുണ്ട്. നബി തങ്ങൾ മിഅ്റാജിന് പോയ പാറയുണ്ട്. ആ പാറയുടെ മുകളിലാണ് സ്വർണ്ണ കുബ്ബയുള്ള പള്ളിയുള്ളത്, ഖുബ്ബത്തു സുഹറ മസ്ജിദ് ഉള്ളത്. മസ്ജിദ് ഖുബ്ബത്തു സുഹറ അബ്ദുൽ മലിക് ബിൻ മർവാന്റെ കാലത്തുണ്ടാക്കിയ ആ ഒരു മസ്ജിദ്, പിന്നെ സ്വലാഹുദ്ദീൻ അയ്യൂബി തങ്ങളുടെ കാലത്ത് പുതുക്കി പണിത ആ ഒരു മസ്ജിദ്. അതിന്റെ ആ പാറയുടെ മുകളിൽ നിന്നാണ്, പാറയാണ്, ആ പാറന്റെ മുകളിൽ ഇപ്പൊ പള്ളിയാണ്. നമുക്ക് ഉള്ളിലേക്ക് കടക്കാം. ആ പാറ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ബൗണ്ടറി ആക്കി വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ ഒരു ഗ്ലാസിന്റെ ഒരു കവറിനുള്ളിൽ പുണ്യ നബി തങ്ങളുടെ വിശുദ്ധമായ തലയിൽ അവിടുത്തെ ഷഅർ മുബാറക് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സുഗന്ധമുണ്ട്, അതിന് കാണാൻ കഴിയും. തുർക്കിയിൽ മഹാനായ അബു അയ്യൂബ് അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമുണ്ട് തുർക്കിയിലെ യൂറോപ്യൻ സൈഡിൽ.
അയ്യൂബ് സുൽത്താൻ എന്നാണ് ആ പ്രൊവിൻസിന് പറയുന്ന പേര് തന്നെ. ആ പ്രൊവിൻസ് അറിയപ്പെടുന്നത് അയ്യൂബ് സുൽത്താൻ എന്നാണ്. അയ്യൂബ് സുൽത്താൻ എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അയ്യൂബ് സുൽത്താൻ, പോലീസിനൊക്കെ പോലീസ് വണ്ടിമൊക്കെ കാണുന്നത് അയ്യൂബ് സുൽത്താൻ പോലീസ്, അങ്ങനെ അയ്യൂബ് സുൽത്താൻ. അബു അയ്യൂബ് അൽ അൻസ്വാരി തങ്ങളെയാണ് അവരെ അത്രയും ബഹുമാനമാണ്. അവിടെ ഹബീബായ നബി തങ്ങളുടെ ഷഅർ മുബാറക്ക് സൂക്ഷിച്ചത് നമുക്ക് സിയാറത്ത് കാണാൻ പറ്റും, അവിടെ തൊട്ടടുത്ത് കാണാൻ പറ്റും. പിന്നെ ഒരുപാട്, ഒന്നിലേറെ, ഒരു 10 ഉണ്ടാകും. ഇസ്തംബൂളിലെ തന്നെ ടോപ്പ് കാപ്പി മ്യൂസിയത്തിൽ പുണ്യനബി തങ്ങളുടെ പല്ലിന്റെ ഒരു അംശമുണ്ട്. അവിടുത്തെ ഷഅർ മുബാറക്കുണ്ട്, നിബിതങ്ങൾ ഉപയോഗിച്ച വടിയുണ്ട്, തങ്ങളുടെ വാളുണ്ട്, തങ്ങളുടെ ചെരുപ്പുണ്ട്, ഒരുപാട് സാധനങ്ങൾ, ആധാറുകൾ. ഉസ്മാനി ഭരണാധികാരികൾ ഔലിയാക്കന്മാരുടെ ഓരം ചെന്ന് ഔലിയാക്കന്മാരെ കൂടെ പിടിച്ച് ജീവിച്ച ആളുകളാണ് ഉസ്മാനികൾ. ഒട്ടോമൻ ഭരണാധികാരികൾ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് ഉസ്മാനി ഭരണാധികാരികളാണ്. ആ ഭരണാധികാരികൾ ആധാറുകൾ സൂക്ഷിച്ചവരായിരുന്നു. ഇന്നും നമുക്കവിടെ ചെന്നാൽ കാണാൻ കഴിയും. യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ, മൂസ നബിയുടെ വടിയുണ്ട് ഇവിടെ. സുബ്ഹാനല്ലാഹ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വസ്ത്രമുണ്ട്, അലി റളിയല്ലാഹു അൻഹുവിന്റേതുണ്ട്. അതൊക്കെ ചരിത്രപരമായി പശ്ചാത്തലമുള്ള തെളിവുള്ള ഒരു സംഗതിയാണ്, വളരെ നൂറ്റാണ്ടുകളായി സൂക്ഷിക്കുന്നതാണ്. ഒരുപാടിടങ്ങളിലുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഏതായിരുന്നാലും മഹാനായ ഇബ്നു സുബൈർ, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, പുണ്യനബി തങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമായത് ആ ശരീരത്തിലേക്ക് ചേർന്നതിൽ പിന്നെ ഭയങ്കരമായ ശക്തിയായിരുന്നു, അതിശക്തനായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവർ റളിയല്ലാഹു തആല അൻഹു. ഭയങ്കരമായ ശക്തി, ശാരീരികമായ പുഷ്ടി മഹാനവറുകൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ ശരീരം അങ്ങനെയായിരുന്നു. സീർ അലാമുൻ നുബലായിൽ ഇമാം ദഹബി അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവരെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് കാണാൻ കഴിയും, 7 ദിവസം തുടർച്ചയായി നോമ്പെടുത്തിരുന്നു. സർദൻ, അതായത് നോമ്പ് മുറിക്കൂല, രാത്രിയും പകലും അങ്ങനെ സ്ട്രൈറ്റ് നോമ്പെടുത്തിരുന്ന 7 ദിവസം നോമ്പെടുത്ത് ഒരു കുഴപ്പമുണ്ടാവില്ല. അങ്ങനത്തെ ശക്തിയുള്ള മഹാനായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവർ. വയുഫ്തിറു ഫിൽ യൗമി الثامن, 8ാം ദിവസമേ മഹാൻ നോമ്പ് മുറിക്കാറുണ്ടായിരുന്നുള്ളൂ എന്ന് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ തങ്ങളെ സംബന്ധിച്ച് ഇമാം ദഹബി രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. വേറെയും റിജാലിന്റെ ഉലമാ. അഅ്ബദന്നാസ്, ഭയങ്കരമായ ഇബാദത്തായിരുന്നു റളിയല്ലാഹു അൻഹു. കഅബാലയത്തിന്റെ മുന്നിൽ, മക്കയിലാ കൂടുതലും താമസിച്ചത്, കഅബാലയത്തിന്റെ മുന്നിലെ മഖാം ഇബ്രാഹിമിന്റെ അരികത്ത് ഇങ്ങനെ നിസ്കരിക്കുമ്പോ ഹമാമുൽ ഹറം, മദീനയുടെ മക്കയുടെ ഹറമിന്റെ മാടപ്രാവ് എന്നറിയപ്പെടും നിൽക്കുന്ന നൃത്തം വളരെ ശാന്തമായി, കണ്ണിമ പോലും വെട്ടാതെ, തലയനങ്ങാതെ, ശരീരം അനങ്ങാതെ നിൽക്കുന്ന നൃത്തം കാണുമ്പോ പക്ഷികൾക്ക് തോന്നും ഇതൊരു തൂണാണ്. അങ്ങനെ മഹാന്റെ തലയിൽ വന്ന് പക്ഷികൾ ഇരുന്ന് പാറിപ്പോകാറുണ്ട്, അനങ്ങാറില്ല. അങ്ങനെ നിന്ന് നിസ്കരിച്ചിരുന്ന മഹാനാണ് സിദ്ദീഖ് തങ്ങളുടെ പേരക്കുട്ടിയായ ഈ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യവും പൊരുത്തവും കിട്ടിയ സ്വഹാബി അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുമാ. യാ അല്ലാഹ്, ഹബീബിൽ നിന്ന് ഇതൊക്കെയാണ് അവർ കരസ്ഥമാക്കുന്നത്. സ്വർഗമാണ് ഹബീബിൽ നിന്ന് അവർ വാങ്ങിയത്. ലാ തമസ്സുകന്നാർ, അബ്ദുല്ലാഹ് ഇബ്നു സുബൈറെ, നിങ്ങളുടെ ശരീരം നരകം തൊടുകയില്ല. ഇത് പറഞ്ഞു കിട്ടിയാൽ മതി, കഴിഞ്ഞു, രക്ഷപ്പെട്ടു. ലാ തമസ്സുകന്നാർ. ഹബീബായ നബി തങ്ങളോട്, നബിയേ എനിക്ക് വസ്ത്രം വേണം, ഭക്ഷണം വേണം എന്ന് ചോദിച്ചവരുണ്ട്. അച്ഛനീ മിമ്മാ അതാഖല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് എനിക്ക് തരൂ നബിയേ. നബിക്ക് ആരെങ്കിലും എന്തെങ്കിലും ഹദിയോ സമ്മാനമോ കൊണ്ടുപോയി കൊടുക്കും. അപ്പൊ ചില ആൾക്കാർ എന്ത് ചെയ്യും, അതെനിക്ക് തരും നബിയെ. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം, ഒരു പെണ്ണ് വസ്ത്രം നെയ്തുണ്ടാക്കിയിട്ട് നബിക്ക് കൊണ്ടുപോയി കൊടുത്തതാണ്. അതൊരു സഹാബി കണ്ണുവെച്ചു. അങ്ങനെ പുണ്യ നബിയോട്, നബിയെ അന്നൊരു ദിവസം ഒരു ഉമ്മ നിങ്ങൾക്ക് ഒരു വസ്ത്രം തന്നില്ലേ, ഒരു തുണി, അതെനിക്ക് തരുമെന്ന്. റസൂലുള്ളാഹി തങ്ങൾ അന്നത് അതൊടുത്താ വന്നത്. തങ്ങൾ ഇപ്പൊ വരാന്ന് പറഞ്ഞ് വീടിനുള്ളിലേക്ക് ചെന്നു. വസ്ത്രം മാറിയിട്ട് ആ വസ്ത്രം ഇയാൾക്ക് കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ സ്വഹാബിമാർ ചോദിച്ചു, എന്ത് പണിയാ നിങ്ങളാ ചെയ്തത്? നബിക്ക് അത്രയും ഇഷ്ടപ്പെട്ട് നബി ധരിച്ച ഒരു സാധനം.
അറബികൾക്ക് അറബി കൾച്ചറിലൊക്കെ ഒരു, നമ്മുടെ മലയാളത്തിലൊന്നും അതില്ല കേട്ടോ, അതുകൊണ്ട് ആരും അത് ചെയ്യാൻ നിൽക്കണ്ട. അറബികൾക്കൊരു കൾച്ചർ ഉണ്ട്. എങ്ങനെ അവരുടെ ദേഹത്തോ കയ്യിലോ വീട്ടിലോ ഉള്ള സാധനം, അത് ഇപ്പൊ കയ്യിൽ ഉദാഹരണം വാച്ച് നോക്കിയിട്ട് നിങ്ങളുടെ വാച്ച് ഭയങ്കര രസമുണ്ടല്ലോ, എവിടുന്ന് അത് വാങ്ങിച്ചത്, എത്രയാ അതിന് വില, ഏതായി ബ്രാൻഡ്, നല്ല രസമുണ്ടല്ലോ എന്ന് അവരുടെ കയ്യിലുള്ള ഒരു സാധനം കമന്റ് ചെയ്ത് പറഞ്ഞാൽ, അതിനെ പുകഴ്ത്തി പറഞ്ഞാൽ ഉടനെ എന്നാ നീ എടുത്തോ എന്ന് പറഞ്ഞു കൊടുക്കും. അത് അവരുടെ ഒരു കൾച്ചറാണ്. ചില ആൾക്കാരൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അടിച്ചു മാറ്റി പോരാറുണ്ട്. അങ്ങനെ മലയാളത്തിൽ പറഞ്ഞാൽ കിട്ടൂലേ, വെറുതെ പറഞ്ഞ് ടൈം വേസ്റ്റ് ആക്കണ്ട. നമ്മുടെ നാട്ടിൽ അങ്ങനെ കൾച്ചർ ഇല്ല. ഞാൻ വാങ്ങിച്ചാന്ന് തന്നെ പറയുള്ളൂ അല്ലെ. പക്ഷെ ചില ആളുകളെങ്കിലും സ്നേഹത്തോടെ വേണോ ഇഷ്ടാണോ കൊണ്ടുപോയിക്കോ എന്ന് പറയും. അത്രയും ദയാവായ്പും സ്നേഹവും ഒക്കെയുള്ള ഈമാനുള്ള ആളുകൾ അങ്ങനെ എടുത്തു കൊടുത്തേക്കാം. ഒരു സാധനത്തെ നോക്കിയിട്ട് ഇങ്ങനെ ഇഷ്ടാണെന്ന് പറഞ്ഞാൽ അത് അവർക്ക് കൊടുക്കണം എന്നാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ കൊടുക്കാന്നവന് പൊരും പറമ്പടക്കം കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പൊ കൊച്ചു കൊച്ചു സാധനങ്ങൾക്ക് അത് പറയുള്ളേ. അപ്പൊ പുണ്യ നബി തങ്ങളോട്, നബിയെ അങ്ങയുടെ ഈ വസ്ത്രം എനിക്ക് ഇഷ്ടം. അപ്പൊ സ്വഹാബി പറഞ്ഞു, എന്തേ നിനക്കറിയില്ലേ നബി തങ്ങളോട് അങ്ങനെ പറഞ്ഞാൽ തങ്ങൾ എടുത്തു തരുമെന്ന്? അത് നീ ചോദിക്കാൻ പാടുണ്ടോ? തങ്ങൾ എത്രയും ഇഷ്ടപ്പെട്ട് ധരിച്ച ഒരു സാധനമല്ലേ നീ ചോദിച്ചത്, അത് മോശമായി പോയി എന്ന് കൂടുതലുള്ള ആളുകളൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, പിന്നെ ഞാനത് ചോദിച്ചത് ഒരു തുണി കിട്ടണം എന്ന ആഗ്രഹത്തിനല്ല. നാളെ മരിച്ചു പോകുമ്പോ എന്റെ ഖബറിൽ, എന്റെ കഫംപുടയിൽ നബിതങ്ങളുടെ ശരീരം തൊട്ട ഒരു വസ്ത്രം എന്റെ കഫംപുടയിൽ വെച്ചിട്ട് എന്നെ മറവു ചെയ്യണം. അതിനുവേണ്ടിയാണ് ഞാൻ അത് ചെയ്തത്. ഇതെന്റെ കഫനാണ്. മഹാനവറുകളെ ആ വസ്ത്രത്തിലാണ് കഫൻ ചെയ്തതും അങ്ങനെയാണ് അദ്ദേഹത്തെ മറവു ചെയ്തതും എന്ന് ഹദീസിൽ കാണാൻ കഴിയും. സ്വഹാബിമാർ വന്ന് ചോദിക്കുകയായിരുന്നു. അങ്ങനെ ചില അറാബികളെങ്കിലും പുണ്യനബിയോട് ഭക്ഷണം വേണമെന്ന് ചോദിക്കാറുണ്ട്, വസ്ത്രം വേണം, എനിക്ക് ഒട്ടകമില്ല. ഒരാൾ വന്ന് ചോദിച്ചപ്പോഴാ തങ്ങൾ തമാശ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അച്ഛനീ നാഖ, എനിക്കൊരു ഒട്ടകം വേണം നബിയെ. നാഖത്ത് എന്ന് പറയുമ്പോൾ പെണ്ണൊട്ടകമാണ്. അപ്പോ തങ്ങൾ പറഞ്ഞു, ബൽ നുഅ്തീക് ഇബ്നൻ നാഖ, ഒരു പെണ്ണൊട്ടകത്തിന്റെ കുട്ടിയെ തരാം. അപ്പൊ അയാൾ പറഞ്ഞു, നബി ഇതെന്ത് കഥ, എനിക്ക് യാത്ര ചെയ്യണം, ഒരു കുട്ടി കിട്ടിയിട്ട് എന്ത് കാര്യമാണ്? അപ്പൊ തങ്ങൾ പറഞ്ഞു, എല്ലാ ഇബിലും, എല്ലാ ജമലും, എല്ലാ ഒട്ടകവും ഒരു നാക്കത്തിന്റെ മകൻ തന്നെ അല്ലേ, അല്ലെങ്കിൽ മോളല്ലേ? ഒരു നാക്കത്ത് പ്രസവിച്ചാലല്ലേ അത് ഒട്ടകാവുള്ളൂ. ഏതൊട്ടകവും ഒരു പെണ്ണൊട്ടകത്തിന്റെ മോനല്ലേ എന്ന് നബി തങ്ങൾ തമാശ പറഞ്ഞിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ നബിയോട് അങ്ങനെയൊക്കെ വന്ന് ചോദിക്കാം. ഒരാൾ വന്ന് നബി തങ്ങളുടെ ദേഹത്തെ ഷാള്, അന്ന് തങ്ങൾ ഷർട്ട് ധരിച്ചില്ല, ഒരു ഷാളായിരുന്നു, ആ ഷാളങ്ങ് ബാക്ക് നിങ്ങൾ പിടിച്ചു വലിച്ചു. നമുക്കറിയാലോ ചരിത്രം, വളരെ സ്വഹീഹായ ഹദീസാണത്. ചോദിച്ച ചോദ്യം എന്താ? അത് അതിലും വലിയ അത്ഭുതം. എന്തായി പറയുന്നത്? നബി എനിക്ക് പൈസ തരുന്ന ചോദിക്കുന്നത്, പക്ഷേ ഈ പൈസ നബി ഇത് നിങ്ങളുടേതല്ല, നിങ്ങളുടെ ഉപ്പാന്റേത് ഉമ്മാന്റേതല്ലല്ലോ, അള്ളാന്റേതല്ലേ തരുന്നു. തങ്ങൾ പറഞ്ഞു, അൽമാലു മാലുല്ലാഹ്, സമ്പത്ത് അല്ലാഹുവിന്റേത് തന്നെയാണ്. അറാബി, നീ എന്നെ ഇങ്ങനെ വേദനിപ്പിച്ചില്ലേ, ഇത് തിരിച്ച് നിന്നെ വേദനിപ്പിക്കുന്നു. അത് പറ്റില്ല എന്ന് പറഞ്ഞു. അതെങ്ങനെ? നീ എന്റെ ദേഹത്തിന്റെ ഷാൾ കണ്ട് വലിച്ചിട്ട് ഇതാ മുറിവായിരിക്കും, ചോര പൊടിയാൻ നിൽക്കുകയാണ്. അപ്പൊ ഇതിന് വിശ്വാസം എടുക്കും, നിന്നെ ഇതുപോലെ ചെയ്യുന്നു. അപ്പൊ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളോട് ആരെങ്കിലും മോശമായി പെരുമാറിയാൽ നിങ്ങൾ തിരിച്ചിങ്ങോട്ട് മോശമായി പെരുമാറില്ല. ആ ധൈര്യത്തിലാണ് ഞാൻ ചെയ്തത്. സുബ്ഹാനല്ലാഹ്. തങ്ങൾ പറഞ്ഞു, നിന്നോട് പ്രതികാരമൊന്നുമില്ല, ഞാൻ തമാശ പറയാൻ. എന്നിട്ട് നബി തങ്ങൾ വീട്ടിലുള്ളത് എടുത്തുകൊണ്ടുപോയി കൊടുത്തു സല്ലല്ലാഹു അലൈഹി. ഒന്നും ഉണ്ടാവില്ല വീട്ടിൽ. ഹബീബിന്റെ വീട്ടിൽ ഈത്തപ്പഴം ഉണ്ടാവും ഏതെങ്കിലും, അതും കുറച്ച്, അല്ലെങ്കിൽ ഒരൽപ്പം ഉണക്കമുന്തിരി കാണും, അല്ലെങ്കിൽ മണ്ണിന്റെ പാത്രങ്ങൾ കാണും, അല്ലെങ്കിൽ ഓല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ പായ കാണും, നുരുമ്പിയത്, ഇത്രയും ഉണ്ടാവും. അതൊക്കെ ഓരോരുത്തരെടുത്ത് കൊണ്ടുപോകാറാ. പിന്നെ ആരെങ്കിലും കൊണ്ടുവന്ന് നബിക്ക് ഹദിയ കൊടുക്കും. തങ്ങൾ ആരെങ്കിലും ഒരാൾ, ഒരു വിദേശിയായ ആൾ മദീനത്ത് വന്നാൽ തങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയ ഭക്ഷണം കൊടുക്കുക. അതായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിപ്പോ പള്ളിക്ക് മദ്രസം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ എല്ലാ ആവശ്യം കഴിഞ്ഞ് മിച്ചുണ്ടെങ്കിൽ തന്നെ കൊടുക്കൂല. അതിൽ നിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ വളരെ കുറഞ്ഞ വലിയ കുഴപ്പമില്ലാതെ കീറി ബാങ്കിൽ എടുക്കാത്ത നോട്ടൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. സ്വഹാബികൾ ചെയ്തത് അങ്ങനെയല്ല. അവർക്ക് ഏറ്റവും ഇഷ്ടമായത്, അവർക്ക് ഏറ്റവും അവർക്ക് തന്നെ ആവശ്യമുണ്ട്, എന്നാലും അള്ളാഹുവിന്റെ ആവശ്യമാണ് മുന്നിൽ എന്ന് പറഞ്ഞു കൊടുത്തവരാണ്. അങ്ങനെ നമ്മുടെ പള്ളികൾക്കൊക്കെ പിന്നെ വഖഫ് സ്വത്തുകൾ ഉണ്ടായത്. ഇവിടെ ഈ ലാൻഡ് നമുക്ക് നൽകിയ ഒരു ഇതിലേക്ക് കുറച്ച് സ്ഥലം അനുവദിച്ച ഒരു ഹൈന്ദവ സഹോദരൻ, എന്താ പ്രസാദം,
പ്രസാദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹം സ്ട്രോക്ക് ആയിട്ട് ആശുപത്രിയില്ലാന്ന് പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ കൊടുക്കട്ടെ. അള്ളാഹുവിന്റെ മസ്ജിദിനും അനുബന്ധ കാര്യങ്ങൾക്കും ചെയ്ത അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ നന്മക്ക് പകരം പടച്ച തമ്പുരാൻ അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് ശമനം നൽകി, ശിഫ നൽകി, പൂർണ്ണാരോഗ്യം അള്ളാഹു നൽകട്ടെ. ഹിദായത്ത് കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ കാരണവന്മാർ, മുൻഗാമികളായ ആളുകൾ, അവരൊക്കെ നമ്മുടെ പള്ളികൾക്ക് സ്ഥലം കൊടുക്കും. ഇന്ന് ആരെങ്കിലും പള്ളിക്ക് വഖഫ് കൊടുക്കുന്നുണ്ടോ? 5 സെന്റിന്റെ വക പള്ളിക്ക് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഈ കിട്ടിയത് നമ്മൾ പോയി മരിച്ചു കിടക്കുന്ന സ്ഥലം പോലും നമ്മുടെ മുൻഗാമികൾ കൊടുത്തതല്ലേ? അന്നൊരു നാട്ടിലെ ഏറ്റവും വലിയ വീട് ആ നാട്ടിലെ പള്ളിയായിരിക്കും. സ്വന്തം വീടൊക്കെ ചെറുതായിരിക്കും, എന്നാലും അള്ളാഹുവിന്റെ വീട് വലുതാവട്ടെ. അള്ളാഹുവിന്റെ വീടിന് തെങ്ങുകളായിട്ടും കൃഷിയായിട്ടും റബ്ബറായിട്ടും സ്ഥലമായിട്ടും വസ്തുവായിട്ടും നമ്മൾ കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്തിരുന്ന നമ്മുടെ ഉപ്പരും നമ്മുടെ ഉപ്പാപ്പമാരും ഉമ്മാമ്മമാരും ഒക്കെ അവരുടെ ഈമാനിന്റെ എത്രയോ താഴെയാണ് നമ്മൾ കിടക്കുന്നത്. നമുക്ക് എന്തെങ്കിലും കീശയിലെ പൈസ എന്തെങ്കിലും എടുത്തെടുത്ത് ഈ ഒരു ബാധ്യത തീർക്കാനും ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാനുമേ നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുപോലും നമ്മളെ കൊണ്ടാവുന്നില്ല. ഒരു പക്ഷേ നമ്മുടെ ഉപ്പാപ്പമാരുടെ കയ്യിലുണ്ടായിരുന്നതിനേക്കാളും സമ്പാദ്യം അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അന്ന് ഒരണ, അരണ, 4 അണ ഇത്രയൊക്കെയല്ലേ ഉള്ളൂ സമ്പാദ്യങ്ങള്. സുബ്ഹാന ജല്ല ജലാലു. മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങളോട് ഇങ്ങനെ ചോദിക്കും ചില ആളുകൾ. പക്ഷേ ചില ആളുകൾ നബിതങ്ങളോട് സ്വർഗം ചോദിച്ചു വാങ്ങി. അല്ലാഹുവിന്റെ ഹബീബ് കൊടുത്തു. മഹാനായ റബീഅത്ത് ഇബ്നു മാലിക് അൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിനോടാണ് സൽനി യാ റബീഅ, ചോദിച്ചോളൂ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഹദീസിൽ കാണാം, ആളുകൾ നബിതങ്ങളോട് ഭക്ഷണവും വസ്ത്രവും പൈസയും ചോദിക്കുന്ന കാലത്ത് ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വർഗം ചോദിച്ചു. ഞങ്ങൾ ചോദിച്ചു, എന്താ വേണ്ടത് റബീഅ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, റബീഅത്ത് ഇബ്നു കഅബ് അൽ അസ്ലമി അവന്റെ റസൂലിന്റെ ഖാദിമീങ്ങളിൽപ്പെട്ട ഒരു ഖാദിമാണ്. അവര് പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്നഹ്, നബിയെ സ്വർഗ്ഗത്തിൽ അങ്ങയുടെ കൂടെ കഴിയാനുള്ള ഭാഗ്യം എനിക്ക് വേണം നബിയെ. അസ്അലുക മുറാഫഖതക ഫിൽ ജന്നഹ്, നബിയുടെ കൂടെ സ്വർഗ്ഗത്തിൽ. ആസിയ ബീവി ചോദിച്ചത് എങ്ങനെയാണ്? സഅലത്തിൽ ജിവാറ ഖബല അൽ ബൈത്ത്, വീട് ചോദിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ സാന്നിധ്യം ചോദിച്ചു ആസിയ ബീവി. അള്ളാഹുവേ, എനിക്ക് അള്ളാഹുവേ, എനിക്ക് നിന്റെ അരികത്ത് ഒരു സ്വർഗത്തിലെ വീട് വേണം റബ്ബേ. നിന്റെ അരികത്ത്, നിന്റെ ചാരത്ത്. സുഹ്ബത്ത് വലിയൊരു വിഷയമാണ്. നമ്മുടെ അരികത്ത് നല്ല അയൽവാസികൾ ഉണ്ടാകുന്ന നന്മയാണ്. മരിച്ചു കിടക്കുമ്പോ തൊട്ടടുത്ത ഖബറിലെ ആള് സ്വാലിഹായ ഒരു മനുഷ്യനാവുന്നത് നന്മയാണ്. ഒരുപാട് ചരിത്രങ്ങളുണ്ട് കേട്ടോ. ചില ഖബറുകളെങ്കിലും എന്റെ മക്കളെ ഒന്ന് മാറ്റണമേ, എന്റെ ഖബറിന്റെ മക്കളെ വാപ്പാനെ തൊട്ടടുത്തേക്ക് ഒന്ന് മാറ്റിക്കിടത്തണം, എന്റെ തൊട്ടരികത്തുള്ള ആൾക്ക് കൊടുക്കുന്ന അദാബിന്റെ ഒച്ചപ്പാട് കൊണ്ട് എനിക്കിവിടെ വിശ്രമിക്കാൻ പറ്റുന്നില്ല എന്ന് സ്വപ്നദർശനമുണ്ടായി വാപ്പമാരുടെ ഖബറുകൾ മാറ്റിയത് അല്ലാമ ഇബ്നു അബി ദുനിയയുടെ കിതാബുകളിൽ വായിക്കാൻ കഴിയും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. ഇപ്പൊ അടുത്ത സമയങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ. നിങ്ങൾ കാണുന്നില്ലേ പല വാർത്തകളും, ഖബർ മാറ്റിക്കുത്താൻ വേണ്ടി സ്വപ്നദർശനങ്ങൾ ഉണ്ടാവും. എന്തേ? തൊട്ടടുത്ത അയൽവാസി മോശക്കാരനായിരിക്കും, അപ്പൊ നല്ല ഇടി കൊടുക്കണ്ടാവും അവിടെ. അപ്പൊ ഇപ്പുറത്തുള്ള ആൾക്ക് വിശ്രമിക്കാൻ പറ്റണില്ല, എന്നെ മാറ്റിക്കിടത്തു. ആയിഷ ബീവി ചോദിച്ചു, നബിയെ, ഖബറിൽ കിടക്കുമ്പോ ഒരു നല്ല മനുഷ്യൻ അരികത്തുണ്ടാവണം എന്നൊക്കെ പറഞ്ഞ അതിൽ വലിയ കാര്യമുണ്ടോ? ആയിഷ, ജീവിച്ചിരിക്കുമ്പോ നല്ലൊരു അയൽവാസിയെ കിട്ടുമ്പോ ഉപകാരമുണ്ടോ? ഉണ്ട്. എന്നാൽ ഖബറിലും അങ്ങനെയാണ്. ഖബറിൽ പോയി കിടക്കുമ്പോഴേ നല്ലൊരു മനുഷ്യന്റെ അടുത്ത്, ഒരു കള്ളുടിയുടെ അടുത്താണ് ഖബർ കിട്ടിയതെങ്കിൽ ബുദ്ധിമുട്ടാണ്. സ്വാലിഹായ ഒരു മനുഷ്യന്റെ അരികത്താണ് ഖബർ കിട്ടുന്നതെങ്കിൽ ഖിയാമത്ത് നാൾ വരെ കിടക്കേണ്ട വീടല്ലേ, ആ വീട് ഒരു നല്ല മനുഷ്യന്റെ അരികത്ത് കിട്ടുക, അതൊരു ഭാഗ്യമാണ്. അള്ളാഹിനോട് ചോദിച്ചോളൂ, പടച്ചവനോട് ചോദിക്കും, അല്ലാഹുവേ, നമ്മൾ അത്രയൊന്നും നന്മ ചെയ്ത ആളൊന്നും അല്ല റബ്ബേ, എന്നാലും സജ്ജനങ്ങളുടെ കൂടെ കൊണ്ടുപോയി കിടത്തിത്തരണേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കണം. സഅലത്തിൽ ജിവാറ ഖബല അൽ ബൈത്ത്, വീട് വേണം എന്ന് അള്ളാഹിനോട് ചോദിക്കുന്നതിന്റെ മുമ്പ് ആസിയ ബീവി ചോദിച്ചു, റബ്ബേ, നിന്റെ അരികത്ത്. യാ അല്ലാഹ്, വമറിയം ഇബ്നത ഇംറാൻ അല്ലതി ومريم ابنة بسم الله الرحمن الرحيم وضرب الله مثلا للذين آمنوا امرأة فرعون
إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലക്കാരാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹ. ഫറോവ ഉപദ്രവിച്ചപ്പോൾ അല്ലാഹുവേ, എന്റെ ഭർത്താവ് ഫറോവ കിങ്കരനായ ഭരണാധികാരി, അധികാരമുണ്ട്, സമ്പത്തുണ്ട്, സൈന്യമുണ്ട്, പട്ടാളമുണ്ട്. റബ്ബേ, വിശ്വാസികളെ അതിക്രൂരമായി ശിക്ഷിക്കുകയാണ്. അല്ലാഹുവേ, നീ രക്ഷിക്കണേ. നാളെ നിന്റെ അരികത്ത് എനിക്കൊരു വീട് തരണമേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച ഫറോവയുടെ ഭാര്യ സത്യവിശ്വാസികൾക്ക് മുഴുവനും ആണിനും പെണ്ണിനും ഉദാഹരണമാണ്. ആണിനും പെണ്ണിനും വിശ്വാസികൾക്ക് ഉദാഹരണമായി റബ്ബ് നിശ്ചയിച്ചതൊരു പെണ്ണിനെയാണ്. രണ്ട് പെണ്ണുങ്ങൾ, ഒന്ന് ആസിയ റളിയല്ലാഹു അൻഹ, മറ്റൊന്ന് മറിയം ബീവി. അഹ്സനത് ഫർജഹ, വ്യഭിചാരം ചെയ്തില്ല മറിയം ബീവി റളിയല്ലാഹു അൻഹ എന്ന് ഖുർആൻ ചെറുപ്പക്കാരിയായ മഹദിയെ സംബന്ധിച്ച് പറഞ്ഞു. ഒരു തെറ്റിലേക്കും പോയില്ല. ചാരിത്രശുദ്ധി ഉണ്ടായിരുന്ന മോളാണ് മറിയം, ഈസാ നബിയുടെ ഉമ്മയായ മറിയം റളിയല്ലാഹു അൻഹ. അവർ രണ്ടുപേരുമാണ്. നോക്കണം, മുഅ്മിനീങ്ങളുടെ ഉദാഹരണം അല്ലാഹു വെച്ചത് രണ്ട് പെണ്ണുങ്ങളെയാണ്. പിന്നെ അവിശ്വാസികൾക്ക് ഉദാഹരണം വെച്ചത് രണ്ട് പെണ്ണുങ്ങളാണ്. അതും രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാർ. പക്ഷെ അവർ മോശക്കാരായിരുന്നു. وضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. ലൂത്ത് അലൈഹിസ്സലാമിന്റെയും നൂഹ് അലൈഹിസ്സലാമിന്റെയും ഭാര്യമാർ, രണ്ടുപേരുടെയും പെണ്ണുങ്ങൾ, അവരാണ് അവിശ്വാസികൾക്കുള്ള ഉദാഹരണം. അല്ലാഹു നശിപ്പിച്ചു അവരെ. ഒന്നും അവർക്ക് രക്ഷ കിട്ടിയില്ല. നമ്മൾ ജോർഡാനിൽ നിന്ന് ഫലസ്തീനിലേക്ക് കയറി ചാവുകടലിനോട് ചാരി ഇങ്ങനെ താബയിലേക്ക് ഈജിപ്തിന്റെ ഭാഗത്തേക്ക് യാത്ര തുടങ്ങിയാൽ ഒരു ചെറിയ ബോർഡ് കാണും, സൗജത്തു ലൂത്ത്, ലൂത്തിന്റെ വൈഫ് ഓഫ് ലോട്ട്, LOT, ലൂത്ത് നബി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലൂത്ത് നബിയുടെ ഭാര്യ എന്ന് പറയുന്നത് ഒരു പാറക്കൽ, അത് ചെളി ശരിക്ക് ഭൂമി മറിച്ചിട്ട പോലെ അവിടെ കാണുകയും ചെയ്യും. ഭൂമി കീഴ്മേൽ മറിച്ചിട്ട പോലെ അവിടെ കാണുന്ന ഒരു, ആ ഭൂമിയുടെ പ്രത്യേകത കണ്ടാൽ മനസ്സിലാവും ഇത് അകത്തുള്ളത് പുറത്തേക്ക് വന്നതാണെന്ന്. ശരിയായ മലയല്ല, ചെളിയാണ്. അതിൽ ഒരു പെണ്ണിന്റെ രൂപം തോന്നിക്കുന്ന ഒരു പാറക്കല്ലുണ്ട്. അത് ലൂത്ത് നബിയുടെ ഭാര്യയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നൊന്നുമില്ല, കിതാബിലൊന്നും ഇല്ല അത്. പക്ഷെ അവിടെ ബോർഡ് എഴുതിയിട്ടുണ്ട്. ടൂറിസ്റ്റുകളൊക്കെ നിൽക്കും, നോക്കിയിട്ട് കാണും. കണ്ടാൽ ഇങ്ങനെ ഒരു പെണ്ണുങ്ങ നിൽക്കുന്ന പോലെ, മലയുടെ മുകളിൽ ഒരു പെണ്ണിന്റെ രൂപം പോലെ. ചരിത്രത്തിൽ അങ്ങനെയാണ്. ലൂത്ത് നബിയുടെ ഭാര്യ ശിക്ഷിക്കപ്പെട്ടവളാണ് എന്ന് ജൂതന്മാരും വിശ്വസിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികൾക്കും അറിയാം, നമ്മുടെ ഗ്രന്ഥങ്ങളിലുമുണ്ട്. അത് ആ പാറക്കല്ല് ഒരു പെണ്ണിനെ പോലെ ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ തോന്നും, ഒരു പെണ്ണുങ്ങ നിൽക്കണ പോലെ അങ്ങനെ തോന്നും എന്ന് വിചാരിച്ച അതാണ് എന്നൊന്നും നമുക്കറിയില്ലേ. പക്ഷെ അവിടെ ഒരു ബോർഡ് ഉണ്ട്, ഗവൺമെന്റിന്റെ ബോർഡ് റോഡ് സൈഡിൽ തന്നെ കാണും, സൗജത്തു ലൂത്ത്, ആരോമാർക്കും കാണും. അതാണ് സുബ്ഹാനല്ലാഹ്. അവർ താമസിച്ചത് ചാവുകടലിന്റെ അടുത്താണ്, ഡെഡ് സീയുടെ അടുത്താണ്. ചാവുകടൽ അതിന് മുമ്പുണ്ട് കേട്ടോ. നമ്മൾ പറയും ലൂത്ത് നബിയുടെ സമൂഹത്തെ നശിപ്പിച്ചപ്പോഴാ ചാവുകടൽ ഉണ്ടായത് എന്നൊക്കെ നമ്മൾ അറിയാതെ പറയേണ്ടത്. അങ്ങനെയൊന്നുമില്ല. ചാവുകടലിന്റെ ആയുസ് നൂറ്റാണ്ടുകളാണ്, ആയിരക്കണക്കിന് ദശലക്ഷക്കണക്കിന് കൊല്ലം പഴക്കമുള്ള സാധനമാണ് ചാവുകടല്. പക്ഷേ ആ ഖറിയ, അതിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഗ്രാമത്തെയാണ് അല്ലാഹു നശിപ്പിച്ചത്. അത് നമുക്ക് ഇന്ന് ആ പരിസരത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഏകദേശം ആ ഒരു ഏരിയ തന്നെ ചാവുകടലിന്റെ പരിസരം, അതായത് ജോർഡാനിന്റെ സൈഡിലുള്ള ഭാഗം. ഇപ്പുറത്തുണ്ട് സൗജത്ത് നൂഹ് എന്ന ലൂത്ത് നബിയുടെ ഭാര്യ എന്ന് പറയുന്ന ഒരു ശിലാ രൂപം ജോർഡാനിന്റെ സൈഡിലുണ്ട്. ചാവുകടലിന്റെ രണ്ട് സൈഡ്. ഈ ചാവുകടൽ എന്ന് പറഞ്ഞാൽ ശരിക്കും കുളമാണ്, ഒരു കുളമാണ് ശരിക്കും. ചാവു കടലല്ല, അതിങ്ങനെ കുളമാണ്. അത് വേറെ ഒരു കടലുമായിട്ട് ഇതിന് ബന്ധമല്ല. ഭൂമിയിലെ ഏറ്റവും സമുദ്രനിരപ്പിൽ നിന്ന് താഴെ കിടക്കുന്ന ഏകദേശം 300-ലേറെ മീറ്റർ, 400 മീറ്ററോളം സീ ലെവലിൽ നിന്ന് താഴെ കിടക്കുന്ന സ്ഥലത്താണ് ചാവുകടലുള്ളത്. അതിനാൽ
ഫി അദ്നൽ അർള് എന്ന് പറഞ്ഞ ഭൂമിയിലെ ഏറ്റവും താഴ്ചയുള്ള പ്രദേശം ഖുർആനിന്റെ ഒരു മുഅ്ജിസത്ത് കൂടിയാണ്. അത് ഗുലിബത്തിർ റൂം ഫി അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. ചാവുകടലിന്റെ അടുത്താണ് ആ യുദ്ധം നടന്നത്. അത് അദ്നൽ അർളാണ്, ദുനൂവ, ഏറ്റവും താഴ്ന്നു കിടക്കുന്ന സ്ഥലമാണ്. ഭൂമിയിൽ എത്രയും താഴ്ചയുള്ള വേറെ സ്ഥലം ലോകത്തില്ല. അതാണ് ചാവുകടൽ. ഏറ്റവും ഉപ്പുള്ളത്, അതിൽ ജീവനുള്ള ഒരു സാധനമില്ല. അതുകൊണ്ടാണ് ചാവുകടൽ ഡെഡ് സീ എന്ന് പറയാൻ കാരണം. ഒരു തവള പോലും ഇല്ല, ഒരു മീനോ, ഒരു സാധനം അതിലുണ്ടാവില്ല. അത്രയും ഉപ്പാണ്. അതുകൊണ്ടാണ് അതിൽ മുങ്ങിയ ആൾക്കാരൊക്കെ മേലോട്ട് പൊങ്ങി ഇങ്ങനെ വരും. ആരും നീന്തറിയാത്ത ആൾക്കാർക്കൊക്കെ മുങ്ങാൻ പറ്റുന്ന സ്ഥലമാണ് ചാവുകടൽ. ഇപ്പോഴും ആളുകളൊക്കെ നിന്നിട്ട് അവിടെ കിടന്നിട്ട് പുസ്തകമൊക്കെ വായിക്കും. വെള്ളത്തിൽ താവില്ല, എത്ര അടി പോയാലും മേലേക്ക് പൊങ്ങി വരും. അത്രയും അത്ഭുതമുള്ള ഒരു സൃഷ്ടിപ്പ് കൂടിയാണത്. അതിങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും ഓരോ മീറ്റർ വെള്ളം താന്നുകൊണ്ടിരിക്കുക. ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ ചാവുകടൽ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. 50 കൊല്ലം കഴിഞ്ഞാൽ ചാവുകടൽ വരണ്ട് ഒരു പാടം പോലെ കിടക്കും. അവിടേക്ക് വെള്ളം വരുന്നില്ല. പുറത്തേക്ക് വെള്ളം വരേണ്ടത് ഗലീലിയോ സീയിൽ നിന്നാണ്. സീ ഓഫ് ഗലീലി എന്ന് പറഞ്ഞ തൊബരി തടാകം. മസീഹുദ് ദജ്ജാലിന്റെ കാലത്ത് യജൂജ് മഅജൂജുകൾ കുടിച്ചു തീർക്കുമെന്ന് നബി തങ്ങൾ പറഞ്ഞ തൊബരി തടാകം, അതിനെന്ന് പറയുന്ന പേര് ഗലീലിയോ, സീ ഓഫ് ഗലീലി. അത് ഫലസ്തീനിലാണ്, ഇസ്രായേലിന്റെ കയ്യിലാണ്. അവിടുന്നാണ് വെള്ളം ചാവുകടലിലേക്ക് വരേണ്ടത്, ജോർദാൻ നദി വഴി. പക്ഷെ അത് അവർ ബ്ലോക്ക് ചെയ്തു. ഇപ്പൊ വെള്ളം കിട്ടൂല. അതുകൊണ്ട് മഴയില്ല, വെള്ളം വരുന്നില്ല. അപ്പൊ ഉള്ള വെള്ളം ഇങ്ങനെ ബാഷ്പീകരണം കൊണ്ട് അതിങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ വെള്ളം താഴ്ന്നുകൊണ്ടിരിക്കുന്നത് ചാവുകടലിന്റെ സൈഡിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. വെള്ളത്തിന്റെ അടയാളങ്ങൾ ഇങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മിനറൽസ്, ഒരുപാട് ലവണങ്ങൾ എന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനമാണ് ചാവുകടൽ. ഒരുപാട് ഉപ്പിന്റെ ഫാക്ടറികളുണ്ട്, ഫോസ്ഫറസിന്റെ ഒരുപാട് മിനറൽസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെയും നൂഹ് നബിയുടെ ഭാര്യ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ നാടെന്ന് പറയുന്നത് മെസപ്പൊട്ടേമിയയാണ്, ഇറാഖാണ്. ഇന്നത്തെ ഇറാഖിന്റെയും തുർക്കിയുടെ ഈസ്റ്റേൺ സൈഡും ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് പഴയകാലത്തെ മെസപ്പൊട്ടേമിയ. മെസപ്പൊട്ടേമിയയിലാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം വന്നത്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ വെള്ളപ്പൊക്കമുണ്ടായതും ആ ഭാഗങ്ങളിൽ നിന്നാണ് എന്ന് ചരിത്രത്തിൽ നിന്ന് കാണാൻ കഴിയും. ഏതായിരുന്നാലും 2 പ്രവാചകന്മാരുടെ ഭാര്യമാർ, നോക്കണം, നബിമാർ എത്ര മഹത്വമുള്ളവരാ. പക്ഷെ പെണ്ണുങ്ങൾ വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, അവർ ശത്രുക്കൾക്ക് സഹായം ചെയ്യുകയും ധർമ്മത്തെ, സത്യത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. തങ്ങളുടെ ഭർത്താക്കന്മാരായ പ്രവാചകന്മാർക്കെതിരെ പോലും. അവരെയാണ് അല്ലാഹു അവിശ്വാസികൾക്ക് ഉദാഹരണമായി വെച്ചത്. വദറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹ് വഇംറഅത ലൂത്ത് കാനതാ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹീൻ. എന്റെ സജ്ജനങ്ങളായ 2 മനുഷ്യന്മാരുടെ കീഴിൽ ജീവിച്ചവരാണവർ. അവരുടെ സ്വകാര്യം അറിഞ്ഞവരാണ്, അവരുടെ ജീവിതം പകുത്തവരാണ്, അവരുടെ ഭാര്യമാരാണ്, അവരുടെ കിടപ്പറ പങ്കിട്ടവരാണ്. പക്ഷേ ദഅവത്തുമായി അവർ രംഗപ്രവേശനം ചെയ്തപ്പോ അവരത് സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, അവരതിനെ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഫഖാനതാഹുമാ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈഅ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ശിക്ഷ വന്നപ്പോ ഒന്നുമേ അവരെ പ്രൊട്ടക്ട് ചെയ്യാനുണ്ടായില്ല. നാളെ നരകത്തിലേക്കെന്ന് അവരോട് പറയപ്പെടുകയും ചെയ്തു കഴിഞ്ഞു. യാ അല്ലാഹ്, വിശ്വാസികളുടെ ഉദാഹരണം പെണ്ണുങ്ങൾ തന്നെയാണ്, അവിശ്വാസികൾക്ക് ഉദാഹരണവും ഖുർആൻ പറഞ്ഞത് പെണ്ണുങ്ങളാണ്. മുഅ്മിനീങ്ങളുടെ ഉദാഹരണം ആസിയ ബീവിയാണ്, മഹദിയായ മറിയം അലൈഹിസ്സലാം, 2 പേരാണ്. അതിൽ ആസിയ ബീവി റബ്ബിനോട് ചോദിച്ചതാണ്, എനിക്ക് വീട് വേണം അല്ലാഹുവേ നിന്റെ അരികത്ത്. ചോദിച്ചത് നിന്റെ അരികത്തൊരു വീട് വേണം. വീട് വേണം നിന്റെ അരികത്ത് എന്നല്ല, നിന്റെ അരികത്ത് എന്ന് ആദ്യം പറഞ്ഞു. കൊട്ടാരവും ഫറോവയുടെ ഈ അധികാരവും ഇതൊന്നും എനിക്ക് വേണ്ട റബ്ബേ, എനിക്ക് വേണ്ട. ഫറോവ ചുട്ടുപഴുത്ത കുന്തം എന്ന് പറഞ്ഞ സാധന സ്പിയർ, അതിന്റെ അഗ്രഭാഗം ഇരുമ്പാണ്. അത് പഴുപ്പിച്ച് മഹദിയുടെ ദേഹത്ത് കുത്തുമായിരുന്നു. വേദന കൊണ്ട് പൊളയുമ്പോ മഹദി പറഞ്ഞ വാക്കാണത്. ഞാൻ മൂസാ നബി നബിയല്ലെന്നും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്നും പറഞ്ഞാൽ ആ ബീവിയെ കൊട്ടാരത്തിലേക്ക് ഫറോവ കൈപിടിച്ചു കൊണ്ടുപോകും. എല്ലാം ക്ലിയർ ആവും. പക്ഷേ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല വിശ്വാസത്തിൽ. അതിന്റെ പേരിൽ ആ മഹദി കൊല്ലപ്പെട്ടു, ഷഹീദായി മാറുകയാണ് ഉണ്ടായത്. ആ മഹദി ചോദിച്ചു, റബ്ബേ എനിക്കിതൊക്കെ നഷ്ടപ്പെട്ടാലും നാളെ നിന്നെ കാണണം, നിന്റെ അരികത്ത്. അതാണ് സ്നേഹം. അല്ലാഹുവിനെ കാണണമെന്ന ആഗ്രഹം. പടച്ച തമ്പുരാന്റെ അരികത്തേക്ക് എത്തണം. മഹാനായ റബീഅത്ത് ബിൻ കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചോളൂ, റബീഅ എന്താണ് വേണ്ടത്? അതിന് മഹാൻ കൊടുത്ത മറുപടി എന്താണ്?
അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ അങ്ങയുടെ കൂടെ, I need your companionship in Jannah, in paradise, സ്വർഗ്ഗത്തിൽ അങ്ങയുടെ കൂടെ എനിക്കിരിക്കണം, അങ്ങയുടെ സുഹ്ബത്ത് എനിക്ക് വേണം, അങ്ങയുടെ മുറാഫഖത്ത് എനിക്ക് വേണം, അങ്ങയുടെ കൂടെ മുജാലസ, അങ്ങയുടെ കൂടെ ഇരിക്കണം എനിക്ക്. അതിനെന്താണ് നബിയെ ഞാൻ ചെയ്യേണ്ടത്? തങ്ങൾ പറഞ്ഞു, ഞാനത് വാങ്ങിച്ചു തരാം, ചെറിയൊരു സഹായം ചെയ്യണം. ഫഅഇന്നി അലാ ദാലിക ബികഥറത്തി സുജൂദ്. റബീഅ, നിങ്ങൾ ഒരുപാട് സുന്നത്ത് നിസ്കരിക്കണേ, ഒരുപാട് സുജൂദിന്റെ എണ്ണം വർദ്ധിപ്പിക്കണം, സുജൂദിന്റെ എണ്ണം കൂട്ടണം. തറാവിയൊക്കെ വരുമ്പോൾ പല ചർച്ചയും വരും. 20 റക്അത്ത് വേഗം നിസ്കരിക്കലാണോ, 8 റക്അത്ത് കുറെ വൈകിപ്പിച്ച് നിസ്കരിക്കുന്നതിനേക്കാളും കുറെ നീട്ടി നിസ്കരിക്കുമ്പോ 8 അല്ലേ നല്ലത്, 20 തന്നെ എന്നൊക്കെ ചർച്ച വരും. സത്യത്തിൽ 20 തന്നെയാണ്. അതിൽ കഥറത്തു സുജൂദ് എന്നൊരു വിഷയം വരുന്നുണ്ട്. മറ്റേത് കഥറത്തുൽ ഖിറാഅ, ഒരുപാട് ഖുർആൻ ഓതുന്ന ഒരു അവസ്ഥ വരും. 20 ഒരുപാട് ഖുർആൻ ഓതി നിസ്കരിക്കുകയാണെങ്കിൽ മാഷാ അല്ലാഹ്. അതിന് പറ്റില്ലെങ്കിൽ തന്നെയും അത് കഥറത്തു സുജൂദ്, ഒരുപാട് സുജൂദിന്റെ എണ്ണം കൂടൂലേ? 20 റക്അത്ത് നിസ്കരിക്കുമ്പോൾ എത്ര സുജൂദ് കിട്ടി? 40 സുജൂദ് കിട്ടിയില്ലേ? 40 സുജൂദ്. ഓരോ സുജൂദും അല്ലാഹു നമ്മുടെ സ്ഥാനം ഉയർത്തുകയും നമ്മുടെ തെറ്റുകൾ അല്ലാഹു നീക്കിക്കളയുകയും ചെയ്യുമെന്നാണ്. അതുകൊണ്ട് സുജൂദിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് അത് എപ്പോഴും നല്ലതാണ്, അതെപ്പോഴും പുണ്യകരമാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, റബീഅ, നിങ്ങൾ എന്നെ സഹായിക്കണം, ഞാൻ നിങ്ങൾക്ക് സ്വർഗ്ഗലോകത്തിന്റെ കൂടെ ഇരിക്കാനുള്ള അവസരം വാങ്ങിച്ചു തരാം. നിങ്ങൾ സുജൂദ് ചെയ്തുകൊണ്ട്, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നോട് സഹകരിക്കണേ എന്ന് പറഞ്ഞു. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഞാൻ എന്റെ ശരീരത്തോടും എന്റെ നഫ്സിനോടും നിങ്ങളോടുമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണമേ. സുന്നത്ത് നിസ്കരിക്കുമ്പോഴേ അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയുള്ളൂ, അപ്പോഴേ അല്ലാഹുവിന്റെ സ്നേഹം നമുക്ക് കിട്ടുള്ളൂ. അല്ലാഹു നമുക്കതിനെ സഹായിക്കട്ടെ, അല്ലാഹു സഹായിക്കട്ടെ. ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിന്റെ ഭാഗമായിരുന്ന ആ ദമുശ് ശരീഫ്, അവിടുത്തെ ശ്രേഷ്ഠമായ രക്തം മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ദേഹത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. ലാ തമസ്സുകന്നാർ, അബ്ദുല്ലാഹ് ഇബ്നു സുബൈറെ, നിങ്ങളുടെ ശരീരം ഇനി നരകം തൊടുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരുമായി ബന്ധപ്പെട്ടത്, പുണ്യ നബിയുമായി ബന്ധപ്പെട്ടത്, അല്ലാഹുവിന്റെ ഔലിയാക്കളുമായി ബന്ധപ്പെട്ടത്, സ്വാലിഹീങ്ങളായ ആളുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആധാറുകൾ, അവരുടെ മഖാമുകൾ, അവരിരുന്ന സ്ഥലം, അവരെ ഇബാദത്ത് ചെയ്ത സ്ഥലം, അവരെ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന സ്ഥലം, ഇതൊക്കെ പുണ്യമാണ്, മഹത്വമുള്ളതാണ്. എന്തേ? ഇതൊക്കെ ഇബാദത്തിന്റെ അവസ്ഥകളാണ്. ഇബാദത്തുമായി റബ്ബുമായി ബന്ധിച്ച സ്ഥാനങ്ങളും സ്ഥലങ്ങളും സംഭവങ്ങളും ഒക്കെയാണ്. അത്തരം ഹദറത്തുകളിൽ ദുആക്ക് ഉത്തരമുണ്ടാകുന്നത് അതുകൊണ്ടാണ്. അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആളുകളുടെ അരികത്തിരിക്കുമ്പോൾ അല്ലാഹു നമ്മുടെ ദുആകൾക്ക് ഉത്തരം നൽകട്ടെ. ആമീൻ. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഈ ചെറുപ്പക്കാരനായ അസ്മാ ബീവിയുടെ മോനെ പറ്റി പറയുമ്പോൾ ചില രാത്രികളിൽ മഹാനവറുകൾ റുകൂഇൽ മാത്രമായി 2 റക്അത്ത്, അതിലേറ്റവും കൂടുതൽ അദ്ദേഹം നിന്നത് റുകൂഇൽ, ദീർഘമായ റുകൂഇ ചെയ്ത് രാത്രികൾ ചെലവഴിച്ച സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില രാത്രികൾ ദീർഘമായ സുജൂദുകളാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവരുടെ റളിയല്ലാഹു തആല അൻഹു നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഒരു തൂണ് പോലെ തോന്നുമായിരുന്നു. അനങ്ങാതെ, തല പോലും അനങ്ങാതെ, ശരീരം അനങ്ങാതെ ഒരു തൂണ് നിൽക്കുന്ന പോലെ നിൽക്കുമ്പോൾ ഹറമിലെ പ്രാക്കൾ വന്ന് മഹാന്റെ തലയിൽ വന്നിരിക്കുമായിരുന്നു. അതാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ഹറമിൽ ഷഹീദായ മഹാനാണ്, ഹറമിൽ കൊല്ലപ്പെടാറുണ്ടായത്. ഇൻഷാ അല്ലാഹ് അതിന്റെ അവസാന ഭാഗം സങ്കടപ്പെടുന്നതാണ്. അതുമാത്രമല്ല, കഅബാലയം ഏതെങ്കിലും ഒരു സ്വഹാബി നീന്തി തവാഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നീന്തി കഅബക്ക് തവാഫ് ചെയ്യാം. തവാഫ് ചെയ്യുന്നത് കഅബയുടെ അടുത്ത് എത്തുന്നവർക്ക് ഏറ്റവും വലിയ ഇബാദത്താണ്, അല്ലാഹുവിന്റെ സുന്നത്താണ്, അമ്പിയാക്കന്മാർ ചെയ്ത കാര്യമാണ്. ഉംറക്ക് പോകുമ്പോഴൊക്കെ തവാഫ് ചെയ്യൂലേ? ഇടത് ഭാഗത്താണ് കഅബ, നമ്മുടെ ഇടത് ഭാഗത്തെ കഅബ വരിക. കാരണം നമ്മുടെ ഖൽബ് കിടക്കുന്നത് ഇടത് ഭാഗത്താണ്. ഹൃദയം കഅബയോട് ചേർന്ന് കിടക്കുന്നു. ഒരു പ്രത്യേകതയുണ്ട് അതിന്.
നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോ നമ്മുടെ ഖിബില ഒരു ഭാഗത്തേക്കാണ്. നമ്മുടെ എല്ലാ പള്ളികളും എല്ലാ മസ്ജിദുകളും മുസല്ലകളും നമ്മുടെ വീട്ടിൽ നിസ്കരിക്കുകയാണെങ്കിലും ഒക്കെ വിശുദ്ധമായ മക്കയുടെ ഒരു വശത്തേക്ക് നമുക്ക് തിരിയാൻ പറ്റും. ഇന്ത്യ രാജ്യത്തിന് ഒരു ഖിബില ഉണ്ടാവും അല്ലെ, ഓരോ നാടിനും. അപ്പൊ പടിഞ്ഞാറായിട്ട് തിരിഞ്ഞ് നിസ്കരിക്കാന്ന് പറയും. എല്ലാ നാട്ടിലും പടിഞ്ഞാറല്ലല്ലോ. നിങ്ങൾ തുർക്കി പോയി, തുർക്കി ചെന്നാൽ അവിടുന്ന് ഖിബില കിട്ടുന്നത് പിന്നെ കിഴക്കാണ്. കിഴക്ക് തിരിഞ്ഞാലേ ഖിബില കിട്ടുള്ളൂ. പടിഞ്ഞാട്ട് തിരിയാത്ത മനുഷ്യനാണെന്നൊക്കെ പറയും നിസ്കരിക്കാത്ത ആളെ പറ്റി. അത് കേരളത്തിൽ നിൽക്കുമ്പോൾ പറയാൻ പറ്റുള്ളൂ. നാട് മാറി ചെന്നാൽ സ്ഥലങ്ങൾ മാറുന്നതനുസരിച്ച് ഡയറക്ഷൻ മാറുകയാണ്. സുബ്ഹാന ജല്ല ജലാലു. ഓരോ നാട്ടിൽ നിന്നും ഒരു ഭാഗത്തേക്ക് തിരിയാൻ കഴിയും. ചിലര് വീട്ടിൽ നിന്നൊക്കെ വെറുതെ ഒന്ന് കുറച്ച് വലത്തോട്ട് തെറ്റിക്കളി എന്ന് പറയും. കഅബ ക്ലിയർ ആണെങ്കിൽ, ഖിബില ക്ലിയർ ആണെങ്കിൽ തെറ്റേണ്ട ആവശ്യമില്ല. വെറുതെ വലത്തോട്ട് തിരിയൽ സുന്നത്താന്ന് ആരോ വിചാരിച്ചത്. കഅബ കൃത്യം മനസ്സിലാക്കാൻ കോമ്പാസുകളുണ്ട്, ഖിബില ഫൈൻഡർ ആപ്പുകളൊക്കെ ഉണ്ട്. വളരെ സൗകര്യമാണ്. ശരിക്കും കൃത്യമായിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ആപ്പ് കറക്റ്റ് ആണോ എന്ന് പള്ളിയിലൊക്കെ ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് അത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അനുമാനിക്കാം ഇത് ഏകദേശം സെമി ആക്യുറേറ്റ് എങ്കിലും ആയിരിക്കും ഈ ഖിബില ആപ്പുകളൊക്കെ. അല്ലെങ്കിൽ കോമ്പാസ് വെച്ച് നോക്കാം. ഒരു ഭാഗത്തിനെ കഅബയെ കിട്ടുള്ളൂ. പക്ഷേ കഅബയെ ഒരാൾ നേരിട്ട് കാണുമ്പോ കഅബയെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ചുറ്റാനുള്ള അവസരം നൽകുകയാണ് തവാഫ്. അങ്ങനെ പറയാറുണ്ട്. അതുകൊണ്ട് ആ തവാഫ് സുന്നത്താവാൻ കാരണം ഒരു ഭാഗത്തിനല്ലേ കഅബയെ കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾ നാട്ടിലായിരുന്നപ്പോ ഇനി കഅബയെ ഒന്ന് എൻകംപാസ്, കഅബയെ ഒന്നാകെ നിങ്ങൾ ഒന്ന് ചുറ്റിയെടുക്കുക. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച സുന്നത്താണത്. കഅബയെ തവാഫ് ചെയ്യുകയാണ്. അന്ന് മക്കയിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടായി. സ്വഹാബികളൊക്കെ പേടിച്ചു. നബി തങ്ങളുടെ വഫാത്തിന് ശേഷമാണ്. അന്ന് ആളുകൾ ഹറമിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന സമയമാണ്. വെള്ളപ്പൊക്കം വന്ന് എന്താകുമെന്നറിയില്ല. കഅബാലയത്തിന്റെ ചുമരുകൾ പൊളിഞ്ഞു വീഴുമോ എന്ന് പോലും പേടിച്ചു. ആ സമയത്തുണ്ടൊരു മഹാൻ അരമുണ്ട് ധരിച്ച് വെള്ളത്തിൽ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവാണ്. കഅബാലയത്തിന്റെ മതാഫ് മുഴുവൻ വെള്ളം നിറഞ്ഞ് കെട്ടി നിൽക്കുന്ന സമയത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്ന് പറയുന്ന സിദ്ദീഖ് തങ്ങളുടെ പേരക്കുട്ടി അസ്മാ ബീവിയുടെ മോന് ഹവാരി റസൂലുള്ളാഹി സുബൈർ ഇബ്നുൽ അവ്വാം എന്നവരുടെ മകൻ ആയിഷ ബീവിയുടെ സഹോദരൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നിവരെ കഅബാലയത്തിന്റെ ചുറ്റും നീന്തി തവാഫ് ചെയ്തിട്ടുണ്ട്. സ്വഹാബിമാർ അതിന് സാക്ഷികളാണ്. ചരിത്രം പറയും, ആരെങ്കിലും ഒരാൾ ليس لنا أحد طاف بالسيل سابحا إلا عبد الله بن الزبير رضي الله عنه. ചരിത്രം അങ്ങനെയാ രേഖപ്പെടുത്തുന്നത്. നീന്തി തവാഫ് ചെയ്ത ഒരാൾ നമ്മുടെ മുൻഗാമികളിൽ ഉണ്ടെങ്കിൽ അത് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ആണ്. അത്രയും ഇബാദത്തിന് കിട്ടിയ സൗഭാഗ്യം കിട്ടിയ മഹാന. പുണ്യനബി തങ്ങളല്ലേ മധുരം തൊട്ട് കൊടുത്തത്, തങ്ങളല്ലേ പേര് വിളിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഒരു കുഞ്ഞ് ജനിച്ചാൽ ഒരു നല്ല സ്വാലിഹായ മനുഷ്യനരികത്തേക്ക് കൊണ്ടുപോയി കൊടുക്കുക. അവര് പേര് വിളിക്കട്ടെ. 7-ാം നാളിൽ 7-ാമത്തെ ദിവസം അത് സുന്നത്താണ്. കുട്ടിയുടെ തല മുണ്ഡനം ചെയ്യുന്നതും ആ മുടിയുടെ തൂക്കം സ്വർണമോ വെള്ളിയോ ദാനം ചെയ്യുന്നതും കുട്ടിയുടെ പേര് വിളിക്കുന്നതും തഹ്നീക്ക് ചെയ്യുന്നത്, തഹ്നീക്ക് നമ്മൾ പ്രസവിച്ച ഉടനെ തന്നെ ചെയ്യും. പക്ഷെ കുട്ടിയുടെ തല മുണ്ഡനം ചെയ്യുന്നതും പേര് വിളിക്കുന്നതൊക്കെ 7-ാം നാളിന്റെ അന്ന് പ്രത്യേകമായ സുന്നത്താണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ 7-ന്റെ അനുബന്ധ ദിവസങ്ങൾ 14, 21 അങ്ങനെയാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും പുണ്യസമയങ്ങളാവാം. പക്ഷേ 7-ന്റെ അന്ന് അല്ലെങ്കിൽ കുട്ടി ജനിക്കുമ്പോ കുട്ടിക്ക് മധുരം കൊടുക്കുന്നത്, മധുരം എന്ന് പറയുന്നത് ആ മധുരത്തിന്റെ നീര് മാത്രമാണ്. അത് സ്വാലിഹായ ഒരു മനുഷ്യൻ ചവച്ച അവരുടെ ഉമിനീരുമായി കൂടിക്കലർന്ന ഒരൽപ്പം ആ മധുരത്തിന്റെ നീര് കുഞ്ഞിന്റെ തൊണ്ണിൽ വിരലുകൊണ്ട് തുടച്ചു കൊടുക്കുന്നതാണ് തഹ്നീക്ക് എന്ന് പറയുന്നത്. അത് പുണ്യനിബിധങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഒരുപാട് കുട്ടികളെ ഹബീബിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാറുണ്ട്. അങ്ങനെ ഹിജറ കഴിഞ്ഞ് ചെന്ന് മദീനയിലെത്തിയപ്പോ ആദ്യമായി ഹബീബിന്റെ മുമ്പിൽ വന്ന കുട്ടിയാണിത്, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ചില കുട്ടികളൊക്കെ നബിയുടെ മടിയിൽ മൂത്രമൊഴിക്കാറുണ്ട്. പക്ഷെ നബി തങ്ങൾ ഒരിക്കലും ആ കുട്ടികളെ എടുത്തു കൊടുക്കേ, മൂത്രമൊഴിച്ചു എന്ന് വിചാരിച്ച് ഒരു വിഷമം കാണിക്കേ, അല്ലെങ്കിൽ മാതാപിതാക്കളോട് എന്തെങ്കിലും ഒരു തുണിക്കഷ്ണമെങ്കിലും വെച്ചു കൊടുക്കണ്ടേ എന്ന് പറയേ, ചീത്ത പറയേ, ഒന്നും ചെയ്യില്ല. ഒരു കുട്ടി നബി തങ്ങളുടെ മടിയിൽ കിടന്ന് മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുഹാബിമാർ, നബിയെ ഞങ്ങൾ എടുത്തേക്കാം കുട്ടിയെ എന്ന് പറഞ്ഞു. ഒന്നും വേണ്ട, അവൻ മൂത്രമൊഴിച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് പുണ്യ നബി കുട്ടിയെ ഏൽപ്പിച്ചിട്ട് തങ്ങൾ പോയി ഡ്രസ്സ് കഴുകി വന്നു എന്ന് ഹദീസിൽ കാണാം. വലിയ ഇഷ്ടമായിരുന്നു കൊച്ചുമക്കളെ. കൊച്ചുകുട്ടികളെ കണ്ടാൽ നബി തങ്ങൾ എടുക്കും. എന്നിട്ട് ആ മക്കളുടെ തലയിൽ നബി തങ്ങൾ ഊതി കൊടുക്കും.
കൊടുക്കും. ഉഈദുക ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. എല്ലാ പിശാചിന്റെ ദുർമന്ത്രങ്ങളിൽ നിന്ന്, ദുർബോധനങ്ങളിൽ നിന്ന്, ദുഷിച്ച കണ്ണുകളിൽ നിന്നും അല്ലാഹു നിങ്ങൾക്ക് കാവൽ നൽകട്ടെ അവന്റെ കലിമത്തുകളുടെ ഹക്ക് കൊണ്ട് എന്ന് പുണ്യ നബി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. കൊച്ചുകുട്ടികളൊക്കെ കാണുമ്പോൾ നബി തങ്ങൾ തലയിൽ കൈവച്ചവർക്ക് ദുആ ചെയ്തു കൊടുക്കും. പിഞ്ചു മക്കളെ കാണുമ്പോൾ അവരെ കൈകളിലേക്ക് സ്വീകരിക്കും. അതിലൊന്നും നമ്മൾ വിഷമം വിചാരിക്കരുത്. ചിലപ്പോൾ ഡ്രസ്സ് അഴുക്കായി എന്നൊക്കെ വരും, അതൊന്നും സാരമില്ല. കൊച്ചുമക്കളല്ലേ, ചിലപ്പോൾ മൂത്രമൊഴിച്ചെന്ന് വരും, ചിലപ്പോൾ അവരുടെ ഡയപ്പറൊക്കെ ചെറിയ ലീക്കായി വരും, സാരമില്ല. കൊച്ചുമക്കളാണ്, അത് അതിന്റെ പേരിൽ ക്ഷമയോടുകൂടി അതിനെ ഉൾക്കൊള്ളണമെന്നാണ്. എന്നാലും ഒരു നീരസമോ മുഖത്തൊരു വെറുപ്പോ പുണ്യ നബി കാണിക്കാറില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമുക്ക് മാതൃകയാണ്. ചില ആൾക്കാർ പറയും ഒതുർത്ത ഞാൻ കുട്ടീനെ തൊടൂല, അല്ലെങ്കിൽ ഞാൻ ഡ്രസ്സ് മാറി ഇനി ഞാൻ കുട്ടീനെ തൊടില്ല. അപ്പൊ ചെറിയ മക്കളൊക്കെ കൊണ്ടുവരുമ്പോഴേ ആ മക്കളൊന്ന് തൊടണം, ഒന്ന് എടുക്കണം എന്നൊക്കെ ആ കുട്ടിയുടെ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും. ആ കുഞ്ഞിനെ ഒന്ന് കയ്യിൽ സ്വീകരിക്കുക, അവർക്ക് വേണ്ടി തലയിൽ കൈവച്ച് ദുആ ചെയ്തു കൊടുക്കുക. ഉഈദുക ബികലിമാത്തില്ലാഹി താമ്മ, പെൺകുട്ടിയാണെങ്കിൽ ഉഈദുകി ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. കണ്ണേറ് തട്ടാതിരിക്കാൻ, പിശാചിന്റെ ഉപദ്രവങ്ങൾ ഇല്ലാതിരിക്കാൻ ഉള്ള പ്രാർത്ഥനയാണത്. ഹബീബായ നബി പേര് വിളിക്കുകയും മധുരം നൽകുകയും ദുആ ചെയ്തു കൊടുക്കുകയും ചെയ്ത മോനാണ് അൻസ്വാരികൾക്ക്, മുഹാജിറുകൾക്ക് ഹിജ്റ കഴിഞ്ഞ് ആദ്യമായി കിട്ടിയ മോന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ആ കുട്ടി വലുതായി, 10 വയസ്സിന്റെ അടുത്ത് പ്രായമാണ്. മദീനയുടെ തെരുവുകളിൽ കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കളിന്റെ ഇടയിൽ ഒരു മഹാൻ കടന്നു വരുന്നു. ആരാണെന്നറിയുമോ? പിശാച് കണ്ടാൽ വഴിമാറിപ്പോകും എന്ന് നബി തങ്ങൾ പറഞ്ഞ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ ഭയങ്കര ഹൈറ്റ് വെയിറ്റ് ഉള്ള ആളായിരുന്നു. കണ്ടാൽ തന്നെ മൻ റആഹു ഹാബ, കണ്ടാൽ തന്നെ ഭയങ്കര പേടിയായി പോകും. അങ്ങനത്തെ ഒരു മഹാനായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. പിന്നെ കയ്യിലൊരു ചാട്ടവാർ, ഒരു വടിയൊക്കെ കാണും. അതും കണ്ട പിന്നെ എല്ലാവർക്കും പേടിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു വരുമ്പോഴേ കുട്ടികൾ റോഡിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ഈ ടാറിടുന്ന കാലത്തിന് മുമ്പൊക്കെ റോഡിൽ തന്നെയാണ് കുട്ടികളെ കളിച്ചിരുന്നത്. ക്രിക്കറ്റും ഫുട്ബോളൊക്കെ അല്ലെ, റോഡിലല്ലേ കളിച്ചിരുന്നത്. അന്ന് മണ്ണിന്റെ റോഡായിരുന്നു. ഇപ്പൊ പിന്നെ ടാറായി, ഇപ്പൊ വണ്ടികളൊക്കെ വരുന്ന, ഇപ്പൊ അതുകൊണ്ട് അതൊന്നും സുരക്ഷിതമല്ല, കുട്ടികൾ കളിക്കൂല, അത് വേറെ വിഷയം. മൊബൈലും ഐപാഡും പിടിച്ചിരിക്കുന്ന കാലാണ്. പക്ഷേ അന്ന് റോഡിൽ കളിക്കാൻ, അന്നങ്ങനെ മദീനയിൽ അവര് റോഡിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ എല്ലാ കുട്ടികളും ഓടി. ഈ ഒരു കുട്ടി മാത്രം ഓടിയില്ല. ആ മോനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവര്. അപ്പൊ ഉമർ തങ്ങൾക്ക് ഭയങ്കര കൗതുകമായി. എല്ലാരും പേടിച്ചോടി. നമ്മൾക്കുള്ള പഴയ കാലത്തെ ഉസ്താദുമാർ, നമ്മുടെ നാട്ടിലെ ഖാളിമാർ, അവർക്ക് റോഡിലൂടെ വരികയാണെങ്കിൽ മടക്കുത്ത് അഴിച്ചിട്ട് മിണ്ടാണ്ടിരിക്കും. ഉസ്താദ് പോകുന്നവരെ റോഡിലേക്ക് മാറി നിൽക്കും. ഇന്നങ്ങനെയൊന്നും കാണുന്നില്ല. അത്രയും ക്വാളിറ്റി ആൾക്കാരില്ലാത്തത് കൊണ്ടായിരിക്കോ, നമുക്ക് ഈമാൻ ഇല്ലാത്തത് കൊണ്ടാണോ, ഒന്നും അറിയില്ല. ഏതായിരുന്നാലും ആ ഒരു പഴയ കാലത്തെ ബഹുമാനം അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും കാണുന്നില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അതങ്ങനെയായിരുന്നു. ഉമർ തങ്ങളെ കണ്ടപ്പോഴേക്കും അവരോടി. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവര് മാത്രം ഓടിയില്ല. ഉമർ തങ്ങൾ ചോദിച്ചു, മാ വറാക ഇബ്നു സുബൈർ, ഇബ്നു സുബൈർ എന്താ നിന്റെ കൂടെ ഉള്ളത്, നീ എന്തേ ഓടാതിരുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ലിമലം തഫിറ മഅന്നാസ്, എന്തേ നീ ഓടാതിരുന്നത്, നീ എന്തേ ഇവിടെ നിന്നത് എന്ന് ചോദിച്ചു. അതിന് ആ കുട്ടി കൊടുത്ത മറുപടിയാണ് ശ്രദ്ധിക്കുന്നത്. അതാണ് നമ്മുടെ ചർച്ച. മഹാനബി പറഞ്ഞു, ലൈസത് തുരീഖു മുയ്യിഖൻ ഫവസ്സിഅ ലക. ഉമർ എന്നവരെ, ഈ റോഡ് ഇടുങ്ങിയ റോഡാണെങ്കിൽ നിങ്ങൾക്ക് പോകാൻ ഞാൻ മാറിത്തരണം. ഈ റോഡ് വിശാലമായ റോഡാണ്, നിങ്ങൾക്ക് പോകാൻ ഇവിടെ സ്ഥലമുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ഇവിടെ നിന്നാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും തെറ്റ് ചെയ്താലല്ലേ പേടിക്കേണ്ടതുള്ളൂ. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇവർ എന്തിനാ ഞാൻ പേടിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഓടിയില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ ഉമർ തങ്ങളോട് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആ കുഞ്ഞിന്റെ തലയിൽ ഉമ്മ വെച്ചുകൊണ്ട് ദുആ ചെയ്തു കൊടുത്തു. അല്ലാഹുവേ, ഈ കുട്ടിക്ക് നീ സർവ്വ അനുഗ്രഹവും കൊടുക്കണമേ, റഹ്മത്തിന് വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. ചെറിയ മക്കൾ ആ പ്രായത്തിൽ അത്രയും പക്വതയുള്ള മറുപടി പറയാൻ കഴിഞ്ഞോളുന്നില്ല. പേടിച്ചോടും. എന്തേ ഓടാന്, ഞാൻ ഓടിയില്ല, അത്രേ പറയൂ. ഇത് ശരിക്കും ലോജിക്കായിട്ട് സംസാരിക്കുന്നത്. വഴി ഇടുങ്ങിയതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരാൻ ഇവിടെ നിന്ന് മാറിത്തരണമായിരുന്നു. അതില്ല, വഴി വിശാലമാണല്ലോ ഉണർന്നവരെ. പിന്നെ തെറ്റ് ചെയ്ത ആളുകൾ നിങ്ങൾ കണ്ട പേടിച്ചോടും. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അതിന്റെ പേരിൽ ഞാൻ ഇവിടെ നിന്ന് ഓടിയില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. നമ്മുടെ മക്കളെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരങ്ങളെ, എന്റെ രക്ഷിതാക്കളെ, ജ്യേഷ്ഠാനുജന്മാരെ,
മക്കൾ എന്നതൊരു സ്പോഞ്ച് പോലെയാണെന്നാണ്. സ്പോഞ്ച് വെള്ളം അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കും. എന്താ പോലെ നമ്മൾ എന്താണോ പറയുന്നത്, നമ്മൾ എന്താണോ ചെയ്യുന്നത്, അതങ്ങനെ വലിച്ചെടുക്കുന്ന ഒരു പ്രായമാണ് കുട്ടികളുടെ 7 വയസ്സ് വരെയുള്ള കാലം. അത് ശരിക്കും അബ്സോർബ് ചെയ്യും. നമ്മൾ പോലും അറിയില്ല അവർ ബാക്കിൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവും. നമ്മൾ പറയുന്നത് അവർക്ക് തിരിച്ചു പറയാനറിയാത്ത കൊച്ചുപ്രായത്തിലാണെങ്കിൽ പോലും ആ വാക്കുകൾ അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അവര് പറയാ 2-3 വയസ്സൊക്കെ ആയിട്ടായിരിക്കും. പക്ഷെ ഈ കുട്ടിക്ക് എങ്ങനെ ഈ വാക്ക് കിട്ടി എന്ന് അത്ഭുതപ്പെടും. പക്ഷെ അത് കുട്ടി ചെറുപ്പത്തിൽ 1 വയസ്സുള്ളപ്പോ 1.5 വയസ്സുള്ളപ്പോ നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോ കേട്ടതാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ കേട്ടും കണ്ടും പഠിക്കുന്നവരാണ്. They may have failed to listen to you, but they have never failed to imitate you. മക്കളെ സംബന്ധിച്ച് പറയാറുള്ളത് അങ്ങനെയാണ്. നിങ്ങൾ പറഞ്ഞത് ഒരു പക്ഷെ അവരെ കേട്ടില്ല എന്ന് വരും. ഇവിടെ ഇരിക്കുന്ന പറഞ്ഞ് ഓടി കേൾക്കാം, കിടക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ അവർ കളിച്ചേക്കാം. നിങ്ങൾ ഇവിടെ വാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയേക്കാം, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നേക്കാം. അങ്ങനെയൊക്കെ അവർ ചെയ്തേക്കാം. ദാറ്റ്സ് നോർമൽ. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് അതുപോലെ അവരെ കണ്ടുപിടിക്കുന്നവരാണ്. നിങ്ങൾ പറയുന്നത് അവർ കേൾക്കാൻ ഒരുപക്ഷെ അവരെ കൊണ്ട് അനുസരിക്കാൻ പറ്റിയില്ലായിരിക്കാം. They may have failed to listen to you. നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് ഒരുപക്ഷെ അവർക്ക് കേൾക്കാൻ അനുസരിക്കാൻ പറ്റിയില്ലായിരിക്കാം. പക്ഷേ they have never failed to imitate you. നിങ്ങൾ അങ്ങനെ കോപ്പി അടിക്കാൻ അവർ മറന്നു പോവാറില്ല. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതാണ് മക്കൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ഒരിക്കലും അനാവശ്യമായ വാക്കുകൾ പറയപ്പെടരുത്. ചീത്ത വിളികൾ. നമ്മുടെ വീടിന്റെ ഉള്ളിൽ നിന്നാണ് സംസ്കാരങ്ങളൊക്കെ വരുന്നത്. ആ വീട്ടിൽ നിന്ന് കേൾക്കുന്നതാണ് കുട്ടി പുറത്തു വന്ന് സംസാരിക്കുക. ഒരു കുട്ടിയെ കണ്ടാൽ അറിയാം ആ വീട്ടിന്റെ അവസ്ഥ എന്താണെന്ന്. ഒരു കുട്ടിയുടെ നാവിലൂടെ വരുന്ന വാക്കുകൾ കണ്ടാൽ, കുട്ടിയുടെ അച്ചടക്കം കണ്ടാൽ മനസ്സിലാകും ആ വീട്ടിലെ ഉമ്മയും ഉപ്പയും ജ്യേഷ്ഠാനുജന്മാരും എങ്ങനെയാണ് അവിടെ ജീവിക്കുന്നത് എന്ന് കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മളായിട്ട് നശിപ്പിക്കരുത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എവരി ചൈൽഡ് ഈസ് ബോൺ ഓൺ എ പ്യൂർ ഇന്നേറ്റ് നേച്ചർ. വളരെ മനോഹരമായ ശുദ്ധ പ്രകൃതം, അതിനാണ് ഫിത്രത്ത് എന്ന് പറയാം. ആ ഫിത്രത്തിലാണ് മക്കളൊക്കെ ജനിക്കുന്നത്. ആ ഫിത്രത്തിനെ നമ്മളാണ് കരിവാരിത്തേക്കുന്നത്, നമ്മളാണ് ചെളിപിടിപ്പിക്കുന്നത്. മക്കൾ നല്ല ശുദ്ധമായിട്ട് ജനിക്കുന്ന മക്കളാണ്. അവര് ജന്മനാ മോശപ്പെട്ട വാക്കുകൾ പഠിച്ചുകൊണ്ടല്ല വരുന്നത്, ഭൂമിയിലേക്ക് വന്നതിന് ശേഷം കേട്ടുപഠിക്കുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, നമ്മുടെ മക്കൾ നമ്മളെ അനുകരിക്കുകയും അത് കോപ്പിയടിക്കുകയും ചെയ്യാൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നല്ലത് മാത്രമാവട്ടെ അവര് കേൾക്കുന്നത്. നല്ല വചനങ്ങളാണ് നമ്മൾ അവരോട് സംസാരിക്കുന്നത്. റെസ്പെക്ട്. നമ്മുടെ മക്കളോട് ബഹുമാനത്തിന്റെ വാക്കുകൾ മക്കളോട് ഉപയോഗിക്കണം. മക്കളോട് നമ്മൾ അടിമകളെ പോലെ പറയുന്ന പോലെ പറയരുത്. നമ്മൾ എന്താണോ പറയുന്നത് അതാണ് ഇങ്ങോട്ട് അവർ തിരിച്ചു തരാ സ്നേഹത്തോടെ. നമ്മുടെ മക്കൾ നമ്മളോട് എന്തെങ്കിലും സംസാരിക്കുമ്പോഴേ കേൾക്കാത്ത പോലെ നിൽക്കരുത്. ഉമ്മാർക്കൊക്കെ ജോലി തിരക്ക് കാണും, അവരെ അടുക്കളയിലായിരിക്കും, പണിയിലായിരിക്കും. അപ്പൊ കുട്ടികൾ ഇങ്ങനെ വെറുതെ ഉമ്മ 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 എന്ന് വിളിക്കുന്നുണ്ടാവും. പക്ഷെ ആദ്യത്തെ വിളിക്ക് തന്നെ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. ഞാൻ എന്റെ കൊച്ചുമക്കള് വിളിക്കുന്ന സമയത്ത് ഭാര്യയോട് പറയുന്ന അവള് വിളിക്കുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യ്, റെസ്പോൺസ് കൊടുക്കുക എന്ന് പറയാറുണ്ട്. എന്തേ? അത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവള് കുട്ടി 2 പ്രാവശ്യം വിളിക്കണം, 3 പ്രാവശ്യം വിളിക്കണം. ഇനി കുട്ടിയെ നമ്മൾ വിളിക്കുമ്പോൾ ഇതേപോലെ ആയിരിക്കും. കുട്ടി ഫസ്റ്റ് നമ്മൾ പറയുന്ന കോളിന് ആൻസർ തരില്ല. 2 വട്ടം വിളിക്കണം, 3 വട്ടം വിളിക്കണം. പിന്നെ കുട്ടി മിണ്ടാണ്ടിരിക്കും. അപ്പൊ പിന്നാലെ പോയിട്ട് കുട്ടിയെ പിടിക്കേണ്ടി വരും. അല്ലാതെ നമ്മൾ എന്താണോ അവർക്ക് കൊടുക്കുന്നത് അതാണ് തിരിച്ചു കിട്ടുന്നത്. അതുകൊണ്ട് അവരുടെ ചോദ്യങ്ങൾ, അവരുടെ ആകാംക്ഷഭരിതമായ ഇടപെടലുകൾ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുകയും പറ്റുന്ന രീതിയിൽ റെസ്പോൺസ് ചെയ്യണം. കേൾക്കാത്ത പോലെ നിൽക്കരുത്. ഉമ്മ എന്ന് വിളിച്ചാൽ അറിയാത്ത പോലെ നിൽക്കരുത്. എന്തേ മോനെ, എന്തേ മോളെ എന്നെങ്കിലും ഒരു മറുപടി കൊടുത്തിരിക്കണം. അപ്പോഴേ നിങ്ങൾ ഇനി കുറച്ചു കഴിഞ്ഞവരെ വിളിക്കുമ്പോ അവര് മറുപടി തരൂ. ചില ഉമ്മാരൊക്കെ വിളിച്ച് തോറ്റു, അവൻ മറുപടി തരില്ല, പരാതി പറയാറില്ലേ? എന്തുകൊണ്ടാണെന്നറിയോ? ആ കുട്ടി നിങ്ങൾ ഒരുപാട് വിളിച്ചു കാണും, നിങ്ങൾ മറുപടി കൊടുത്തു കാണില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരുടെ ആ ഒരു സംഭവത്തിൽ നമ്മൾ പഠിക്കേണ്ട വലിയൊരു കാര്യം അതാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു 27ാമത്തെ വയസ്സിൽ ആഫ്രിക്കയിലേക്ക് ഒരു ധർമ്മസമരത്തിന് പോകേണ്ട അവസ്ഥയിൽ മഹാനവറുകളാണ് സ്വഹാബിമാരെ മുഴുവനും പറഞ്ഞത്, ശത്രു സൈന്യത്തിന്റെ ഉള്ളിലേക്ക് ഞാൻ ചെല്ലുകയാണ്, ഞാൻ യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ആ ശത്രുക്കളിലേക്ക് ഒന്ന് എറിഞ്ഞു തരുമോ? ഞാൻ അങ്ങോട്ട് ചെന്ന്
നിങ്ങൾക്ക് വിജയം വാങ്ങിച്ചു തരാം. അങ്ങനെ ശത്രു സൈന്യത്തിന്റെ നേതാവിനെ വകവരുത്തി 27ാമത്തെ വയസ്സിൽ ആഫ്രിക്കയിലേക്ക് യാത്ര ചെയ്ത് തിരിച്ചു വന്ന ഒരു ധീര പോരാളി കൂടിയായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്ന ചരിത്രത്തിലുണ്ട്. അത് അദ്ദേഹത്തിന്റെ പുണ്യനബി തങ്ങൾ മഹാനവറുകളുടെ ശരീരത്തിന്റെ ഭാഗമായിരുന്ന ഹബീബായ പുണ്യനബിയുടെ ആ ഒരു വിശുദ്ധമായ അദ്ദമുൽ മുബാറക് ശരീരത്തിലേക്ക് എത്തിയതിൽ പിന്നെ അള്ളാഹു നൽകിയ ഗുണങ്ങളിൽ പെട്ട ചില ഗുണങ്ങളായിരുന്നു അത്. യാ അല്ലാഹ്, ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു സ്വഹാബികളുടെ മുൻനിരയിൽ നിൽക്കുന്ന സംഘത്തിന്റെ കൂടെയാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. ചരിത്രത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവർ മക്കയുടെ ഖലീഫയായിരുന്നു. ഖിലാഫത്തിന്റെ ചർച്ചകൾ നടക്കുന്ന കാലം അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവർ ഹറമിൽ നിന്നുകൊണ്ട് ഖിലാഫത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊക്കെ സങ്കടപ്പെടുന്ന ചരിത്ര ഭാഗങ്ങളാണ്. ഞാൻ അതിലേക്ക് ആഴത്തിലേക്ക് പോകുന്നില്ല. മഹാനവറുകൾ ഖലീഫയായി, പക്ഷെ അല്ലാഹുവാണ് അധികാരം നൽകുന്നത്. ആ അധികാരം ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഷാമിലെ ബനൂ ഉമയ്യ ഭരണാധികാരികൾക്ക് അത് പിടിച്ചില്ല. അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിന്റെ ഭരണം, മഹാനവറുടെ ഖിലാഫത്ത്, അതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി വന്നത്, മക്കയിലേക്ക് മാർച്ച് ചെയ്തു വന്നത്, അതും ഒരു ഹജ്ജിന്റെ സമയം, ഏറ്റവും വലിയ പൊക്കിരിയായിരുന്ന ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി. അദ്ദേഹം മുസ്ലിമാണ്, പക്ഷേ ഭയങ്കരമായ അക്രമിയായിരുന്നു. قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ സൈന്യം മക്കയിലേക്ക് വരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവരോട് നബി തങ്ങൾ എന്ന് പറഞ്ഞില്ലേ, ആ വിശുദ്ധമായ രക്തം അകത്തേക്ക് പോയയോടെ നബി തങ്ങൾ പറഞ്ഞ വാക്കെന്താണ്? അബ്ദുല്ലാഹ് ഇബ്നു സുബൈറെ, ജനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ചില വെല്ലുവിളികൾ ഏൽക്കേണ്ടി വരും. നിങ്ങളിൽ നിന്ന് അവർക്കും വെല്ലുവിളി ഏൽക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ശരീരം നരകം തൊടുകയില്ല. വൈലുൽ ലിന്നാസി മിൻക വവൈലുൽ ലക മിനന്നാസി ലാ തമസ്സുകന്നാർ. ദാ നബി തങ്ങൾ പറഞ്ഞത്. ആ വാക്കുകൾ പുലരുകയാണ്. ജനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ചിലത് കേൾക്കേണ്ടി വരും. വിശുദ്ധമായ കഅബാലയത്തിന്റെ മുന്നിൽ വെച്ച് അറുകുല ചെയ്യപ്പെട്ട മഹാനാണ്, ഷഹീദായ സ്വഹാബിയാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ഭയങ്കര സങ്കടമുള്ളൊരു സംഭവമായിരുന്നു അത്. മക്കയുടെ ഖലീഫയായിരുന്നു, പക്ഷേ ആ ഖിലാഫത്ത് പിടിച്ചു വാങ്ങാൻ അമവി ഭരണാധികാരികൾ വിട്ടത് ഹജ്ജാജ് ഇബ്നു യൂസുഫിനെയാണ്. അദ്ദേഹം മക്കയിലേക്ക് കടന്നു വരുമ്പോ കഅബാലയത്തിന്റെ കില്ല പിടിച്ച് മഹാനവറുകൾ അഭയം ചോദിച്ചിട്ടുണ്ട്, അഭയം കൊടുത്തില്ല. കൂടെയുള്ള ആളുകളോട് നിങ്ങൾ എന്റെ കൂടെ നിന്ന് പോരാടുമോ? അള്ളാഹുവിന്റെ ശത്രുവിനെ, ഈ മനുഷ്യനെ ഞാൻ തുരത്തിയോടിക്കാൻ നിങ്ങൾ എന്റെ കൂടെ നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോ കൂടെയുള്ള ആളുകൾ അതിനെ വിസമ്മതിക്കുകയാണ് ഉണ്ടായത്. പ്രിയപ്പെട്ട ഉമ്മയുണ്ട്, അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ. അസ്മാ ബീവിയുടെ അരികത്തേക്ക് ചെല്ലുന്നു. അപ്പോഴേക്കും അസ്മാ ബീവിക്ക് 90 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. 90 വയസ്സ് കഴിഞ്ഞു. യാ അല്ലാഹ്. മഹദ് റളിയല്ലാഹു അൻഹ ഈ സുബൈർ എന്നവരും 60 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഒരുപാട് പ്രായമായിട്ടുണ്ട്. ഉമ്മ, എന്നെ ഹജ്ജാജ് ഇബ്നു യൂസുഫ് കൊല്ലാൻ വരുന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മോനെ, നിന്റെ ലക്ഷ്യം അല്ലാഹു ആണെങ്കിൽ, പടച്ചതമ്പുരാന്റെ തൃപ്തിയാണെങ്കിൽ നീ എന്തിനു ഭയപ്പെടണം? അതല്ല മോനെ, ദുനിയാവിന്റെ എച്ചിലാണ്, അധികാരമാണ്, സമ്പത്താണ് നിന്റെ ലക്ഷ്യമെങ്കിൽ നീ എന്തൊരു മോശക്കാരനാണ്. ഇല്ല ഉമ്മ, എനിക്ക് അള്ളാഹുവിന്റെ തൃപ്തി മതി. മോനെ, അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിക്കണേ, പടച്ചവനെ കൈവടിയരുത്. നിന്റെ മനസ്സിലെ ലക്ഷ്യം സത്യസന്ധമാവണം. എന്നാൽ നിനക്ക് അള്ളാഹു രക്തസാക്ഷിത്വം ഇവിടെ നൽകും. അപ്പൊ പറഞ്ഞു, ഉമ്മ, എനിക്ക് രക്തസാക്ഷിത്വം വേണമെന്നുണ്ട്, പക്ഷേ ഞാൻ മരിച്ചാൽ അവരെന്റെ ശരീരം കഷ്ണം കഷ്ണമാക്കും, ഇതെനിക്ക് പേടിയാവുന്നു. അപ്പോ അസ്മാ ബീവി കൊടുത്തൊരു മറുപടി ഉണ്ട്. മോനെ, ഒരാടിനെ അറുത്തു കഴിഞ്ഞാൽ ആ ആടിന്റെ തോല് അഴിക്കുമ്പോൾ ആടിന് കുഴപ്പമൊന്നും വരാറില്ല. എന്ന പോലെ നീ ഷഹീദാവുകയാണെങ്കിൽ പിന്നെ നിന്നെ എന്ത് ചെയ്താലും നീ എന്തിനു പേടിക്കണം?
ഉമ്മ തലയിൽ കൈവച്ചു ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നിങ്ങൾ എനിക്ക് പൊരുത്തം തരൂ. പറഞ്ഞു, മോനെ അബ്ദുല്ലാ, നീ ഉമ്മയോട് നന്മ ചെയ്ത മോനാണ്, നിന്റെ വാപ്പയോട് നന്മ ചെയ്ത മോനാണ്, നീ സത്യസന്ധനായ മോനാണ്, ഇതിന് ഞാൻ സാക്ഷിയാണ്. മോനെ, ആണത്തത്തോടുകൂടെ നീ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഹറമിലല്ലേ, അധികാരത്തിന്റെ ഒരു പ്രശ്നമല്ലാതെ മറ്റൊന്നും നീയും ഹജ്ജാജ് ഇബ്നു യൂസഫും തമ്മിലില്ല. അയാൾ അധികാര കൊതിയനാണ്. അതുകൊണ്ട് മോനെ, ഈ വിശുദ്ധമായ ഹറമിൽ അള്ളാഹു നിനക്ക് രക്തസാക്ഷിത്വം നൽകുകയാണെങ്കിൽ അത് സ്വീകരിക്കാൻ നിനക്ക് എന്താണ് ഇത്ര പ്രയാസം? അങ്ങനെ കഫൻ പുട ധരിച്ചുകൊണ്ട് ഉമ്മയുടെ മുമ്പിൽ നിന്ന് ഇറങ്ങി വരുന്നു അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവരെ. കഫൻ പുട ധരിച്ചു, ശരീരം മുഴുവൻ ചുറ്റി, വസ്ത്രം മുഴുവൻ ചുറ്റി, ഹനൂത്ത് സുഗന്ധം പുരട്ടി, ജനാസ കൊണ്ടുപോകുന്നതിന് മുമ്പ് ചെയ്യുന്ന പോലെ സുഗന്ധം പുരട്ടി. എന്നിട്ട് വാളെടുത്ത് വിശുദ്ധമായ കഅബാലയത്തിന്റെ മുമ്പിൽ വന്നു വന്ന മക്കയുടെ അധികാരിയാണ് മഹാനവറുകൾ. ആ അധികാരം പിടിച്ചടക്കാനാണ് ഹജ്ജാജ് ഇബ്നു യൂസഫ് വരുന്നത്. കഅബാലയത്തിന്റെ കില്ല് പിടിച്ച പ്രാർത്ഥനയിലായിരുന്നു. ആ സമയത്താണ് മഹാനെ അവർ നിഷ്ഠൂരമായി കൊല ചെയ്തു കളഞ്ഞത്, ഷഹീദായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉമ്മ പറയുമായിരുന്നു, മോനെ, സ്വർഗത്തിൽ വെച്ച് നിന്നെ എനിക്ക് കാണാൻ കഴിയണം. ഉമ്മാക്ക് അസ്മാ ബീവിക്ക് എപ്പോഴേക്കും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. ഹജ്ജാജ് ഇബ്നു യൂസഫ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവരെ കൊല ചെയ്തു എന്ന് മാത്രമല്ല, മക്കയിൽ ഒരു കുരിശ് പോലെ രണ്ട് പലക കെട്ടിയിട്ട് ക്രോസാക്കി വെച്ചിട്ട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവരെ കയറുകൊണ്ട് കെട്ടിത്തൂക്കി മരിച്ചു കിടക്കുന്ന മനുഷ്യനെ. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. എന്ത് ചെയ്യും? ചരിത്രത്തിന്റെ ഏറ്റവും സങ്കടകരമായ വശങ്ങളാണത്. ആളുകൾ മുഴുവനും കാണുന്നവരിങ്ങനെ നോക്കി സങ്കടത്തോടെ പറഞ്ഞു പോകും, എത്രയധികം നിസ്കരിച്ചിരുന്ന മഹാൻ, എത്രയധികം നോമ്പെടുത്തിരുന്ന മഹാൻ, അല്ലാഹുവിന്റെ റസൂൽ നരകം തൊടില്ല എന്ന് പറഞ്ഞ ശരീരമല്ലയോ ഇത്? തലതാഴ്ത്തി ഇങ്ങനെ ആ കുരിശിൽ തറച്ച പോലെ, സ്വലീബ് തന്നെ പറയുന്നത്, കുരിശിൽ തറച്ച പോലെ മഹാന്റെ കൈകാലുകൾ കെട്ടിവെച്ച് ജീവനില്ലാത്ത ആ ശരീരം കഴുത്ത് താഴ്ത്തി കിടക്കുമ്പോ ഒരു റുകൂഇലോ സുജൂദിലോ കിടക്കുന്ന പോലെ 3 ദിവസം മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവരുടെ ഉമ്മ അസ്മാ ബീവിയോട് ആരൊക്കെയോ ചെന്ന് പറഞ്ഞു, ഉമ്മ, നിങ്ങളുടെ മോൻ അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനെ മറവ് പോലും ചെയ്യാതെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിരിക്കുകയാണ് മക്കയിൽ. എന്നെ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞു. എന്നെ കൊണ്ടുപോകൂ. പക്ഷെ ആ ഉമ്മാക്ക് നോക്കിയാ കാണൂല. എന്നിട്ട് പറഞ്ഞു, എന്റെ മോൻ അബ്ദുള്ളയുടെ മുമ്പിലേക്ക് എത്തിയാൽ എനിക്ക് പറഞ്ഞു തരണം, ഞാൻ അവിടെ ഇരുന്നിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്നിട്ട് മഹദിയായ അസ്മാ ബീവി 90 വയസ്സ് കഴിഞ്ഞ ഉമ്മ, കണ്ടു കാണാതെ അന്ധത തിമിരം ബാധിച്ചിരുന്നു. മഹദി റളിയല്ലാഹു അൻഹാ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്ന മകന്റെ അരികത്ത് വന്നിരുന്നു. മേലെ തൊട്ടു മുമ്പിൽ മഹാൻ കെട്ടിത്തൂങ്ങി കിടക്കുകയാണ് അവിടെ ശത്രുക്കൾ ചെയ്തത്. അവിടെ നിന്നിട്ട് പറഞ്ഞു, മോനെ അബ്ദുല്ലാഹ്, കുൻത ബാറൻ ബി ഉമ്മിക്, മോനെ, നീ നിന്റെ ഉമ്മയോട് ഒരുപാട് നന്മ ചെയ്ത മോനാണ്, നീ ഒരിക്കലും എന്നെ വേദനിപ്പിച്ചിട്ടില്ല മോനെ. അതൊരു ഉമ്മ നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. നമ്മളെ മക്കളായവരോട് മാതാപിതാക്കൾ, നിങ്ങൾ ഞങ്ങൾക്ക് ഉപകാരം ചെയ്ത മക്കളാണ്, മക്കളെ നിങ്ങൾ ഉമ്മയെ ഉപ്പയെ നിങ്ങളെ കഴിയുന്ന പോലെ നോക്കിയിട്ടുണ്ട് എന്നൊരു വാക്ക് ഉമ്മയുടെ ഉപ്പയുടെ വായിൽ നിന്ന് കേൾക്കാൻ മക്കൾ കൊതിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അത് ഏറ്റവും വലിയ അംഗീകാരമാണ്, ഉമ്മ നൽകുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്. മോനെ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ, സുബൈറിന്റെ മകനെ, എന്റെ ഭർത്താവ് സുബൈർ ഇബ്നുൽ അവ്വാം എന്നിൽ നിന്ന് ജനിച്ച മോനെ അബ്ദുല്ലാഹ്, കുൻത ബാറൻ ബി ഉമ്മിക്, നിന്റെ ഉമ്മയോട് വാപ്പയോടും, വാപ്പ നേരത്തെ വഫാത്തായി, ഒരുപാട് നന്മ ചെയ്തിരുന്ന ആളാണ്. കവർ നൽകുന്നുണ്ടേ നാളത്തെ പരിപാടിക്ക് വേണ്ടി. കൊടുത്തില്ലേ? അല്ലാഹ് കൊടുത്തു. ഇൻഷാ അല്ലാഹ് ഒരു എൻവലപ്പ് നൽകുന്നുണ്ടേ, നാളത്തെ പരിപാടി കേൾക്കണം, അതിനാണ് ആഗ്രഹം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവരുടെ ജനാസയുടെ മുമ്പിൽ 3 ദിവസമായി മറവ് ചെയ്യാതെ കിടക്കുന്ന ആ ഒരു ശരീരം മഹദിയായ അസ്മാ ബീവി പറഞ്ഞു, മോനെ,
നീ ധീരനായിട്ടാണ് മോനെ മരിച്ചത്, നീ അധികാരത്തിന് വേണ്ടിയല്ല മരിച്ചത്, നീ ഷഹീദാണ്, നിന്റെ ശരീരം നരകം തൊടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് മോനെ, നിന്റെ കൊലപാതകികളായ ആളുകൾ ആരോ അവർക്ക് അല്ലാഹു തക്കതായ ശിക്ഷ നൽകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. മോനെ, നിന്നെ ഞാൻ സ്വർഗത്തിൽ വെച്ച് കാണാൻ ആഗ്രഹിക്കുകയാണ് മോനെ, മഅസ്സലാം, നിന്നെ സ്വർഗത്തിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞ് യാത്ര പിരിയുകയാണ്. എന്നിട്ടാണ് അതും കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് മഹാനെ താഴെ ഇറക്കിയിട്ട് മറവ് ചെയ്യുന്നത് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ഇത്രമേൽ വലിയൊരു പരീക്ഷണം നിബിധങ്ങളാണെന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നിബിധങ്ങളുടെ ദീർഘദർശനം നോക്കണേ. അബ്ദുല്ലാഹി ഇബ്നു സുബൈറെ, നിങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് ചില വെല്ലുവിളികൾ വരാനുണ്ട്, നിങ്ങൾ ജനങ്ങൾക്ക് ചില വെല്ലുവിളികൾ ഉയർത്തുകയും ചെയ്യും. അദ്ദേഹം ഉയർത്തിയ വെല്ലുവിളി ബനൂ ഉമയ്യ ഭരണാധികാരികൾക്ക് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവവും പ്രൗഢിയും തറവാടും കൊണ്ട് ഉയർത്തിയ വെല്ലുവിളിയാണ്, വേറൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹം ഖലീഫയായത് ഇഷ്ടപ്പെടാത്തതിന്റെ പേരിൽ അദ്ദേഹത്തെ ഈ രീതിയിൽ നിഷ്കരുണം വധിച്ചു കളഞ്ഞ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ സൈന്യം. പുണ്യനബി ഞങ്ങളത് പറയുകയാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കും അബ്ദുള്ള, പക്ഷേ നിങ്ങളുടെ ശരീരം നരകം തൊടുകയില്ല. പോരെ, ലാ തമസ്സുകന്നാർ. ഉലുവൻ ഫിൽ ഹയാതി വഫിൽ മമാതി ബിഹഖിൻ അൻത ഇഹ്ദൽ മുഅ്ജിസാതി كأنك واقف فيهم خطيبا وهم وقفوا قياما للصلاة مددت يديك نحوهم احتفاء كمدهم إليك بالهبات. ജനങ്ങൾക്കും സമൂഹത്തിനും നന്മ മാത്രം നൽകുകയും എന്നാൽ അല്ലാഹു ഷഹാദത്ത് കൊണ്ട് ആദരിക്കുകയും ചെയ്ത അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ ഹിജ്റ കഴിഞ്ഞു വളർന്നു വന്ന സഹാബിയായ കൊച്ചുമോനായി വളർന്ന അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു അനശ്വരമായ അടയാളപ്പെടുത്തലുകൾ, തിരുശേഷിപ്പുകൾ നമ്മുടെ മുമ്പിൽ ഇട്ടേച്ചുകൊണ്ടാണ് പോകുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്റെ മോൻ എന്ന് പറയുമായിരുന്നു. മഹാനെ, എന്റെ മോനാണത്. ആയിഷ ബീവി അറിയപ്പെടുന്നത് ഉമ്മ അബ്ദുല്ല എന്നാണ്, അബ്ദുള്ളന്റെ ഉമ്മ. അബ്ദുള്ള മഹദിയായ ആയിഷ ബീവിക്ക് മക്കളുണ്ടോ? ഇല്ല, മക്കളുണ്ടായിട്ടില്ല. പക്ഷെ മക്കളുള്ള ആൾക്കാണല്ലോ ഉമ്മ അല്ലെങ്കിൽ അബു എന്ന് ചേർത്ത് വിളിക്കുക. ഉമ്മ അബ്ദുല്ല എന്ന ആയിഷ ബീവി അറിയപ്പെടും, അബ്ദുള്ളാന്റെ ഉമ്മ. അത് ഏത് അബ്ദുള്ളയാണ്? ജ്യേഷ്ഠത്തെ അസ്മാ ബീവിന്റെ ഈ മോൻ അബ്ദുള്ളയെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് വല്ലാത്ത സ്നേഹമായിരുന്നു അബ്ദുള്ള തങ്ങൾക്ക്. പക്ഷെ ബീവി ഇടക്കുന്ന തെറ്റിയിരുന്നു. ഒന്നുമല്ല, ആയിഷ റളിയല്ലാഹു അൻഹ വല്ലാതെ ദാനം ചെയ്തിരുന്ന മഹദിയാണ്. കിട്ടുന്നത് മുഴുവൻ ദാനം ചെയ്യും. 80,000 ദിർഹം ഒരു ദിവസം രാവിലെ വന്നിട്ട് വൈകുന്നേരമായപ്പോഴേക്കും എല്ലാം കൊടുത്തു കഴിഞ്ഞു പാവപ്പെട്ടവർക്ക്. ഒരു ദിർഹം എടുത്തു വെച്ചില്ല. ആയിഷ ബീവിക്ക് അന്ന് നോമ്പാണ്. നോമ്പ് തുറക്കാൻ ഒരു മാംസ കഷ്ണം വാങ്ങിക്കാൻ നിങ്ങൾ എന്തേ പറയാതിരുന്ന എനിക്ക് ഓർമ്മ ഉണ്ടായില്ല എന്ന് പറഞ്ഞു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അതാണ് ആയിഷ ബീവി. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു വീട് ഉണ്ടായിരുന്ന മഹദിയുടെ പേരിൽ ആ വീട് വിറ്റ് ആ കാശ് മുഴുവൻ അന്ന് തന്നെ പാവപ്പെട്ടവർക്ക് കൊടുത്തു തീർത്തു. ഇത് കണ്ടപ്പോ അബ്ദുള്ളവർക്ക് ദേഷ്യം വന്നു. ജ്യേഷ്ഠത്തിന്റെ മകൻ ഈ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ അവര് പറഞ്ഞു, ആയിഷ ബീവിയെ ഹജ്ർ ചെയ്യും എന്ന് പറഞ്ഞ് ആയിഷ ബീവി ഇനി എന്ത് ഇടപാട് നടത്തിയാലും അത് സ്വീകരിക്കില്ല. ഞാൻ അറിയാതെ ആയിഷ ബീവിയെ ഇനി ഒരു ഇടപാടിലും ആരും വിളിക്കരുത്. ആയിഷ ബീവി തന്നാൽ ആരും വാങ്ങിക്കും ചെയ്യരുത്. കാരണം സമ്പത്ത് ഇങ്ങനെ ആയിഷ ബീവി കൊടുത്തു തീർത്താൽ എന്തെങ്കിലും ബാക്കി വെക്കണ്ടേ എന്ന് പറഞ്ഞു. അത് ആയിഷ ബീവിക്ക് ഭയങ്കര വേദനയായി. എന്റെ കൈ പിടിക്കുന്നു, ഞാൻ ചെലവഴിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയല്ലേ. സംഭവം ശരി തന്നെയാണ്. ഗുണകാംക്ഷ കൊണ്ടാണ് ഈ അബ്ദുള്ള എന്നവർ പറഞ്ഞത്. ഒരു വീട് വിറ്റിട്ട് ആ പൈസ മുഴുവൻ അന്നക്കന്ന് മുഴുവൻ ആളുകൾക്കും സദഖ ചെയ്തു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അപ്പൊ പറഞ്ഞ വാക്കാണ്, ഇങ്ങനെ പോയാൽ ആയിഷ ബീവി ഒരു കാര്യവും സാമ്പത്തിക ഇടപാട് ചെയ്താൽ ശരിയാവില്ല എന്ന് ഞാൻ പറയാൻ പോവാണ്. ആയിഷ ബീവി ആര് കൊടുത്താലും ആയിഷ ബീവിക്ക് കൊടുക്കുന്നതോ ബീവി കൊടുക്കുന്നതോ ഇടപാടുകൾ ശരിയാവില്ല, അത് ഞാൻ മുഖേന ആവണം എന്ന നിർബന്ധം വെച്ചു മഹാനവറുകൾ. ആയിഷ ബീവി അങ്ങ് തെറ്റി.
എന്നെ നിയന്ത്രിക്കുകയോ അബ്ദുള്ള എന്ന് പറഞ്ഞിട്ട് മിണ്ടിയില്ല. അത് ദീർഘമായ മറ്റൊരു ചരിത്രമാണ്. അങ്ങനെ അവസാനം ബീവി റളിയല്ലാഹുവിനെ തെറ്റൊക്കെ മാറി അബ്ദുള്ള റളിയല്ലാഹു അൻഹു രണ്ട് മഹാന്മാരായ റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മയുടെ ബന്ധുക്കളായ രണ്ട് സ്വഹാബിമാരെയും കൂട്ടിച്ചെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് സർപ്രൈസ് ആയിട്ട് കയറി ചെന്ന് ബീവിയെ കൊണ്ട് സമ്മതിപ്പിച്ച് മിണ്ടി അങ്ങനെ തെറ്റുകൾ തീർന്ന് അതിനുശേഷമാണ് വഫാത്താകുന്നത് റളിയല്ലാഹു അൻഹ. അത്രയും ബീവി ഇഷ്ടപ്പെട്ടിരുന്ന മോന ഉമ്മ അബ്ദില്ല എന്നാ പറയാം. അബ്ദുള്ളയുടെ ഉമ്മ ആയിഷ ബീവി അറിയപ്പെടുക. ആയിഷ ബീവിയുടെ മോനല്ല, അത് ജ്യേഷ്ഠത്തെ അസ്മാ ബീവിന്റെ മോനാണ്. പക്ഷേ വളർന്നതും പഠിച്ചതുമൊക്കെ ആയിഷ ബീവിയിൽ നിന്നാണ്. ഒരുപാട് ഹദീസുകൾ പഠിച്ച മഹാനായിരുന്നു മഹാനവറുകൾ. അതുകൊണ്ട് ഒരു കൊച്ചുകുട്ടിയിൽ നിന്ന് ഉണ്ടാവേണ്ട, ഒരു കുട്ടികളോട് നമ്മൾ ചെയ്യേണ്ട മര്യാദകളടക്കം പുണ്യനിബിധങ്ങളുമായി ഉണ്ടായ മഹാനവറുകളുടെ ആ ജീവിതത്തിലെ അനുഭവങ്ങളടക്കം ഒരുപിടി നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനുണ്ട്. സർവശക്തനായ അല്ലാഹു സജ്ജനങ്ങളും സ്വാലിഹീങ്ങളുമായ ഹബീബിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച സ്വഹാബിമാരുടെ ജീവിത വിശുദ്ധി അല്ലാഹു നമുക്കും അതിൽ അല്പമെങ്കിലും തന്ന റബ്ബ് തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളും നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ കാരുണ്യവാനായ അല്ലാഹു അവൻ ഇഷ്ടപ്പെട്ട അമലുകളാക്കി മാറ്റിത്തരട്ടെ. അല്ലാഹു നമ്മൾ സൽസ്വഭാവികളാക്കി അല്ലാഹു നമ്മളെ മാറ്റിത്തരട്ടെ.